നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാതെ കാണണേ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ബൂയങ്. ഇവളൊരു ബോക്സിംഗ് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലം പോലെയല്ല തോന്നുന്നത്, ഒരു അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇവള് നമ്മുടെ ഹീറോനെ നോക്കിയിട്ട് ഇവന്റെ പേര് യൂജിൻ, 6 വർഷം മുമ്പ് പ്രോ ചാമ്പ്യൻഷിപ്പ് വിന്നർ ആയിരുന്നു. എന്നാൽ ഇവൻ ഇല്ലീഗൽ സബ്സ്റ്റൻസ് എല്ലാം യൂസ് ചെയ്താണ് വിൻ ചെയ്തതെന്നും പറഞ്ഞിട്ട് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ബാൻ ചെയ്യുകയുണ്ടായി. പിന്നീട് അവൻ ഹൈഫ് എന്ന ഒരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. അതിനുശേഷം ഇവൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ അണ്ടർഗ്രൗണ്ട് മാച്ചിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അന്നേരം അവളുടെ അടുത്തുണ്ടായിരുന്ന ആള്, ഓക്കെ മിസ്റ്റർ ബു, നിങ്ങൾ മുകളിൽ പോയി വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഈ മാച്ചിൽ നമ്മുടെ നായകനാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ എന്റെ കാശ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഇൻവെസ്റ്റർ അതാ നിങ്ങളെ മുകളിൽ കാത്തിരിക്കുന്നു, അവിടെ പോയി വാങ്ങിക്കുമെന്ന് ഇയാൾ പറയും. അങ്ങനെ അവനത് വാങ്ങാനായിട്ട് മുകളിൽ പോയതും ബൂനെ കണ്ട് അവൻ ആകെ ഷോക്കാകും. ഇവർ രണ്ടുപേരും 6 വർഷം മുമ്പ് 1 night 1 night സ്പെൻഡ് ചെയ്തിരുന്നു. ഇനി ആ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതാണോന്ന് കരുതിയിട്ട് അവനൊന്ന് പേടിക്കും. എന്നാൽ അവൾ വളരെ കൂളായിട്ട് കാഷ്വൽ ആയിട്ട്, ഹേ മിസ്റ്റർ യൂജിൻ, നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് അവൾ അവനക്ക് കൈ കൊടുക്കും. ഉടനെ അവൻ 6 വർഷം മുമ്പ് ഒരു രാത്രി എന്നോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോ പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കുന്നു, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് അവളെ പേടിപ്പിക്കും. അന്നേരം അവളെ, നിങ്ങളെ കോൺട്രാക്ട് മാരേജ് ചെയ്യാൻ വന്നതാണ്, അതായത് എനിക്കൊരു താൽക്കാലിക ഹസ്ബൻഡിനെ വേണം, നിങ്ങൾക്ക് ഞാൻ $10 million തരാം, 3 മാസം വരെ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ അവനക്കൊരു കാർഡ് കൊടുക്കും. അന്നേരം അവൻ, നമ്മുടെ പഴയ പ്രശ്നം തന്നെ തീർന്നിട്ടില്ല, അപ്പോഴേക്കും നീ പുതിയ കോൺട്രാക്റ്റുമായി വന്നിരിക്കുന്നു, എപ്പോഴും എല്ലാ പ്രശ്നവും പണം ഉപയോഗിച്ച് സെറ്റിലാക്കാമെന്ന് വിചാരിക്കണ്ട എന്നും പറഞ്ഞ് അവളെ ശകാരിച്ച് അവൻ പോകും. അന്നേരം അവളെ എണീറ്റിട്ട്, നിന്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതല്ലേ, അവരുടെ ചികിത്സയ്ക്ക് നിനക്ക് പണം ഉപയോഗിച്ചൂടെ, ആഹാ നീ എന്നെ കുറിച്ച് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണല്ലോ വന്നേക്കുന്നത് എന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. അന്നേരം അവളെ, നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും ഞാൻ പേടിക്കില്ല, ആഹാ അങ്ങനെയാണോ, എന്നാ നിനക്ക് വേറെ എന്താ പേടിയുള്ളെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയിട്ട് ക്ലോസ് ആയി കിസ് ചെയ്യാനിരിക്കും. അന്നേരം അവളെ, നിനക്ക് ഈ കോൺട്രാക്ട് മാരേജിന് താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് കല്യാണം കഴിച്ചാലെന്ന് അവൾ പറയും. അന്നേരം അവൻ, നീ ആദ്യം പോയി നിന്റെ മണ്ട ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അതിലൊന്നും കാണത്തില്ല, നിനക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. നിന്നെ പോലെ ഒരാളെ പണം ഉപയോഗിച്ച് വാങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആരാണെന്ന് നിന്നെ കാണിച്ചരാന്ന് അവൾ മനസ്സിൽ പറയും. നമ്മുടെ ഹീറോ ഒരു ഫിഷർമാനാണ്, അവനക്ക് വീട് അങ്ങനെയൊന്നുമില്ല, അവന്റെ വീടെന്ന് പറയുന്നത് ബോട്ടാണ്. ബോട്ടിലാണ് അവൻ സ്റ്റേ ചെയ്യാറുള്ളത്. അവനവിടെ ഷേവ് ഒക്കെ ചെയ്തുകൊണ്ട് ഓരോന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് തുടങ്ങും. ലവർ, മാരേജ് അതൊന്നും ശരിയാകില്ല എന്നും പറഞ്ഞ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ബൂയൻ കാറിൽ നിന്ന് ഇറങ്ങി വരും. ഇത് കണ്ട് അവൻ, എന്താടി നീ വലിയ ആൾക്കാരെ പോലെ കാറിലൊക്കെ ഇറങ്ങി വന്ന്, അപ്പോഴേക്കും നീ എന്റെ വീടും കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ നിന്നും 2 കുട്ടികൾ ഇറങ്ങി ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിക്കും. ആക്ച്വലി അവൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്, 2 പേരും ട്വിൻസ് ആണ്. മകന്റെ പേര് ഷിയാങ്, മകളുടെ പേര് ചെങ് എന്നുമാണ്. ഷിയാങ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്, നിങ്ങളോട് ഞാൻ കാറിൽ ഇരിക്കാനല്ല പറഞ്ഞ്. അന്നേരം ഈ പയ്യൻ, അമ്മേനെ ഏതേലും റോഡികൾ വന്ന് ഉപദ്രവിക്കുമോ എന്ന് കരുതി ആകെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അന്നേരം നമ്മുടെ ഹീറോ, അതേ മോനെ, ഈ റോഡി പയ്യൻ നിന്റെ അമ്മയെ മാത്രമല്ല നിങ്ങൾ 2 എണ്ണത്തിനെയും എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞിട്ട് മീനിന് തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കും. അവരാകെ പേടിച്ച് വായ പൊത്തും. ശേഷം അവൻ, ഈ 6 വർഷത്തിനിടയിൽ നിനക്ക് അപ്പോഴേക്കും 2 കുട്ടിപിശാചും ഉണ്ടായോ? അന്നേരം അവൾ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഒറ്റക്കായിട്ട്, നിങ്ങൾക്ക് അവരുടെ അച്ഛനാകണോ, എന്നാൽ ദയവായി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമെന്ന് പറയും. ആഹാ, അപ്പൊ നീ ഈ 2 എണ്ണത്തിനും വേണ്ടി ഒരു അച്ഛനെയാണ് തിരയുന്നത്, അതിനാണ് നീ $10 million കൊടുത്ത് ഈ പാവം പിടിച്ച് നിഷ്കളങ്കനായ എന്നെ അച്ഛനാക്കാൻ നോക്കുന്നത് അല്ലെ? അന്നേരം അവള്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ഉടനെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും, അതിനുശേഷം 3 മാസത്തിനുള്ളിൽ നീ എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു അവകാശയും കൂടി തരണം, അതിനുശേഷം നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, സത്യമായിട്ടും ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല എന്ന് അവൾ പറയും. ഉടനെ അവൻ അവളുടെ മോന്തക്ക് പിടിച്ചിട്ട്, എന്ത് അവകാശിയോ, ഓൾറെഡി നിനക്കിപ്പോ 2 കുട്ടികളുണ്ട്, അത് പോരാഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ വേണോ, നിനക്കെന്താ ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഒരു ഹോബിയാണോ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, വേഗം ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവന് പോകും. അന്നേരം അവള്, നീ എപ്പോഴും ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ബോക്സിംഗ് ചെയ്യുമ്പോൾ ഒരു ദിവസം നീ ആ റിങ്ങിനുള്ളിൽ മരിച്ചു വീണാൽ എന്ത് ചെയ്യും? ഇത് കേട്ടതും അവനൊക്കെ ടെൻഷനായി. ഉടനെ അവളെ തൂക്കിയെടുത്തിട്ട് കാറിനുള്ളിൽ ഇട്ടിട്ട്, ഇനി നിന്നെ മേലിൽ ഇവിടെ കാണാൻ പാടില്ല, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവളെ കാറിലിട്ടിട്ട് പോകും. ഇവിടെ മക്കൾ വന്നിട്ട് ആകെ പേടിച്ച്, അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ കരഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം അവളെ, അമ്മക്കൊന്നുമില്ല, ഞാനും അവരും ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ചതാണെന്ന് പറയും. അന്നേരം ഈ പയ്യൻ, അമ്മേ ഞങ്ങൾ ആകെ പേടിച്ചു എന്ന് പറഞ്ഞിട്ട്, അമ്മേ ഇത് ഞാനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കിയ റോക്കറ്റ് എടുത്തിട്ട് അമ്മക്ക് കൊടുക്കും. അങ്ങനെ അവളത് നിവർത്തി നോക്കുമ്പോൾ അതൊരു അഡ്വർടൈസ്മെന്റ് പേപ്പർ ആയിരിക്കും. അത് നമ്മുടെ ഹീറോയിന് നല്ലൊരു പെണ്ണിനെ തിരയുന്നുണ്ടെന്ന് കാണിച്ചിട്ടുള്ള ഒരു മാട്രിമോണി അഡ്വർടൈസ്മെന്റ് പോലെ ആയിരിക്കും അത്. എടാ ദുഷ്ട, കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുട്ടികളുള്ളവരെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലേ, നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചിരാന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും ബോട്ടിൽ കയറിയിട്ട്, നാട്ടുകാരെ ഞാനാണ് യൂജിങ്ങിനെ കല്യാണം
കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്നൂറൊക്കെ മൈക്കിലൂടെ വിളിച്ചു പറയും. ഇത് കേട്ട് അവനവളോട് അപ്പൊ നീ പോയില്ലേന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നാൽ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആകെ അന്തം വിടും. എന്താ യൂജാങ് ഇത്, നീ ഇവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നേ? ഞാൻ വിചാരിച്ച് നീ വെള്ളിയായിരിക്കും കല്യാണം കഴിക്കുന്നതെന്ന്. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട് അല്ലേ? അന്നേരം അവൻ ഇല്ല ആന്റി, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷെ അത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടും വെള്ളി ഓടി വരും. അന്നേരം ബൂയിങ്, അപ്പൊ നീയും ഞാനും തമ്മിലാണോ മത്സരം? അന്നേരം ഈ ആന്റി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വലിയൊരു യങ്കളും അവിവാഹിതയുമാണ്, നീയോ 2 കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയും. മര്യാദക്ക് ഈ വില്ലേജ് വിട്ട് ഇവിടുന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് എല്ലാവരും അവൾക്ക് നേരെ തിരിയും. കൂടെ ഹീറോയും, നോക്ക് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല, അതും അച്ഛനാരാണെന്നറിയാത്ത ഈ 2 കുട്ടിപിശാചുകളുടെ അമ്മയായ നിന്നെ. എനിക്ക് നിന്റെ കുട്ടികൾക്ക് അച്ഛനാകാൻ സാധിക്കില്ല എന്നവൻ പറഞ്ഞതും അവളാകെ ദേഷ്യത്തോടെ അവന് മുഖത്തടിച്ചിട്ട്, എന്റെ മക്കളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ മോനര ഷേപ്പ് ചെയ്യാൻ മാറ്റും. ആക്ച്വലി ഈ 2 കുട്ടികളും നമ്മുടെ ജിയാങ്ങിന്റേതാണ്. ഈ പയ്യനുണ്ടല്ലോ ഷിയാങ്, അവൻ ജനിച്ചത് മുതലേ അവനക്ക് ലുക്കീമിയ എന്ന അസുഖമുണ്ട്. ഇതൊരു രക്തത്തിലൂടെ പടരുന്ന അസുഖമാണ്. ഇവനെ ചികിത്സിക്കണമെങ്കിൽ ഇനി ഇവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വെച്ച് മാത്രമേ ഇവനെ രക്ഷിക്കാൻ കഴിയൂ. അതായത് ഷിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കുഞ്ഞിന് വേണ്ടിയാണ് അവളൊരു 3 മാസത്തെ കോൺട്രാക്ട് മാരേജിന് വേണ്ടി ജിയാങ്ങിന്റെ പിറകെ നടക്കുന്നത്. ഇപ്പോ അവൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇതൊക്കെ ആലോചിച്ച് ഹീറോയിൻ കാറിൽ ഇരുന്നിട്ട് ആകെ വിഷമിക്കുകയാണ്. അന്നേരം ഈ പയ്യൻ, അമ്മ എന്തിനു വിഷമിക്കുന്നേ? അമ്മ വിഷമിക്കേണ്ട, അമ്മയെ ഞാൻ നന്നായി നോക്കും എന്ന് പറയുമ്പോഴേക്കും അവന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ അവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് ജിയാങ് അതിലൂടെ നടന്നു പോകുന്നത് അവൾ കാണുന്നത്. പിറകെ അവൾ അവനെ ഫോളോ ചെയ്തു തുടങ്ങി. അവന്റെ അമ്മയെയും ഇതേ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അമ്മ അവനോട്, മോനെ എനിക്ക് വയസ്സായി വരികയാണ്, അമ്മക്ക് തീരെ വയ്യ, ഞാൻ എത്ര കാലമുണ്ടാകുമെന്ന് എനിക്കറിയില്ല, നിനക്കും വേണ്ടേ ഒരു കൂട്ട്, നീ കല്യാണം കഴിച്ചു കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് അമ്മ അവനോട് പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ബുയാങ്, ഓ അപ്പോ അമ്മക്ക് വേണ്ടിയാണ് ഇവൻ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കും. കൂടാതെ എനിക്കെന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ കൈ പിടിച്ചിട്ട്, യൂജാങ് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചതും, എന്റെ കൈവിടെ, നീ എന്താ ഇവിടെ, നീ എന്തിനെ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, മുമ്പ് കണ്ട അന്നൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ നീ എന്താ ദേഷ്യപ്പെടുന്നേ എന്ന് പറയുമ്പോഴേക്കും അവൻ അവളുടെ വായ പൊത്തി പിടിച്ചിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട്, നീ എന്താ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അവള്, നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ വയസ്സായി വരികയാണ്, തീരെ വയ്യ, കൂടാതെ നിന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല, ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പെണ്ണും നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകില്ല, പോരാത്തതിന് നിനക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല, ഇനി അഥവാ കല്യാണം കഴിച്ചാൽ നീ അവളെ ബോട്ടിലാണ് കിടത്തുക, വളരെ മോശം തന്നെ, നിനക്ക് നിന്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി എന്നെ വിവാഹം കഴിച്ചാൽ മതി, ഞാൻ മാത്രമാണ് നിന്റെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയിട്ട് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യും. എന്നിട്ട് നോക്ക്, ഇതാണ് എന്റെ നമ്പർ, നിനക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ നന്നായി ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കാൻ നിന്നിട്ട് എനിക്ക് വിളിക്കെന്ന് പറയും. ഇവിടെ ഹോസ്പിറ്റലിൽ അവളുടെ ഫ്രണ്ട് വന്നിട്ട്, ബുയാങ് എന്തായി, അവൻ സമ്മതിച്ചോ എന്ന് ചോദിക്കും. ഇല്ലടി, അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും ബുയാങ് പറയും. എന്നാൽ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവനാണെന്ന് നിനക്ക് അവനോട് പറയാമായിരുന്നില്ലെന്ന് ഈ ഫ്രണ്ട് പറയും. അവനാണ് അച്ഛനെന്നറിഞ്ഞാൽ അവന്റെ കുഞ്ഞിനെ അവൻ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ഈ ഫ്രണ്ട് പറയുമ്പോൾ, അവനെ ഓൾറെഡി ബോക്സിംഗിൽ നിന്നും ബാൻ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ അണ്ടർ ബോക്സിംഗ് ആണ് അവനിപ്പോ ചെയ്യുന്നത്, ചുമ്മാ റോഡിസം കാട്ടി ചുറ്റി നടക്കുകയാണ്, അവനാണ് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്നറിഞ്ഞാൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും, ഈ ഒരു കാര്യം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പോലും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് അവൾ പറയും. ശരി, പോകാൻ സമയമായി, അവന്റെ തീരുമാനം എന്താണെന്ന് അറിയണം, ഞാൻ പോയിട്ട് വരാം, നീ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ബുയാങ് യൂജിങ്ങിന്റെ അടുത്തോട്ട് പോകും. അന്നേരം അങ്ങോട്ട് യൂജിങ്ങിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ വെല്ലി അങ്ങോട്ട് വരും. എന്നിട്ട് ഇവളെ തടഞ്ഞു നിർത്തിയിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ, അവൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കില്ല, അതും അച്ഛനാരാണെന്നറിയാത്ത ആ കുഞ്ഞുങ്ങൾക്ക് അവൻ ഒരിക്കലും അച്ഛനാകില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വെറുപ്പിക്കും. അന്നേരം അവള്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്, പിന്നല്ലാതെ അച്ഛനാരാണെന്നറിയാത്ത കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയല്ല വിളിക്കുക. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവളെ അടിക്കാൻ നിൽക്കവേ ഉടനെ അങ്ങോട്ട് യൂജിങ് വന്ന് ഹീറോയിന്റെ കൈ പിടിച്ചു വെക്കും. അന്നേരം വെല്ലി, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ യൂജിങ്ങിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. ഉടനെ യൂജിങ് അവളുടെ കണ്ണിൽ നോക്കിയിട്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ആ ഓപ്ഷൻ ഇപ്പോഴും നിലവിലുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ട വെല്ലി, ഇവനെന്താ കുടിച്ചിട്ടുണ്ടോ, മാറി പറഞ്ഞതാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അവൻ ഹീറോയിന്റെ കൈയും പിടിച്ചുകൊണ്ട് പോകും. അന്നേരം വെല്ലി, യൂജാങ് നിനക്ക് നാണമില്ലേ, അച്ഛനാരാണെന്നറിയാത്ത കുട്ടികളുടെ അമ്മയെ കെട്ടാൻ എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയിനാകെ ദേഷ്യം വരും. വെല്ലിയുടെ അടുത്തോട്ട് പോയിട്ട് അവളുടെ മോന്ത കിട്ടൊന്ന് കൊടുക്കും. ശേഷം അവനവളെ അവന്റെ ബോട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നീ വാ, നമുക്ക് പോയിട്ട് മാരേജ് ലൈസൻസ് വാങ്ങിട്ട് വരാമെന്ന് അവൻ പറയും. അന്നേരം അവളെ, എന്ത് മാരേജ് ലൈസൻസോ? അന്നേരം അവള് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ആലോചിക്കും. നീ നന്നായി ആലോചിക്ക്, അവനൊരു റൗഡി
റൗഡി പയ്യനാണ്. നീ അവനെ കല്യാണം കഴിച്ചാൽ അവൻ ഡിവോഴ്സ് തരില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ലൈഫ് ലോങ് നീ ആ റൗഡിന്റെ കൂടെ ജീവിക്കുമോ? ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളൊന്നും കൂടെ ആലോചിച്ചിട്ട് ഓക്കെ ശരി നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷെ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊരു ടെമ്പററി മാരേജ് അല്ലേ, അതുകൊണ്ട് ലൈസൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതും അവൻ അവളോട് ആഹാ എന്ത് രസം നിന്റെ ഓഞ്ഞ വർത്താനം കേൾക്കാൻ, നിന്നെ ലൈസൻസ് ഇല്ലാതെ ഞാൻ വിവാഹം കഴിക്കുകയും വേണം, അതിലൊരു കുഞ്ഞിനെയും വേണം, ഒരുപക്ഷെ നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ എന്തു ചെയ്യും? നിന്നെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ എന്ത് തെളിവാ കൊടുക്കുക? ഇതെല്ലാം നിന്റെ അടവാണ്, നീ ആദ്യം നിന്റെ ഐ ഡി ഇങ്ങെടുക്ക്, എന്നാൽ ഞാൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാമെന്ന് അവൻ പറയും. അവസാനം അവള് ഓക്കെ ഐ ഡി തരാം, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷനും പാടില്ല, അതുപോലെ എന്റെ സമ്പത്തിൽ യാതൊരു പ്രതീക്ഷയും വെക്കണ്ട, 3 മാസം ഒന്നായി ജീവിക്കാം, അതിനുശേഷം നീ നിന്റെ പണി നോക്കി പൊക്കോണം. അന്നേരം അവനെ എനിക്കും ഓക്കെ നീ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം, പക്ഷെ എന്റെ അമ്മയെയും നീ നന്നായി നോക്കണം, അല്ലെങ്കിൽ ഈ അഗ്രിമെന്റ് എപ്പോ വേണമെങ്കിലും ഞാൻ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ രണ്ടാളും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. ശേഷം അവർ തെളിവിനായി കല്യാണ ഫോട്ടോയും എടുക്കുന്നുണ്ട്. പിന്നീട് അവൾ വില്ലേജിൽ നല്ലൊരു വീട് വാങ്ങിക്കും. അയൽവാസികളെല്ലാം ഇവളെ കണ്ടിട്ട് വാവ് നല്ല സുന്ദരി കൊച്ച്, നീ പുതിയതാണോ ചോദിക്കുമ്പോൾ മറ്റൊരുത്തി ഇത് യൂജാങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയും. ശേഷം ഇവള് യൂജാങ്ങിനെ കോൾ ചെയ്തിട്ട് നീ എണീറ്റോ, നിനക്ക് ഞാനൊരു സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇവനിവിടെ ബോട്ടിൽ നല്ല ഉറക്കത്തിലാണ്. അവൾ അവനക്ക് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ സാധനങ്ങളും പെട്ടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാന്ന് പറയും. ഇവിടെ ഈ ആന്റി നമ്മുടെ നായികയെ അപമാനിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ യുദ്ധം ചെയ്ത് യൂജാങ്ങിനെ വലയിൽ വീഴ്ത്തിയോ? ഞങ്ങളുടെ വെല്ലിമോള് പാവം, അവളെ പറ്റിച്ചല്ലേ, നീ അവനെ മുതലെടുക്കുവാണോ? പാവം യൂജാങ്, അവൻ അവന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷ് കൊണ്ട് വീടെല്ലാം വാങ്ങി ദൂർത്തടിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അന്നേരം അവളെ ഇത് ഞാൻ എന്റെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് പറയും. പക്ഷെ അതാരും തന്നെ വിശ്വസിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ യൂജാങ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. അവൻ അവരോട് അതവള് അവളുടെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. അന്നേരം വെല്ലി വന്നിട്ട് നിനക്കിപ്പോ നല്ല സുഖാണല്ലോ, ലോട്ടറി അടിച്ച പോലെയാണല്ലോ, പെണ്ണായി 2 കുഞ്ഞുങ്ങളായി വീടായി കാറായി, നിനക്ക് ഇനി പണിക്കും പോണ്ട. അവൾക്ക് എവിടുന്നായിരിക്കും ഇത്രയും കാശ്? ഇനി അവൾക്ക് മറ്റാരെങ്കിലും കൊടുക്കുന്നതാകുമോ? ഉടനെ ആന്റി നീ നല്ല പെൺകുട്ടിയല്ല, തെറ്റായ രീതിയിലാണ് നീ കാശ് സമ്പാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയത് വിളിച്ചു പറയും. എന്നിട്ട് യൂജാങ്ങിനോട് മോനെ അവൾ അത്ര ശരിയല്ല, നീ അവളെ കല്യാണം കഴിക്കണ്ടെന്ന് പറയും. ആന്റി അവളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, മാത്രമല്ല ഞങ്ങൾ ഓൾറെഡി വിവാഹിതരാണെന്നും പറയും. കൂടാതെ ഇനി ഇവളും ഈ വില്ലേജിലെ മരുമകളാണ്, എല്ലാവരും നല്ല രീതിയിൽ യോജിച്ചു പോകണമെന്ന് അവൻ പറയും. അന്നേരം അവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ആളല്ല ഞാൻ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു കമ്പനിയുണ്ട്, എന്റെ അമ്മായിയമ്മക്ക് തീരെ വയ്യാത്തത് കൊണ്ടും ആ ബോട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിയതെന്ന് അവള് പറയും. ഇനി എന്നെയോ എന്റെ കുഞ്ഞുങ്ങളെയോ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുമെന്നും പറയും. ഇത് കേട്ട് അവരവിടുന്ന് പേടിച്ചിട്ട് പോകും. പിന്നീട് ഇവൻ നിന്റെ കയ്യിന് അടി കിട്ടിയതല്ലേ, ഞാൻ മരുന്ന് വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ വീട് വാങ്ങിയതിന് നന്ദി, ഇതിന് പകരമായിട്ട് നിനക്കെന്താ വേണ്ടേന്ന് അവൻ ചോദിക്കുമ്പോൾ ആക്ച്വലി ഈ വീട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിയതാണെന്ന് അവൾ പറയും. അങ്ങനെ അവൻ അവൾക്ക് ബാൻഡേജ് വെച്ച് കൊടുക്കുമ്പോൾ എടാ എനിക്ക് വേദനിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കെന്ന് പറയും. അപ്പോ അവൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ എന്താ എന്നോട് ഒരു താങ്ക്സും പോലും പറയാത്തെ? ഹോ അത് എല്ലാവർക്കും സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ, അങ്ങനെയാണെങ്കിൽ അവർ നിന്നെ വല്ലതും ചെയ്തിരുന്നാൽ നീ എന്ത് ചെയ്യും? ഈ ലോകത്ത് എത്ര ആളുകളുണ്ട്, അവരിൽ ആരാണ് ഡേഞ്ചർ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അവൻ അവളോട് പറഞ്ഞതും അവൾ 6 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിഞ്ഞതും അത് അവളുടെ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവളോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അവള് അവളുടെ ബാങ്ക് കാർഡും പ്രോപ്പർട്ടീസും എല്ലാം അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇറക്കി വിട്ട പോലെ ഞാൻ എന്റെ മക്കളെ ഒറ്റക്കാകില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരും. ഇതെല്ലാം ഇവള് ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ചുകൊണ്ട് ഇതുവരെയുള്ള 6 വർഷത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, ഇത് വെറും കോൺട്രാക്ട് റിലേഷൻഷിപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. അന്നേരം അവൻ ഓ ശരിയാ, ഞാനെന്തിനാ നിന്നെ കുറിച്ച് വിഷമിക്കുന്നത്, എന്തിനാ നിനക്ക് മരുന്നൊക്കെ വെച്ച് തരുന്നത് എന്നും പറഞ്ഞ് മരുന്ന് അവിടെ ഇട്ടിട്ട് അവന് പോകും. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുളിക്കല്ല എന്നും പറഞ്ഞിട്ട് അമ്മയെ വട്ടുപിടിപ്പിക്കാണ്. അന്നേരം ഇവൾക്ക് കുഞ്ഞുങ്ങളെ മര്യാദക്ക് നിർത്താൻ കഴിയുന്നില്ല, എന്നിട്ടാണ് മറ്റുള്ളവരെ എന്നും പറഞ്ഞിട്ട് ചിരിക്കും. 6 വർഷം മുന്നെയാണ് ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയത്, ഈ കുട്ടികൾക്ക് ഇപ്പോ 5 വയസ്സും. ദൈവമേ ഇനിയൊരു പക്ഷെ ഇവരെന്റെ കുട്ടികളെങ്ങാനും നോ എന്നവൻ തമാശയോടെ ആലോചിക്കുകയുണ്ടായി. ഇവിടെ ബാത്റൂമിൽ ഷവറൊക്കെ പൊട്ടിച്ച് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ജിയാങ് വന്നിട്ട് കുട്ടികളോട് മതി കളിച്ചത്, അവരോട് പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയും. അന്നേരം അവളെ എന്താ മക്കളെ പറഞ്ഞേച്ച് നീ എന്നോട് റൊമാൻറ്റിക് ആവുകയാണോ, എനിക്കറിയാം നീ അങ്ങനെ വിചാരിക്കൂ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകവേ അവൾ അവന്റെ മാല പിടിച്ചു വലിച്ചിട്ട് പിന്നെ നീ എന്തിനാ അവരോട് പോകാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ, നമ്മുടെ കോൺട്രാക്ട് പ്രകാരം നീ എനിക്ക് ഒരു അവകാശിയെ തരണമെന്നുണ്ടല്ലോ, അതെപ്പോഴാ? അന്നേരം അവൻ എന്നാ നോക്ക്, എനിക്ക് ഈ വെള്ളത്തിൽ വീണ് നനഞ്ഞ എലികളെയൊന്നും പറ്റില്ല, എന്നെ മയക്കണമെങ്കിൽ സുന്ദരിയായിട്ട് വാ എന്ന് പറഞ്ഞു അവിടുന്ന് പോകും. അപ്പോ അവളെ എടാ മഹാപാപി, അപ്പോ എന്നെ കാണാൻ ഭംഗിയില്ലേ, നിനക്ക് കണ്ണു
വന്നു കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞ് അവനോട് ചൂടാകും. ഇവിടെ ഇവൻ പറഞ്ഞതുപോലെ ഭംഗിയായി ഡ്രസ്സൊക്കെ ധരിച്ച് ഇരിക്കാണ്. അവൻ വന്നതും ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ, സുന്ദരിയല്ലേ അവള് ചോദിച്ചതും അവന് മറുപടിയും കൊടുത്തില്ല. ശരി, നീ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ സുന്ദരിയാണെന്ന് എന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ അവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യും. ഉടനെ അവൻ അവളെ പിടിച്ചു മാറ്റിയിട്ട് എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോകും. ഇവിടെ ഇവളുടെ ഫ്രണ്ട് ഇവളെ കാണാൻ വന്നിട്ട് ഈ വീടും ഏരിയയും എല്ലാം സൂപ്പറാണല്ലോ, നീ കമ്പനിയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ നന്നായി നോക്കുന്നുണ്ടെന്ന് പറയും. എല്ലാത്തിനും വളരെ നന്ദിയുണ്ടടി, എന്റെ അമ്മയും അച്ഛനും എന്നെ ഒഴിവാക്കിയപ്പോ നീയായിരുന്നു എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അന്നേരം ഈ ഫ്രണ്ട് അല്ലാതെ പിന്നെ ഇവർ രണ്ടാളും എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്, അവനെ നോക്കേണ്ട കടമ എന്റെയും കൂടിയാണ് എന്ന് പറയും. കൂടാതെ ഷിയാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്ലാൻ, അതുകൊണ്ട് പ്ലാൻ കഴിഞ്ഞ ഉടനെ നീ കോൺട്രാക്ട് അവസാനിപ്പിക്കണമെന്നും പറയും. ഇവിടെ നമ്മുടെ ഹീറോക്കും വേണ്ടി ഉറങ്ങാതെ ഹോളിൽ കാത്തിരിക്കാണ്. അവനങ്ങോട്ട് വന്നതും നീ അല്ലേലും ഇവിടെ തന്നെ കിടന്നോ, സെപ്പറേറ്റ് ആയി കിടക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ അവളുടെ ദേഹത്തേക്ക് എറിയും. അന്നേരം അവള് നിനക്കും വേണ്ടിയാണ് ഞാൻ ഉറങ്ങാതെ ഈ ഹോളിൽ കാത്തിരുന്നത്, നീ ക്ഷീണിച്ചു വന്നതല്ലേ, ദേ ഈ വെള്ളം കുടിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന അവനക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സ്പെഷ്യൽ വാട്ടർ അവനക്ക് കൊടുക്കും. പക്ഷെ അവൻ എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കവേ അവൻ തടഞ്ഞു വെച്ചിട്ട് നീ ഇത് കുടിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാകും, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഈ വെള്ളം കൊണ്ടുവന്നത്, ഒന്ന് കുടിച്ചൂടെ എന്ന് പറയുമ്പോൾ അവനൊരു ബിയർ എടുത്തു വന്നിട്ട് ഓക്കെ ചിയേഴ്സ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ വല്ലതും കലർത്തിയിട്ടുണ്ടെങ്കിലോ ഞാൻ ഈ ബിയർ കുടിക്കാം, നീ വെള്ളവും കുടിച്ചോ എന്ന് പറയുമ്പോഴാണ് അവളുടെ മകൾ അങ്ങോട്ട് വരുന്നത്. അവൾ വന്നിട്ട് അമ്മേ എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, എനിക്ക് ആ വെള്ളം തരുമോ എന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിക്കും. അന്നേരം പൂയങ് അത് പിറകോട്ട് വലിച്ചിട്ട് കുട്ടികളൊന്നും ഇത് കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പറഞ്ഞയക്കും. അപ്പൊ നമ്മുടെ ഹീറോ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഈ വെള്ളത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നീ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവനെ കാണിക്കാൻ വേണ്ടി അവളത് മോന്തി കുടിക്കും. എന്നിട്ട് അകത്ത് പോയിട്ട് മകൾക്ക് വേറെ വെള്ളം കുടിക്കാൻ കൊടുക്കും. ഇവള് ശരിക്കും ആ വെള്ളത്തിൽ ആൽക്കോളായിരുന്നു കലർത്തിയിട്ടുണ്ടായിരുന്നത്. അവളത് കുടിച്ചതിന് ശേഷം ബോധമില്ലാതെ ആടി നടക്കാൻ തുടങ്ങും. ശേഷം ഹീറോ അവളെ തൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കാനുണ്ടെങ്കിൽ വേഗം ഛർദ്ദിച്ചു പോയി കിടന്നുറങ്ങാൻ നോക്കെന്ന് പറയും. അന്നേരം അവള് ബോധമില്ലാതെ ആടി വെള്ളത്തിൽ വീഴും. ഉടനെ അവൻ അവളെ വെള്ളത്തിൽ നിന്നെടുത്തിട്ട് നോക്ക്, നീ രണ്ടു കുട്ടികളുടെ അമ്മയാണ്, നീയാണ് ഒരു പയ്യൻക്ക് ആൽക്കഹോൾ കൊടുത്ത് മയക്കാൻ നോക്കുന്നത്, ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമായിരുന്നു നിനക്കറിയാമോ എന്നവൻ പറഞ്ഞതും ഇത് കേട്ട അവളെ എന്ത് നീ ജെന്റിൽമാനോ, അതൊന്ന് അന്വേഷിക്കണമല്ലോ എന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കും. അന്നേരം അവൻ അവളെ വെള്ളത്തിലേക്ക് തന്നെ തള്ളിയിട്ടിട്ട് നീ വെള്ളത്തിൽ തന്നെ കിടന്നോ, എന്നാലേ നിനക്ക് ബുദ്ധി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് തള്ളിയിടും. അന്നേരം അവളെ എടാ എന്നെ രക്ഷിക്ക്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളാകെ നിലവിളിക്കും. ശേഷം അവൻ അവളെ രണ്ടു കൈയിലും എടുത്തു വന്നിട്ട് ബെഡിൽ കിടത്തും. പിറ്റേന്ന് അവൾക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടാകും. അവൻ അവൾക്ക് മെഡിസിനൊക്കെ എടുത്തു കൊടുത്തിട്ട് നീ ഇവിടെ റെസ്റ്റ് എടുത്തോ, ഇന്ന് കുട്ടികളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് പറയും. ഇവിടെ ഈ കുട്ടികളെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതുക്കെ നടന്നു വരികയാണ്. ഇവിടെ ഇവൻ ക്ഷമ കെട്ട് ഇങ്ങനെ ഉറുമ്പരിക്കും പോലെ നടന്നാൽ എപ്പോഴും സ്കൂളിലെത്താ, ഒന്ന് വേഗമാന്ന് പറയും. അന്നേരം ഈ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ, ആദ്യം ആരോഗ്യം നോക്കണം, ഭക്ഷണം കഴിക്കണം, അതിനുശേഷം മതി പഠനം എന്നാണ് അമ്മ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയും. ഓ എപ്പോ നോക്കിയാലും അമ്മ എന്ന് മാത്രം, എന്താ നിന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാറില്ലേ നിന്റെ അമ്മ? ഇത് കേട്ടതും ഞങ്ങൾ എന്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല, എന്ത് ഒരു വട്ടം പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ശരി, മുത്തശ്ശനൊക്കെ എവിടെ? അവരെ കുറിച്ചും ഞങ്ങൾക്കറിയില്ല, അവരെയും കണ്ടിട്ടില്ല, മുത്തശ്ശൻ മരിച്ചുപോയി, പക്ഷെ മുത്തശ്ശിക്ക് ഞങ്ങളെ തീരെ ഇഷ്ടമല്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ സങ്കടത്തോടെ പറയും. ഇത് കേട്ട് നമ്മുടെ ഹീറോക്കും വളരെ സങ്കടം വരും. പാവം അവള്, ഇത്രയും വർഷം അവള് ഇവരെ ഒറ്റക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് തോന്നുന്നു. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞ് അവൻ ആ കുഞ്ഞുങ്ങളോട് ഞാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും എവിടേക്കും പോകില്ല, അവരും നിങ്ങൾ ഞങ്ങളെ ചതിക്കരുത് യൂജാങ് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കും. ശേഷം അവൻ അവർ രണ്ടാളെയും കൈകളിലെടുത്ത് തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ച് സ്കൂളിലേക്ക് പോകും. അന്നേരം അവിടേക്ക് രണ്ടാളുകൾ വരും. കഥയുടെ തുടക്കത്തിൽ ഒരു ഫൈറ്റിംഗ് കാണിച്ചിരുന്നില്ലേ, അവരാണവർ. അയാൾ അവനെ കണ്ടതും ആരെയോ ഫോണിൽ വിളിച്ചിട്ട് ഇവനെ കണ്ട കാര്യം പറയും. ഇവിടെ ഹീറോയിൻ പനി വന്ന് റെസ്റ്റിലാണ്. അന്നേരം അവൾക്കൊരു കോള് വരും. നിങ്ങളുടെ രണ്ടു കുഞ്ഞുങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവര് കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടെന്നും എനിക്ക് 1 മില്യൺ തരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തിരികെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതും അപ്പുറത്ത് നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. ഇവളാകെ ഷോക്കായിട്ട് തീർച്ചയായിട്ടും ഞാൻ ക്യാഷുമായിട്ട് വരാം, നിങ്ങൾ അവർക്ക് ഫോൺ കൊടുക്കെന്ന് പറയും. അതൊന്നും നടക്കില്ല, നിങ്ങൾ ക്യാഷ് കൊണ്ടുവന്നാൽ കുട്ടികളെ തിരികെ തരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ഉടനെ അവൾ ജിയാങ്ങിന് കോൾ ചെയ്യും. അവൻ അവിടെ ഹോസ്പിറ്റലിൽ അവന്റെ അമ്മയോടൊപ്പമാണ്. അവിടെ അവന്റെ സുഹൃത്ത് വെല്ലിയും ഒപ്പമുണ്ട്. ജിയാങ്ങിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് കണ്ട് വെല്ലി വേഗം കോൾ കട്ട് ചെയ്യും. ഇവിടെ ജിയാങ് വെല്ലിയോട് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അമ്മയെ ഞാൻ ഒറ്റക്ക് നോക്കിക്കോളാം, എനിക്ക് നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞയക്കും. അന്നേരം വെല്ലിയുടെ ഫോണിലേക്കും ബുയാങ് കോൾ ചെയ്യും.
എന്നിട്ട് ജിയാങ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഇല്ലെന്ന് കള്ളം പറയും. അന്നേരം ബുയാങ് ഷിയാങ്ങിനെയും ചിങ്ങിനെയും ആരൊക്കെ പിടിച്ചുകൊണ്ടുപോയി എന്നോട് കെമിക്കൽ ഫാക്ടറിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവനെ കാണണേൽ ഈ കാര്യം ഒന്ന് അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇവിടെ ജിയാങ് എന്തുപറ്റി, ഒരുപാട് നേരമായല്ലോ, ബുയാങ് മെഡിസിനൊക്കെ കഴിച്ചു കാണുമോ എന്നൊക്കെ ആലോചിച്ച് അവളെ കുറിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങി. ശേഷം അവൻ ഫോൺ എടുത്തിട്ട് അവൾക്ക് വിളിക്കാൻ നിൽക്കവേ അവന്റെ ഫോൺ സ്വിച്ച് ഓഫിലായിരിക്കും. ശേഷം അവളുടെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞ് അവൻ ഈ കാര്യം അറിയും. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി ആരോ കാത്തിരിക്കാണ്. അയാൾ മുമ്പിലുള്ള ഇവളോട് നീ ബുയാങ്ങിനെ കണ്ടോ, അവൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. നോക്ക് സീനിയർ, ഞാൻ അവളെ കണ്ടിട്ട് തന്നെ ഒരുപാട് വർഷമായി, എന്റെ അടുത്ത് അവളുടെ നമ്പർ പോലുമില്ലെന്ന് പറഞ്ഞ് അവനെ പറ്റിക്കും. അതേ കറക്റ്റ് ടൈമിൽ തന്നെ ബുയാങ് അവൾക്ക് കോൾ ചെയ്തിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയും. ഇവിടെ ബുയാങ് കാശൊക്കെ എടുത്തിട്ട് അവര് പറഞ്ഞ ഫാക്ടറിയിലേക്ക് വന്നിരിക്കാണ്. എന്നിട്ട് അവൾ അയാളോട് എവിടെ എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ കാശുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയും. അന്നേരം അയാളെ നിന്റെ കുഞ്ഞുങ്ങളോ, അങ്ങനെയാരും ഇവിടെ ഇല്ലെന്ന് പറയും. അന്നേരം അവളെ ഓക്കെ, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ പണവും ഞാൻ തരില്ല എന്നും പറഞ്ഞ് അതുമായി അവൾ പോകാൻ നിൽക്കവേ അവിടെയുണ്ടായിരുന്ന ഗുണ്ടകൾ വന്നിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ, നിന്നെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവളെ പിടിച്ചുവെക്കും. അന്നേരം അങ്ങോട്ട് ജിയാങ് വരികയും അവരെല്ലാവരെയും അടിച്ച് അവളെ സേഫാക്കും. നിങ്ങൾക്ക് ഞാനുമായല്ലേ പ്രശ്നം, എന്തിനാണ് എന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത്, ഞാൻ വിജയിച്ചതല്ലേ നിങ്ങളുടെ പ്രോബ്ലം, നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം, ഇപ്പോ ഞാൻ എന്റെ ഭാര്യയുമായി പോകാണെന്ന് പറയും. അന്നേരം അവൻ അവളോട് നീ എന്തിനാ എങ്ങോട്ട് വന്നേ, നിനക്കൊന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ പറയും. അന്നേരം ഈ റോഡി ആഹാ അങ്ങനെ അങ്ങ് പോകുകയാണോ, നിന്നോട് റിവെഞ്ച് ചെയ്താലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അന്നേരം ബുയാങ് ഈ പണമെല്ലാം വെച്ച് ഞാനൊരു ബെഡ് പണിയും, ഈ മാച്ചിൽ നിങ്ങൾ ജയിച്ചാൽ പണമെല്ലാം നിങ്ങൾക്ക് തരും. എന്നിട്ട് ജിയാങ്ങിനോട് നീ ജയിച്ചാൽ നമുക്ക് അഭിമാനത്തോടെ വീട്ടിൽ പോകാം, തോറ്റാലും കുഴപ്പമില്ല, ഈ പ്രശ്നം ഇതോടെ അവസാനിപ്പിക്കണമെന്ന് അവൻ പറയും. ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഹീറോ എന്തായാലും ജയിക്കുമെന്ന് മനസ്സിലാക്കിയ അവര് മാച്ചിൽ വെപ്പൺസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ബുയാങ് ഇതെന്താ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ ഇത് റൂൾസ് ഇല്ലാത്ത മാച്ചാണ്, ഇവിടെ ഒരു റൂൾസും തന്നെ ഇല്ല, ഈ മാച്ചിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ അവൻ മരിക്കുവോളം ഇടിക്കും, അതിനുശേഷം നീയും പണവും എനിക്ക് സ്വന്തം. ഇത് കേട്ട് ബുയാങ് യുജാങ് എണീക്ക് പ്ലീസ് എണീക്ക് എന്നും പറഞ്ഞ് അവന് ചീസ് ചെയ്യും. അവളുടെ വോയിസ് കേട്ടതും അവന് വീണ്ടും അടിക്കാൻ തുടങ്ങും. അന്നേരം ഈ റോഡി അവളെ പിടിച്ചിട്ട് നിന്നെ പോലൊരു പെണ്ണിനെയായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടമായെന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ച് വീർപ്പിക്കും. ഇത് കണ്ട ഹീറോക്ക് ആകെ കലി കയറും. ഉടനെ ഹീറോ അവനെ തകർത്തടിച്ച് ബുയാങ്ങിന്റെ കയ്യും പിടിച്ച് അവിടുന്ന് ഓടും. എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം അവളോട് നീ ഓടി രക്ഷപ്പെട്, ഞാൻ വന്നോളാമെന്ന് പറയും. അന്നേരം അവളാകെ പേടിച്ച് നീയും വാ, അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. അന്നേരം അവൻ ഞാൻ എങ്ങനെയൊന്നും മരിക്കില്ല, നീ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, നീ വേഗം പോ എന്ന് പറയും. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വന്നിട്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കും. ഇവളെ കുഞ്ഞുങ്ങളെ പറ്റിയും ചോദിക്കും. കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ ഫൈനാണെന്ന് ഈ ഫ്രണ്ട് പറയും. ശേഷം അവളെ യുജാങ് അവിടെ പെട്ടിട്ടുണ്ട്, അവനെ രക്ഷിക്കണമെന്ന് പറയും. ശേഷം ഇവരുടെ ആളുകൾ അവന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ബുയാങ് ടീച്ചർക്ക് വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെവിടെ, എന്താ പാട് എന്നൊക്കെ അന്വേഷിക്കും. അപ്പോ ടീച്ചർ ഇവരാകെ ഇവിടെ പേടിച്ചിരിക്കാണ്, നിങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഇവിടെ ബുയാങ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടേ അതോ യുജാങ്ങിനെയാണോ രക്ഷിക്കേണ്ടേ എന്ന കൺഫ്യൂഷനിലാണ്. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് നമ്മുടെ സീനിയർ വരുന്നത്. അവനെ കണ്ടതും എന്താണെന്നറിയില്ല ബുയാങ് ആകെ ഷോക്കാകും. ഇവിടെ വെല്ലിയുടെ ആളുകളാണ് ഹീറോയിനെ രക്ഷിച്ചത്. വെല്ലി ഇവന്റെ അടുത്തേക്ക് വന്നതും അത് ബുയാങ് ആണെന്ന് കരുതിയിട്ട് അവൻ എന്തായി, കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് തിരിഞ്ഞതും അത് വെല്ലിയാണെന്ന് അവനക്ക് മനസ്സിലാകും. ശേഷം അവൻ അവളോട് തന്നെ രക്ഷിച്ചതിന് നന്ദി. അന്നേരം വെല്ലി നിന്റെ ബോഡിയിലൊക്കെ മുറിവാണ്, വാ ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കവേ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തട്ടിമാറ്റും. അന്നേരം അറിയാതെ അവന്റെ ഷോൾഡറിൽ അവളുടെ ലിപ്സ്റ്റിക്കിന്റെ മാർക്ക് വരും. അന്നേരം അവൻ നീ ചെയ്ത ഹെൽപ്പിന് നന്ദി, അതിന് പകരം നിനക്ക് ഞാൻ നെക്സ്റ്റ് ടൈം ബാർബിക്യൂ വാങ്ങി തരാമെന്ന് പറയും. അന്നേരം വെല്ലി ഇവനെ പിടിച്ചു വെച്ചിട്ട് നീ എന്താ അവളെ കുറിച്ച് വേവലാതിപ്പെടുന്നത്, അവളൊരു 2 കുഞ്ഞുങ്ങളുടെ തള്ളയല്ലേ. അന്നേരം അവൻ അവള് എന്റെ പെണ്ണാണെന്ന് പറയും. ഇവിടെ ബിയാങ്ങിനെയും കുഞ്ഞുങ്ങളെയും സീനിയർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ ഫോണിൽ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് യുജാങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, നമ്മുടെ ആളുകൾ പോയിട്ട് രക്ഷിച്ചിട്ടുണ്ടെന്ന് അവൾ പറയും. ഇത് കേട്ട സീനിയർ ആരാ യുജാങ്, അത് അവൻ ഈ ഗ്രാമത്തിലെ ഫിഷർമാനായി ജോലി ചെയ്യുന്ന ഒരാളാണ്, അവനാണ് എന്റെ ഹസ്ബൻഡ് എന്നും അവൾ പറയും. അപ്പോഴേക്കും വെല്ലിയും യുജാങ്ങും പുറത്തേക്ക് വരും. ഇവരെ രണ്ടാളെയും കണ്ട് നമ്മുടെ ഹീറോക്കും നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. യുജാങ്ങിന്റെ കയ്യിലെ ലിപ്സ്റ്റിക് മാർക്ക് കണ്ടിട്ട് ബുയാങ്ങിനും ടെൻഷൻ അടിക്കും. എന്നിട്ട് അവൾ അവനോട് ഓ സോറി, ഞാൻ വന്ന സമയം തെറ്റിപ്പോയി. ഇത് കേട്ട ഹീറോ അതെ നീ തെറ്റായ സമയത്താണ് വന്നിരിക്കുന്നത്, എത്ര നേരമായി, ഒരുപാട് ലേറ്റ് ആയല്ലോ, നീ ഇതുവരെ എവിടെയായിരുന്നെന്ന് ചോദിക്കും. അന്നേരം വെല്ലിയും നിനക്കെന്താ ബുദ്ധിയില്ലേ, ഒരാണിന്റെ കൂടെ അതും അസമയത്ത്, നീ ഇതുവരെ എവിടെയായിരുന്നു, എന്തായിരുന്നു പണി എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കും. അന്നേരം
അന്നേരം ഭൂയം വെള്ളിയോട് മതി നിർത്ത്, ഇതെന്റെ ഫാമിലി ഇഷ്യൂ ആണ്, നീ ഇതിൽ ഇടപെടേണ്ട, നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞിട്ട് അവളെ ശകാരിച്ചു വിടും. അന്നേരം ഈ സീനിയർ ഭൂയങ്ങിനോട് സോറിഡി, അന്ന് ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് പാവം നീ ഇപ്പോ ഇതുപോലെ റോഡിയെ കെട്ടിയിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത്, അതെല്ലാം എന്റെ തെറ്റാണ് എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂച്ചങ് അവന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിട്ട് അപ്പോ ഇത് നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണല്ലേ, അതിന് നിനക്കെന്താ, നീ എന്തിനാ ചൂടാകുന്നതെന്ന് അവള് പറയുമ്പോൾ നോക്ക്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചതാണ്, ഇപ്പൊ ഇവരെന്റെ കുഞ്ഞും, ഇവനെ ഞാനല്ലാതെ വേറെ ആരും ഇറക്കാനാ, ഞാനല്ലേ ഇവന്റെ അച്ഛനെന്ന് പറയും. അന്നേരം ഈ സീനിയർ എന്ത് ഹസ്ബൻഡോ നീയോ, നീ ഇവളെ കല്യാണം കഴിച്ചിട്ട് വേറൊരു പെണ്ണിനോടൊപ്പം ചേർന്ന് ഇവളെ പറ്റിക്കുകയല്ലേ, ഇതൊക്കെ ഒരു നല്ല ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യമാണോ? പിന്നീട് ഇവർ രണ്ടാളുടെയും സംസാരം അതിക്രമിച്ചു വരും. അന്നേരം ചെങ്ങ് കോട്ടുവായിട്ടിട്ട് അമ്മേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അമ്മയെന്ന് പറയും. മോളെ ഈ അങ്കിൾ ഉറക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് യൂച്ചങ് അവളെ എടുക്കും. ബുയാങ് സീനിയറോട് ഒരുപാട് ടൈം ആയില്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ കുഞ്ഞിനെ വാങ്ങാൻ നിൽക്കും. അന്നേരം സീനിയർ നീ ആകെ മാറിയല്ലോ, വലിയ അഹങ്കാരിയായ പോലെ. അന്നേരം അവള് അഹങ്കാരമൊന്നുമല്ല, എനിക്ക് അതിലും വലിയൊരു കാര്യം നേടാനുണ്ട്, എന്റെ ലക്ഷ്യം വേറെയാണെന്ന് പറയും. ഇവിടെ കുഞ്ഞുങ്ങൾ യൂച്ചങ്ങിനോട് അങ്കിൾ നിങ്ങൾ അവരെ അടിച്ചു തോൽപ്പിച്ചെന്ന് കേട്ടല്ലോ, എന്റെ അങ്കിൾ വലിയ മാസാണെന്ന് പറയും. അങ്ങനെ യൂച്ചങ് സാർ എന്റെ വീട് ഒരു ചെറിയ വീടാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു പോകും. നോക്കൂ സീനിയർ, ഇപ്പോ കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. ഇവിടെ ഇവള് അകത്ത് വന്നിട്ട് കുട്ടികളോട് പോയി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഉറങ്ങാൻ പറഞ്ഞേക്കും. എന്നിട്ട് യൂച്ചങ്ങിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ കയ്യിൽ മുറിവായിട്ടുണ്ടല്ലോ, കൈത്ത ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറയും. അന്നേരം അവൻ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവളെ അവോയ്ഡ് ചെയ്യും. അന്നേരം അവള് നീ എന്താ എന്നെ മെയിൻറ്റ് ചെയ്യാത്തെ, ഓ ഞാനാണോ മെയിൻറ്റ് ചെയ്യാത്തെ, നീയല്ലേ ഈ രാത്രി എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്, നീയല്ലേ, അപ്പൊ നീയോ, നീ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇപ്പൊ നിനക്കും എനിക്കും കുഴപ്പമില്ലല്ലോ. അന്നേരം യൂച്ചങ് അറ്റ്ലീസ്റ്റ് ഈ 3 മാസം വരെയുള്ള കോൺട്രാക്ട് വരെയെങ്കിലും നിനക്ക് മാന്യമര്യാദയുടെ കൂടെ നിന്നൂടെ, ഓ ഇനിയിപ്പോ ഞാൻ റോഡി പയ്യനായതുകൊണ്ടാണ് നീ ആ ഭംഗിയുള്ളവന്റെ കൂടെ പോ എന്നും പറഞ്ഞിട്ട് ബിയറടിക്കും. അന്നേരം ബൂയങ് നോക്ക്, ഞാൻ ഒരിക്കലും എന്റെ പാർട്ണറെ വിട്ടു പോകില്ല, അതും ഈ 3 മാസം വരെ ഞാൻ നിന്റെ കൂടെ കട്ടക്കുണ്ടാകും, ഞാൻ പോയതിനു ശേഷം നിന്നെ രക്ഷിക്കാൻ ഞാൻ ആളുകളെ അയച്ചിരുന്നു, നിനക്കും വേണ്ടി ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തപ്പോഴേക്കും അവർക്ക് മുന്നേ വെള്ളിയുടെ ആളുകൾ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂച്ചാങ് അവളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തായി പ്രശ്നമൊക്കെ തീർന്നില്ലേ, നമുക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അന്നേരം അവൻ അതെന്താ എല്ലാ പ്രോബ്ലവും നീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നേ, ഹെൽപ്പിന് നിന്റെ ഫാമിലി ആരെങ്കിലും വിളിച്ചൂടെ. അന്നേരം അവളെ നിങ്ങളൊരു സിംഗിൾ ഡാഡായി നോക്കണം, അപ്പോഴും നിനക്ക് ഇതിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാവൂന്ന് പറയും. അന്നേരം അവൻ അപ്പോ ഈ കുട്ടികളുടെ അച്ഛൻ ആരാണ്, അവരെന്തിനാണ് നിങ്ങളെ ഒറ്റക്കാക്കി പോയത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു മറുപടിയും കൊടുക്കാതെ അവനെ ഇങ്ങനെ സ്തംഭിച്ച പോലെ നോക്കി നിന്നു. അന്നേരം അവൻ ആ വീട് അത് നിന്നെ കൊണ്ട് തന്നെ ആയിരിക്കും, അവനെ ഓടി രക്ഷപ്പെട്ടതാവും, 6 വർഷം മുമ്പേ നീ എന്റെ കൂടെ നിന്നിട്ട് എന്നെ പറ്റിച്ചു പോയവളല്ലേ നീ എന്ന് പറഞ്ഞതും ഓ നീ എന്തൊരു ദുഷ്ടനാന്നും പറഞ്ഞിട്ട് അവനെ അടിക്കും. അങ്ങനെ അവൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകും. അന്നേരം ബോയങ് ഈ അവസ്ഥയിൽ നീ കുളിക്കാൻ പാടില്ല, നിനക്ക് നല്ല അടി കിട്ടിയതല്ലേ, ദേഹം മൊത്തം വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ തുണി വെച്ച് ദേഹത്തൊക്കെ വെച്ചു കൊടുക്കും. അപ്പോ അവന്റെ ദേഹത്തുള്ള മുറിവും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് അവള് ഇതെന്താ ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ എപ്പോ സംഭവിച്ചതാ എന്ന് ചോദിക്കും. അന്നേരം അവൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അതിൽ അവനെ ഒരുത്തനുമായി തർക്കമുണ്ടാക്കി അടിയുണ്ടാക്കിയത് ആലോചിക്കും. ആ അടിയിൽ കിട്ടിയ മുറിവിന്റെ അടയാളമായിരിക്കും അത്. പക്ഷെ ഇവിടെ ബുയാങ് അവൻ അടിയുണ്ടാക്കിയ ആ ആളിന്റെ ഫാമിലിയാണെന്നുള്ള കാര്യം അവൻക്ക് അറിയുക പോലുമില്ല. അല്ല നീ എന്തിനാ ഈ ബാത്റൂമിലേക്കൊക്കെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ, അല്ല നീ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇനി അതിനുള്ള നമ്പറാണോ ഇത്, ഓ അതല്ലേലും കോൺട്രാക്റ്റിലുണ്ടല്ലോ, അത് എപ്പോഴാണെങ്കിലും നീ എനിക്ക് തരണം. പക്ഷെ ഇപ്പൊ ഞാനൊരു മനസാക്ഷിയില്ലാത്തവളൊന്നുമല്ല, നിന്നെ കണ്ട് പാവം തോന്നിയിട്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. അപ്പോഴേക്കും അവൻ ഷവറൊക്കെ ഓൺ ചെയ്തിട്ട് വെള്ളം തെറിപ്പിച്ച് ഓവർ സീനാക്കാൻ തുടങ്ങി. അന്നേരം നീ പോടാന്ന് പറഞ്ഞിട്ട് അവൾ അവനെ തള്ളിയിട്ടിട്ട് അവിടുന്ന് ഓടും. ഇവിടെ യൂച്ചാങ്ങിന്റെ മനസ്സിൽ ഫുൾ ബുയാങ്ങാണ്. അവൻക്ക് അവളുടെ മേലിൽ ഫീലിംഗ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഏകദേശം ഒരു ചെറിയ ലവൊക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം അവൻ അവളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കവേ അവൻ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവൻക്ക് അറിയില്ല. അവന്റെ ഈ പരിങ്ങലൊക്കെ കണ്ടിട്ട് ബൂയൻ അല്ല മോനെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, നീ എന്താ ഇരുന്ന് വിറക്കുന്നേ. അന്നേരം അവൻ ഇന്ന് ഈവനിങ് 5 മണിക്ക് നമുക്ക് ബോട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് അവന് പോകും. ഇവിടെ ബോട്ടിൽ വെച്ച് ഇവന് ഓരോരോ ഡ്രസ്സ് എടുത്തിട്ട് ചേഞ്ച് ആക്കി നോക്കുന്നുണ്ട്. അങ്ങനെ അവള് വന്നതിന് ശേഷം അവൻ നീ എന്തിനാ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എന്നെ തന്നെ കോൺട്രാക്ട് മാരേജ് ചെയ്ത്. അന്നേരം അവള് അതെല്ലാം കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെന്തിനാണ് നീ എന്നിൽ അവകാശിയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചത്, അതിന് എന്നെക്കാൾ ഡീസന്റ് ആയ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ അവനെയും ചൂസ് ചെയ്യാമായിരുന്നല്ലോ, അവനെയൊക്കെ മാറ്റിട്ട് നീ എന്തിനാ എന്റെ മേലിൽ ഇൻട്രസ്റ്റ് ഇട്ടേ. അന്നേരം അവളെ ഇതൊക്കെ എന്താ ഇപ്പോ ചോദിക്കുന്നേ, നിനക്ക് എന്നോട് വല്ല പ്രണയം തോന്നുന്നുണ്ടോ, ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് അവൻ പറയും. നോക്ക് ഞാൻ നിനക്ക് വെറും 3 മാസം വരെയാണ് ഭാര്യയായിട്ടുണ്ടാകുന്നത്, അതിനുശേഷം എന്നെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ നീ എന്നെ ശരിക്കും
ശരിക്കും സ്നേഹിക്കുന്നുണ്ടോടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ബുയാൻ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയും. ഓ, നിന്റെ മൂഞ്ചി കാണുമ്പോഴോ ഒരു ഇൻട്രസ്റ്റും ഇല്ല, നിന്നെ പോലെ ഒരു പെണ്ണിനെ ആര് നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് യൂച്ചാങ് അവളെ കളിയാക്കും. അങ്ങനെ ഇവർ രണ്ടാളും ക്ലോസ് ആയി സംസാരിക്കുന്നത് ഇവിടെ നമ്മുടെ വെല്ലി കാണും. എന്നിട്ട് അവള് ലേശം കുറുമ്പോടെ അവിടേക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരെയും വിളിച്ചു വരുത്തും. ആക്ച്വലി യൂച്ചാങ്ങിനെ വെല്ലി രക്ഷിച്ചതുകൊണ്ട് അവൻ അവൾക്ക് ബാർബിക്യൂ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ പേരും പറഞ്ഞ് അവൾ അവനെയും കൂട്ടിയിട്ട് ബാർബിക്യൂ കഴിക്കാൻ പോകും. ഇവിടെ ഇവര് ബാർബിക്യൂ ഉണ്ടാക്കുകയാണ്. വെല്ലി നമ്മുടെ ഹീറോനെ ഹെൽപ്പ് ചെയ്യാണ്. ബുയാൻ ഇവിടെ 2 കുട്ടികളോടൊപ്പം കളിക്കാണ്. അന്നേരം അവിടെ ഉണ്ടായിരുന്നവൻ, അല്ലടാ നിന്റെ വൈഫ് അവിടെ രാജ്ഞിയെ പോലെ ഇരുന്നിട്ട് വെല്ലിയാണല്ലോ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. ഇവിടെ യൂച്ചങ് അവനുണ്ടാക്കിയ ബാർബിക്യൂ എടുത്തുകൊണ്ടുവന്നിട്ട് ചെങ്ങിന് കൊടുക്കും. അവളത് കഴിച്ചിട്ട് വൗ സൂപ്പർ ആയിട്ടുണ്ട് അങ്കിളെ എന്നും പറഞ്ഞിട്ട് അവന്റെ കവിളത്ത് കിസ് കൊടുക്കും. ശേഷം അവന് ഷിയാങ്ങിന് കൊടുക്കാൻ നിൽക്കവേ ബുയാങ് അവനക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് തടുക്കും. അവനക്ക് ഇതെല്ലാം അലർജിയാണ്, ഇതുപോലത്തെ ഫ്രൈ ചെയ്തതും ചിപ്സ് ഐറ്റംസ് ഒന്നും ഇവൻ കഴിക്കാറില്ലെന്ന് പറയും. അന്നേരം യൂച്ചങ്, അല്ല ഇവർ രണ്ടാളും ടിൻസ് അല്ലേ, എന്തുകൊണ്ടാണ് ഇവൻ മാത്രം ഡിഫറെന്റ് ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവള് മറുപടിയൊന്നും കൊടുക്കാതെ ശരി വാ നമുക്ക് കളിക്കാന്നും പറഞ്ഞിട്ട് അവരോടൊപ്പം കളിക്കാൻ പോകും. ഇവിടെ യൂച്ചങ് കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. ഇത് കണ്ട് ഇവൾക്ക് വളരെയധികം സന്തോഷമാകും. അങ്ങനെ അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സംസാരിക്കും. അന്നേരം ഫ്രണ്ട്, എന്താ മോളെ നല്ല ഹാപ്പിയാണല്ലോ, പ്ലാൻ വല്ലതും നടന്നോ എന്ന് ചോദിക്കും. അങ്ങനെ അവള് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വെല്ലി ബാർബിക്കുമായി വന്നിട്ട് അത് ഷിയാങ്ങിന് കൊടുക്കും. അവനും അത് പകുതി കഴിക്കും. ഇത് കണ്ട് ബൂയനാകെ ടെൻഷൻ അടിക്കും. ഞാൻ എന്നോട് ഇവനക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാ ഇത് അവനക്ക് കൊടുത്തേന്നും പറഞ്ഞ് യൂച്ചാങ്ങിനോട് അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. അവളാകെ ദേഷ്യത്തോടെയാണ് നടക്കുന്നത്. ഷിയാങ്ങിന്റെ കൈ പിടിക്കാൻ പോലും ബുയാൻ യൂച്ചാങ്ങിനെ സമ്മതിക്കുന്നില്ല. അന്നേരം അവൻ, നീ എന്തിനാണ് ഇത്ര ഓവറാകുന്നേ, നിനക്ക് മാത്രം എൻജോയ് ചെയ്ത് കഴിച്ചാൽ മതിയോ, അവർക്കും ഉണ്ടാകില്ലേ ആഗ്രഹങ്ങൾ, അതും അവൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ, ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ? ഇത് കേട്ടതും ബുയാൻ വളരെ ദേഷ്യത്തോടെ, ഇതൊന്നും അവനക്ക് സെറ്റ് ആവൂല, ഇതെല്ലാം അവനക്ക് അലർജിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ, കുറച്ച് ചിക്കൻ കഴിച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവുമില്ല, അവനതാ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത്ര സീനാക്കുന്നേ? വീണ്ടും അവള് വളരെ ദേഷ്യത്തോടെ, നീ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓവറായി ഇടപെടേണ്ട ആവശ്യമില്ല, കോൺട്രാക്റ്റിൽ എന്താ പറഞ്ഞത് അത് മാത്രം നീ ചെയ്താൽ മതി, ഞാൻ നിന്നെ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ കോൺട്രാക്ട് മാരേജ് ചെയ്തത്, അതിന് തക്കതായ കാശും ഞാൻ തന്നിട്ടല്ലേ, അപ്പൊ അത്ര മതിയെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നു നീങ്ങും. അന്നേരം അവൻ, നിനക്കൊരു അവകാശിയല്ലേ വേണ്ടേ, വാ നിനക്ക് ഞാൻ നിറവേറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യും. അന്നേരം ഇത് കണ്ട് കുട്ടികൾ, ഇതെന്താ ഇവർ തമ്മിൽ തല്ലുകൂടാണെന്ന് ചെങ്ങ് ചോദിക്കുമ്പോൾ ഷിയാങ് അവളുടെ കണ്ണു പൊത്തി പിടിച്ചിട്ട്, അയ്യേ ഇവർ കിസ് ചെയ്യാണ്, ഇതൊന്നും കാണാൻ പാടില്ലെന്ന് പറയും. ശേഷം ബുയാൻ അവരെ, മക്കളെ നിങ്ങൾ ഉറക്കി തരാമെന്നും പറഞ്ഞിട്ട് അവരോടൊപ്പം റൂമിലേക്ക് പോകും. പിറ്റേ ദിവസം ബുയാനെ ടീച്ചർ വിളിച്ചിട്ട്, ഷിയാങ്ങിന് തീരെ വെയ്യ, അവന് ബോധമില്ലാതായിട്ടുണ്ട്, നിങ്ങൾ വേഗം വാ, ഞങ്ങൾ ആംബുലൻസിന് കോൾ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടതും ബുയാനാകെ ടെൻഷൻ അടിച്ച് വെപ്രാളത്തിൽ, എന്റെ ID കാർഡ് എവിടെടാന്ന് യൂച്ചാങ്ങിനോട് ചോദിക്കും. എന്താ പ്രശ്നമെന്ന് അവൻ ചോദിച്ചെങ്കിലും വേഗം എന്റെ ID ഇങ്ങത്താമെന്നും പറഞ്ഞ് അതവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചോടും. ഇവിടെ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ബുയാനെ ചീത്ത പറയും. നിനക്കറിയില്ല ഇവനിതൊന്നും കഴിക്കാൻ പാടില്ലെന്ന്, നീ അവനെ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് സീനിയറും വർക്ക് ചെയ്യുന്നത്. ഇവനിവിടെ പുതുതായി ട്രാൻസ്ഫർ ആയി വന്നിരിക്കുകയാണ്. ബുയാൻ അവനോട്, എന്റെ കുഞ്ഞിനെ ഇപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോ മയക്കത്തിലാണ്, പേടിക്കൊന്നും വേണ്ട എന്ന് പറയും. സംഭവം നമ്മുടെ സീനിയറിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അയാൾ അവളോട്, അപ്പോ നീ ബോൺമാൻ സർജറിക്കും വേണ്ടിയാണോ അവനെ കല്യാണം കഴിച്ചത്, അവനാണോ ഇവരുടെ യഥാർത്ഥ അച്ഛൻ, നീ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ, ഞാനൊരു ഡോക്ടർ അല്ലടി. അന്നേരം അവളെ, എനിക്കറിയാം നീ അവനെ നന്നായി ട്രീറ്റ് ചെയ്യുമെന്ന്. അന്നേരം അവൻ, അതെ ഞാൻ ഷുവറായിട്ട് നോക്കുമെന്ന് പറഞ്ഞ് അവൾ ഹഗ് ചെയ്യും. അന്നേരം ഈ സീൻ കണ്ടുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ യൂച്ചാങ് കടന്നു വരും. ഇവിടെ സീനിയർ അവളോട്, നീ എന്നോടൊന്ന് ക്ഷമിക്ക്, ഞാനാണ് നിന്നെ ഇട്ടിട്ട് പോകുന്നത്, അവരെ ശരിക്കും ഞാൻ നോക്കേണ്ടതായിരുന്നു, അതെല്ലാം എന്റെ തെറ്റാണ്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയും. അന്നേരം അവള്, നീ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാത്തതാണ് നല്ലത്, ഇത് എന്റെ വിധിയാണ്, അത് നല്ലതായാലും ചീത്തതായാലും ഞാൻ അനുഭവിച്ചോളാമെന്ന് പറയും. നിനക്കൊരു മാറ്റവുമില്ലല്ലോ, നീ എന്നെ വിട്ടുപോയാലും നിന്നെ ഞാൻ വിട്ടുപോകില്ല, ശരി ഞാൻ ഷിയാങ്ങിനെ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് സീനിയർ അവിടുന്ന് പോകും. ഇവിടെ യൂച്ചാങ്ങിനെ കണ്ട് ആകെ പേടിച്ച് അവൾ അവന്റെ അടുത്തേക്ക് ഓടും. അവൻ ഒരിക്കലും ഷിയാങ്ങിന്റെ ഈ കാര്യം അറിയരുതെന്ന് മനസ്സിൽ പറഞ്ഞിട്ടാണ് ഹീറോന്റെ അടുത്തേക്ക് ഓടുന്നത്. ഇവിടെ യൂച്ചാങ്, ഓ നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാനാണ് ഇത്ര രീതിയിൽ ഇങ്ങോട്ട് ഓടി വന്നേ. അന്നേരം അവളെ, ഹോ ഭാഗ്യം, ഷിയാങ്ങിന്റെ ഡിസീസിനെ പറ്റി അവൻ അറിഞ്ഞില്ലല്ലോ. ശേഷം അവൻ, അപ്പോ അയാളാണ് കുഞ്ഞുങ്ങളുടെ അച്ഛൻ, പിന്നെ നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചത്, നോക്ക് ഇതിന്റെ പ്രൈവറ്റ് മാറ്റർ ആണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടാൻ നിൽക്കണ്ട. ആടി ഞാൻ വെറും ഒരു കോൺട്രാക്ട് ഹസ്ബൻഡ് ആണ്, 3 മാസം വരെ കോൺട്രാക്ട് ചെയ്തിട്ട് ഷിയാങ് മരിക്കാതിരിക്കാനല്ലേ നീ ഈ കോൺട്രാക്ട് ഉണ്ടാക്കിയ, സീനിയർ അതിനോട് യോജിക്കാത്തതിനാൽ നീ എന്നെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു, അതല്ലേ സത്യം, തൽക്കാലം നീ ഇവിടുന്ന് പോകാൻ നോക്ക്, നീ വിചാരിക്കും പോലെയൊന്നുമല്ല കാര്യങ്ങൾ, എനിക്ക് വേറെ ജോലിയുണ്ടെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ നിൽക്കവേ അവൻ അവളെ കൈപ്പിടിച്ചിട്ട്, നീ അങ്ങോട്ടായി ഓടുന്നേ, കോൺട്രാക്ട് പ്രകാരം നീ എന്റെ വൈഫാണെന്നും പറഞ്ഞ് അവൻ അവളെ എടുത്തോണ്ട് വന്ന് അവളെ കിസ് ചെയ്യാൻ നിൽക്കും. അന്നേരം അവളാകെ പേടിച്ചിട്ട്, നീ ഇത്ര മോശമാണെന്ന് ഞാൻ കരുതിയില്ല, എന്റെ സിറ്റുവേഷൻ പോലും നീ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് കരയും. അവനും ആകെ വേണ്ടായിരുന്നെന്ന് പറഞ്ഞ്
പറഞ്ഞിട്ട് എണീറ്റ് സോഫയിലിരിക്കും. ഇവിടെ ഇവളെ പോസ്റ്റ് ചെയ്ത് കിസ് ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഷിയാങ്ങിന്റെ ട്രക്ക് എടുത്തിട്ട് ബുയാങ് വളരെ ദേഷ്യത്തോടെ എറിയും. എന്നിട്ട് നീ ഇത്ര ദുഷ്ടനാണോ എന്നവൾ പറയുമ്പോൾ അവൻക്കും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ പോലെ ഇരിക്കും. രാത്രി ഫുൾ അവൻ ആ പൊട്ടിയ ട്രക്കും എടുത്ത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവന്റെ അയൽവാസിയായ ആന്റി വന്നിട്ട് അവൾക്ക് കഴിക്കാൻ ഫുഡുമായിട്ട് വരും. എന്നിട്ട് അവർ നിന്റെ ആ പെണ്ണുണ്ടല്ലോ, അവൾ തീരെ ഒരു മനസാക്ഷിയില്ലാത്തവളാണ്, നിന്നെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല, അതുകൂടാതെ അവളുടെ കുഞ്ഞിന് തീരെ വെയ്യ പോലും, ഓൾറെഡി നിന്റെ അമ്മക്ക് തീരെ വെയ്യ, അതിന്റെ കൂടെ നീ എങ്ങനെ ഈ പയ്യനും കൂടി നോക്കുന്നേ? അന്നേരം അവനത്ര ക്രിട്ടിക്കലൊന്നുമല്ല, അവന് അലർജിയുടെ കുഴപ്പമാണെന്ന് പറയും. ഇത് പറഞ്ഞപ്പോഴാണ് അവനക്ക് സത്യം മനസ്സിലായി വന്നത്. അപ്പോ അവള് എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നില്ല, കുഞ്ഞിനെ കാണാൻ പോയതായിരുന്നു. ശേഷം അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് അവൻ ഷിയാങ്ങിനോട് എന്നോടൊന്ന് ക്ഷമിക്കടാ, നിന്നെ ഞാൻ അപ്പൊ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സോറിടാ എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ നന്നാക്കി ആ ട്രക്ക് എടുത്തിട്ട് ഷിയാങ്ങിന് കൊടുക്കും. ശേഷം അവൻ ബുയാൻ വരുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് വേഗം അവിടുന്ന് മാറും. അവിടെ സീനിയറും ബുയാങ്ങിന്റെ കൂടെ ഉണ്ട്. എന്താ ഷിയാങ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ടോയ്സ് വേണമെങ്കിൽ എന്നോട് പറയാൻ, നിനക്ക് എല്ലാം അങ്കിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സീനിയർ അവനെ എടുക്കും. ഇതെല്ലാം വളരെ ഫീലിംഗ്സോടെ കണ്ടിട്ട് ശരിക്കും ബൂയനെ എന്നേക്കാൾ നല്ല ചേർച്ച അവനാണ്, അവന് നല്ല ജോലിയൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അന്നേരം ബൂയൻ കയ്യിലെ ട്രക്ക് കണ്ടിട്ട്, അല്ല ഇത് വീട്ടിലുണ്ടായിരുന്നതല്ലേ, ഇതെങ്ങനെ ഇപ്പോ ഇവന്റെ കയ്യിലെത്തിയ? ഒരു പക്ഷെ യൂച്ചൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയുണ്ടായി. അതേസമയം ഇവിടെ ബൂയന്റെ അച്ഛൻ എന്റെ മകളെ എനിക്ക് തിരികെ വിളിച്ചു കൊണ്ടുവരണം എന്ന് ഇവനോട് പറയാണ്. ഈ പയ്യൻ ബുയാന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫിലുണ്ടായ മകനാണ്. അവൻ അച്ഛനോട്, അല്ല അച്ഛ, നമ്മളെ ഫാമിലിയെ വിട്ടുപോയവളെ നിങ്ങൾ എന്തിനാണ് തിരികെ വിളിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അയാളോട് കയർത്ത് സംസാരിക്കുകയാണ്. അന്നേരം അച്ഛൻ, നീ എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നേ? നീ കാരണം നമ്മുടെ കമ്പനി 6 വർഷം നഷ്ടത്തിലായിരുന്നു. അന്നേരം അവൻ, അത് ഞാൻ കാരണമൊന്നുമല്ല, അവൾ പോയ നാശം കാരണമാണ് സംഭവിച്ചത്, അത് നിങ്ങൾ മറന്നോ? അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അയാളോട് തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇവൻ ബൂയനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അവളും യൂച്ചാങ്ങും തമ്മിൽ കല്യാണം കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ട് യൂച്ചാങ്ങിനെ തിരിഞ്ഞ് അവൻ പോകും. എന്നിട്ട് അവനെ കണ്ടിട്ട് അവനോട്, ഇപ്പൊ ഒരു മാച്ച് തുടങ്ങുന്നുണ്ട്, അതിൽ വിൻ ചെയ്താൽ ഒരുപാട് ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെന്താ മുഖം മാറി വന്നതാണോ? നിങ്ങൾ കാരണം ഓൾറെഡി എന്നെ ബാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ തിരിച്ചു വന്നാൽ നിന്നെ അടിച്ച് ഇല്ലാതാക്കുമെന്ന് അവൻ പറയും. അന്നേരം അയാൾ ബുയാങ്ങിന്റെ ഫോട്ടോസ് അവൻ കൊടുത്തിട്ട്, ഈ കമ്പനിയെ കുറിച്ച് അറിയാലോ, ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കണം, അതുകൊണ്ട് മര്യാദയ്ക്ക് മാച്ചിന് റെഡി ആയിക്കോന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. ഇവിടെ ഈ ഫോട്ടോസ് എല്ലാം കണ്ട് യൂജാങ്ങിന് ആകെ ഭയം വരും. അതുകൂടാതെ അവർ അവൻക്ക് 3 ദിവസം ടൈം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അവൻ നന്നായി ആലോചിച്ചിട്ട് അവർക്ക് വിളിച്ചിട്ട്, നിങ്ങളെന്താ എന്നെ അവളുടെ ഫോട്ടോയും വെച്ച് വിരട്ടാണോ? അവൾ എന്റെ വൈഫൊന്നുമല്ല. അന്നേരം അവൾ നിന്റെ വൈഫാണെങ്കിലും അല്ലെങ്കിലും അവൾ നിനക്ക് എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യും. ഉടനെ അവൻ ബുയാന് കോൾ ചെയ്യും. കോൾ എടുത്ത ഉടനെ അവള്, എന്താ നീ സോറി പറയാൻ വിളിച്ചതാണോ എന്ന് ചോദിക്കും. അന്നേരം അവൻ, അതൊന്നുമല്ല, നാളെ വീട്ടിലേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. ഇവിടെ ഈ പയ്യൻ, അമ്മേ നിങ്ങൾ തല്ലുകൂടല്ലേ, നമുക്ക് യൂച്ചാങ്ങിന്റെ കൂടെ നല്ല രീതിയിൽ നിൽക്കാമെന്ന് പറയും. ഇവന്റെ വർത്താനം കേട്ട് ബുയാനൊന്ന് ചിരിക്കും. ഇവിടെ ഇവനെ കാണാനായിട്ട് വരികയാണ്. ഇവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്നും പോകാനുള്ള മട്ടിലാണ്. ഇവളെ കണ്ടപാടെ അവൻ, നമുക്ക് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ, നിന്റെ കാശും ഞാൻ തിരിച്ചു തന്നേക്കാം, കൂടാതെ ഈ വീടിന്റെ റെന്റും ഞാൻ അടച്ചോളാം എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്താടാ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം? നീ ഇങ്ങനെ ചെയ്താൽ പെനാൽറ്റിയും കൂടെ പേ ചെയ്യേണ്ടി വരും, അത് നിനക്ക് അറിയില്ലേ? ഓ, നിനക്ക് ഞാൻ പോയാൽ നിന്റെ എക്സ് ഇല്ലേ, ഞാനെന്തിനാ നിങ്ങൾക്കിടയിൽ ഒരു അട്ടയെ പോലെ? നിനക്ക് കുട്ടിയെ വേണമെങ്കിൽ നീ അവനോട് പോയി പറയും. നോക്ക്, പിന്നെ നിനക്ക് നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ജീവിക്കാൻ എന്നെ വെച്ച് കളിക്കണ്ട. ഈ കളിക്ക് നീ വേറെ ആരെങ്കിലും പോയി തേടിക്കോ, എന്നെ കിട്ടില്ല. അന്നേരം അവൾ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഞാനും അവനും ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ്, അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഇത് കേട്ട അവൻ, നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്തായാലും എന്റെ കോൺട്രാക്ട് അവസാനിച്ചു, അത്ര തന്നെ. അങ്ങനെ ആ കാര്യവും പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂച്ചാങ്ങിന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങോട്ട് വീട്ടിലേക്ക് വരും. കൂടെയുണ്ടായിരുന്ന അടുത്ത വീട്ടിലെ ആന്റി, ചേച്ചി നിങ്ങളുടെ മരുമകൾ ആളത്ര ശരിയല്ല, അവളൊരു അഹങ്കാരിയാണ്, അവൾ സിറ്റിയിൽ നിന്നും വന്ന ആളായതുകൊണ്ടാവാം വില്ലേജിലുള്ളവരോടൊക്കെ അവൾക്കൊരു പുച്ഛമാണ്, അതുമാത്രമല്ല അവൾക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയില്ല, തുണി അലക്കാൻ പോലും അറിയില്ല, അവളൊക്കെ ഒരു പെണ്ണാണ് എന്നൊക്കെ അവളെ പറ്റി ഒരുപാട് കുറ്റം ഈ അമ്മക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ യൂച്ചാങ് അമ്മന്റെ അടുത്ത് വന്നിട്ട്, എന്നെ വിളിച്ചുകൂടായിരുന്നോ, ഞാൻ വരില്ലേ? അല്ലേടാ, നീ അപ്പോഴേക്കും കല്യാണം കഴിച്ചോ, വലിയ വീടും വാങ്ങിയോ, ഇതെന്താ എന്നോടൊന്നും പറയാതിരുന്നേന്നും പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടും. അമ്മേ, അങ്ങനെയൊന്നുമില്ല, ഞാനും ബുയാനും തമ്മിൽ ഒന്നുമില്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുയാൻ അങ്ങോട്ട് വരും. അവളെ കണ്ട അമ്മ, മോളെ നീയാണോ എന്റെ മരുമകൾ, കാണാൻ എന്തൊരു ഭംഗിയാ, എന്തിനാ മോളെ കാശൊക്കെ ചെലവാക്കിയിട്ട് ഈ വീടൊക്കെ വാങ്ങിയേ? ശരി, നിങ്ങൾ രണ്ടാൾക്കും ഞാൻ ഒരു വെഡിങ് സെറമണി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ടതും യൂച്ചാങ് വന്നിട്ട്, എന്ത് കല്യാണമോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അമ്മയോട് നോ പറയും. എന്നാൽ ഇത് കേട്ട ബുയാൻ, ഓക്കെ അമ്മേ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് കേട്ടതും അമ്മ, ഇത്രയും വർഷം ഈ ഒരു കാര്യത്തിനായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്നും പറഞ്ഞ് അമ്മ അവർ രണ്ടാളുടെയും കൈയും തമ്മിൽ ചേർത്ത് പിടിക്കും. അന്നേരം ഇവൻ, അമ്മേ ഇതൊന്നും വേണ്ട, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മുതൽ നീ അമ്മയെ കുറിച്ചൊന്നും പേടിക്കണ്ട, ഇനി മുതൽ നീ നിന്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളോട്, നോക്കുമോളെ, അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ച
ചോദിച്ചാൽ നീ എന്നോട് പറയേണ്ടി അവൻക്കുള്ളത് ഞാൻ കൊടുത്തോണ്ടെന്ന് പറയും. അവൻ ഇവളോട് നിനക്കെന്താടി ഭ്രാന്താണോ, നീയല്ല സെലിബ്രേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നത്, എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നീ കോൺട്രാക്ട് അവസാനിപ്പിച്ച് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. ശേഷം അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഡി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ആദ്യം നീ എനിക്ക് ഒരു വെഡിങ് ഷോപ്പിൽ നിന്നും നല്ലൊരു വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്ത് തരണം, പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഷിയാങ്ങിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം, ഇതെല്ലാം നീ നാളേക്ക് ചെയ്യണം എന്ന് പറയും. ഇത് കേട്ട് യൂച്ചാങ് എന്താ നാളേക്കോ? യൂച്ചാങ് അവളെ ദേഷ്യത്തോടെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ആഗ്രഹിച്ചതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട, ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ത് പറ്റില്ലെന്നോ? നോക്ക്, ഞാൻ ആഗ്രഹിച്ചത് നടക്കും വരേക്കും ഞാൻ ഇവിടം വിട്ടു പോകില്ല. അന്നേരം അവനെ മറ്റവർ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യം ആലോചിക്കും. എന്നിട്ട് അവളോട് ഓക്കെ നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം, അതിനുശേഷം നീ ഇവിടുന്ന് പോയിക്കോണം എന്നും പറഞ്ഞ് വെഡിങ് സെറമണിക്ക് അവൻ സമ്മതിക്കും. അങ്ങനെ അവരുടെ സെറമണി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുട്ടികളെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കുട്ടികളെ കണ്ടിട്ട് അമ്മ നിങ്ങളെല്ലാം അവളുടെ കുട്ടിയാണോ? കണ്ടിട്ട് യൂച്ചങ്ങനെ പോലെ ഉണ്ടല്ലോ. അല്ല, കുഞ്ഞുങ്ങളെ റെഡിയാക്കി വെച്ചിട്ട് പെണ്ണും ചക്കനും അകത്ത് എന്തെടുക്കുക, ഒന്ന് വേഗം വാ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഹീറോയെ വെഡിങ് ഡ്രസ്സിൽ കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. ഭൂയാൻ അവന്റെ മുഞ്ചും നോക്കി വാ പൊളിച്ചു നിൽക്കുകയാണ്. പക്ഷെ അവൻ വലിയ കോപത്തിലാണ്. അവൾ അവന്റെ കൈ പിടിച്ചതും അവൻ കുറുമ്പോടെ അത് തട്ടിമാറ്റും. എന്നാലും എങ്ങനെയൊക്കെ അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ അമ്മ അവൾക്ക് അവരുടെ ഫാമിലിയുടെ പാരമ്പര്യമായ ഫാമിലി ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട് ഇത് ഇനി മുതൽ എന്റെ മരുമകളായ നീ വേണം സൂക്ഷിക്കാൻ എന്നും പറഞ്ഞ് അവൾക്ക് ഇട്ടുകൊടുക്കും. ഉടനെ എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ട് ഇനി കല്യാണച്ചക്കനും പെണ്ണും കൂടെ നല്ലൊരു കിസ് അടിക്കണമെന്ന് പറയും. അന്നേരം ഹീറോ ഹേ അതൊന്നും വേണ്ടെന്ന് പറയും. എന്താടാ നീ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്ന് അവന്റെ ഫ്രണ്ട് പറഞ്ഞതും ഇത് കേട്ട വെള്ളി ഇതെല്ലാം പൂവിന്റെ പണിയല്ല, ഇവളാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, യൂച്ചാങ്ങിന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെള്ളി പറയും. അപ്പോൾ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അപ്പോ ഈ പെണ്ണ് ഇവനെ ഫോഴ്സ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചാണോ കല്യാണത്തിന് നിർബന്ധിച്ചത്, പാവം യൂച്ചാൻ അവനക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും യൂച്ചാൻ അവൾക്ക് നല്ലൊരു കിസ് കൊടുക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങോട്ട് നമ്മുടെ സീനിയർ വരും. പിന്നീട് യൂച്ചാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാൻ ഹാപ്പിയൊക്കെ തന്നെയാണ്. ഓ അതെയോ, കല്യാണത്തെക്കുറിച്ചോ അതോ കല്യാണ പെണ്ണിനെ കുറിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവർ അവനെ കളിയാക്കും. അപ്പോൾ അവൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ രണ്ടിലും ഹാപ്പിയാണെന്ന് പറയും. ഓക്കെ ശരി, എന്നാൽ ബ്രൈഡും കിസ് ചെയ്യണം, അവൾക്കും നിന്നുടെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ശേഷം അവളും കിസ് ചെയ്യും. അങ്ങനെ വെഡിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് അവൾക്ക് മനസ്സിലാകും എസ്റ്റർഡേ നൈറ്റ് എന്തൊക്കെയോ കാഷ്വലായിട്ട് നടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൾ അവളുടെ ഡ്രസ്സൊക്കെ തപ്പി നോക്കും. അന്നേരം അവൻ എന്താടി ഇനി ഇത് ആദ്യമായിട്ട് സംഭവിക്കും പോലെ, പിന്നെ നോക്കി നീ പറഞ്ഞ പോലെ എല്ലാം തീർന്നു, ഇനി ആ കോൺട്രാക്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, വേഗം അതിൽ സൈൻ ചെയ്യണം, എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. ഇതിനെപ്പറ്റി ഭൂയൻ അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫ്രണ്ട് സൂപ്പർ ഡി, നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ല, ഷിയാങ്ങിനെ നമുക്ക് രക്ഷിക്കേണ്ട, ഇനി നീ അവനെ കുറിച്ച് വേവലാതിപ്പെടണ്ട എന്ന് പറയുമ്പോൾ ഭൂയാൻ ആകെ സാഡായിരിക്കും. അപ്പോ ഫ്രണ്ട് എന്താടി നീ ആകെ സാഡാണല്ലോ, നീ എന്താ അവനെ ലവ് ചെയ്യുന്നുണ്ടോ? ഇത് കേട്ട അവൾ ഹേ ഇല്ലടി, അതാ നിനക്ക് നല്ലത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കണ്ട. ഇവിടെ യൂച്ചാങ് നമ്മുടെ സീനിയറെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ അയാളോട് നിനക്കെങ്ങനെ ഭൂയനെ അറിയാം, നിങ്ങൾ തമ്മിൽ എന്തിനാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം സീനിയർ ഞാൻ എന്റെ വർക്കിംഗ് സ്പേസിൽ വെച്ച് എന്റെ പേഴ്സണൽ ഇഷ്യൂ സംസാരിക്കാറില്ല, പിന്നെ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലേ, ഇനി വാസ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അതേപറ്റി അയാളോട് ചോദിക്കും. അല്ല നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നല്ലോ, പിന്നെന്തേ രണ്ടാളും ബ്രേക്കപ്പ് ആയേ, ഒരുപക്ഷെ നീ അവളെ ചീറ്റ് ചെയ്തോ, അതാണോ കാരണം എന്നവൻ ചോദിക്കും. അന്നേരം അവൻ അവൾ എന്റെ ഫസ്റ്റ് ലവ്, പിന്നെ എന്റെ വീട്ടിൽ തീരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, അതുപോലെ നിനക്ക് എന്റെ ഫസ്റ്റ് ലവോ, അതിനുശേഷം നീ വേറെ ആരെയും നോക്കിയിട്ടില്ല? ഇല്ല, അവളെയാണ് ഞാൻ സ്നേഹിച്ചത്, വേറെ ആരെയും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അല്ല അതെന്താ നിങ്ങളുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാതിരുന്നേ? നോക്ക് ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, നീ അതിലൊന്നും തലയിടണ്ട, ട്രീറ്റ്മെന്റിന് വന്നാൽ അത് ചെയ്തോണം, വേഗം പോകാൻ നോക്കെന്ന് പറയും. ഷടാ നിങ്ങൾ എന്തൊരു നല്ല പയ്യനാ, നല്ലൊരു ജോലിയുമുണ്ട്, ദേഷ്യപ്പെടുകയുമില്ല, കൂടാതെ ഇപ്പോഴും അവളെ ഇഷ്ടമാണ്, എന്നേക്കാൾ മികച്ചത് അവൾക്ക് ഇവൻ തന്നെയാണെന്ന് അവന് മനസ്സിൽ പറയും. എന്നിട്ട് അവൻ സീനിയറോട് നോക്ക് അവൾ നീ വിചാരിക്കും പോലെയല്ല, ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ, അങ്ങനെയാണ് അവൾ. അത് പറഞ്ഞതും സീനിയർ അവന്റെ മോന്ത കിട്ടുന്നു കൊടുത്തിട്ട് നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യ്, അല്ലാതെ അവളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തതെന്ന് പറയും. ഇവിടെ നൈറ്റ് ടൈം ഭൂയാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോ അവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അയാളെ കണ്ടിട്ട് അവൾ നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അയാളെ നിന്നെ ഒരാൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നീ വേഗം എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. അന്നേരം അവൾ ഹീറോന്റെ അടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് ഷോക്ക് വെച്ച് അയാൾ അടിച്ചിടും. ഉടൻ തന്നെ അങ്ങോട്ട് നമ്മുടെ ഹീറോ വരും. അവനെ കണ്ടതും വളരെ സങ്കടത്തോടെ ആശ്വാസത്തോടെ അവനെ ഹഗ് ചെയ്യും. നീ എന്തിനാ ലേറ്റ് നൈറ്റിൽ ഒറ്റയ്ക്ക് വന്ന് എന്നെ വിളിച്ചുകൂടായിരുന്നോ, ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യില്ലായിരുന്നോ, നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടി ഞാൻ വരേണ്ടെന്ന് പറയും. ഇല്ലടാ വേണ്ട, നീ അല്ലേ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്, അതോടെ നമ്മുടെ കോൺട്രാക്റ്റും അവസാനിച്ചു, ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്ത് വരില്ലെന്ന് അവൾ പറയും. ഓ അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂയാൻ വീട്ടിലെത്തുന്നത് വരെ അവൻ
അവളെ ഫോളോ ചെയ്ത് നടക്കും. നമ്മുടെ ബൂയാന്റെ അനിയനുണ്ടല്ലോ, അവനാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഇവിടെ നമ്മുടെ യൂച്ചാങ് അവളെ വീട്ടിലാക്കിയതിനു ശേഷം അങ്ങോട്ട് പോയിട്ട് നല്ലോണം ഇവർക്ക് നല്ല ഇടി കൊടുക്കും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഇല്ലീഗൽ മാച്ചിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതുപോലെ നീ വിചാരിക്കും പോലെ ഞാനും അവളും ഒന്നുമില്ല, സെപ്പറേറ്റ് ആണ്. അവളെ വെച്ച് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, അവളെ എനിക്ക് ആരുമല്ലെന്ന് പറയും. അപ്പോ അയാളെ ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നീ എന്തിനാ എന്നെ വന്ന് അടിച്ച് ഇത്ര ദേഷ്യപ്പെടുന്നത്? പിന്നെ അവൾ നിന്റെ വൈഫല്ലെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചെന്നുള്ള വാർത്ത ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്കെന്താടാ പ്രശ്നം? നീ കാരണമാണ് എന്നെ 6 വർഷം മുമ്പ് ബോക്സിംഗിൽ നിന്നും ബാൻ ചെയ്തത്. ഇപ്പൊ വീണ്ടും നീ ഇങ്ങനത്തെ ഇല്ലീഗൽ മാച്ചിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കും. അന്നേരം അവൻ ഞങ്ങളുടെ കമ്പനിയെ പറ്റി നിനക്കറിയില്ലേ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ടേ വിടൂ. ഒരു പക്ഷെ ആ മാച്ചിൽ നീ വിജയിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നവും ക്ലിയർ ചെയ്തിട്ട് പിന്നെ നീ ബോക്സിംഗിൽ വരേണ്ടതേ ഇല്ല. അതെല്ലാത്തിനുമാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവൻ അവിടുന്ന് പോകും. ശേഷം ഇവിടെ ബുയാന് ആരാടാ അവരൊക്കെ, നീയുമായി അവരെന്താ പ്രശ്നം, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. നീ ആദ്യം ഈ വീട് വിട്ട് എപ്പോ പോകുമെന്ന് പറ. നീ എന്തൊക്കെയോ എന്നിൽ നിന്നും മറക്കുന്നുണ്ട്. നീ എനിക്കും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എനിക്കറിയാം. പറടാ എന്താ പ്രശ്നമെന്ന് അവൾ അവനോട് വീണ്ടും വീണ്ടും ചോദിക്കും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. എന്തെടി നിനക്ക് എന്റെ മേൽ ഇൻട്രസ്റ്റ് കൂടിയോ? എന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ലേ നിനക്ക്? ആർക്ക് വേണം നിന്നെ? ഞാൻ ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. ഇവിടെ യൂച്ചാങ് ബൂയന്റെ ബ്രദറിനെ പിടിച്ചോണ്ട് വന്ന് കാറിലിട്ടിട്ട് ഒന്നെങ്കിൽ നീ ജീവനോടെ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് കാർ സ്പീഡിൽ വിട്ട് അവനെ പേടിപ്പിക്കും. അവനാകെ പേടിച്ച് എന്നോട് ക്ഷമിക്കളിയാന്ന് പറഞ്ഞ് കാൽ പിടിക്കും. അന്നേരം അവൻ എന്ത് അളിയനോ? അതെ, എന്താ അറിയില്ലേ, എന്റെ സിസ്റ്ററാണ് ബൂയൻ. ഞങ്ങളുടെ ഫാമിലിയുടെ മുതൽ പെണ്ണാണ് അവൾ. 6 വർഷം മുമ്പേ എന്റെ അച്ഛൻ അവളെ വീട് വിട്ട് പുറത്താക്കിയതാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോ ആകെ കൺഫ്യൂഷനായി നടക്കുകയാണ്. അപ്പോഴേക്കും മറ്റവന്റെ ആളുകൾ പിറകിൽ നിന്നും വന്ന് അവനെ അടിക്കാൻ തുടങ്ങി. നിനക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെയും നിന്റെ സിസ്റ്ററിനെയും ആ 2 കുട്ടികളെയും ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നല്ലോണം തല്ലിച്ചതച്ചു വിടും. അങ്ങനെ വീട്ടിലെത്തിയ യൂച്ചാങ്ങിനെ കണ്ട് ബുയാനാകെ പേടിച്ചിട്ട് എന്താടാ ഇതൊക്കെ, എന്താ പറ്റിയത് നിനക്ക്? മുഖത്തൊക്കെ ആകെ ബ്ലഡ് ആണല്ലോ, നിന്നെ ആരാ അടിച്ച്? എന്നിട്ട് അവനെ തൊട്ടു നോക്കിയിട്ട് നിനക്ക് പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെഡിസിൻ എടുത്തു കൊടുക്കും. അന്നേരം അവനത് വളരെ ദേഷ്യത്തോടെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവളെയും തട്ടിമാറ്റും. അവൾക്ക് നേരെ ഒരു കാർഡ് വെച്ച് നീട്ടിയിട്ട് ഇതാ ഇതിലുണ്ട് നിന്റെ എല്ലാ പണവും, ഇതും വാങ്ങിയിട്ട് വേഗം ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോകാൻ നോക്ക് എന്ന് പറയും. ഇതെല്ലാം കേട്ട് വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ബുയാൻ മക്കളെയും കൂട്ടി അവിടുന്ന് പോകാൻ നിൽക്കും. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ അവൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അവൻ അവന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അവൻക്ക് എല്ലാ കാശും കൊടുത്തിട്ട് നോക്ക്, ഞാനൊരു ഫൈറ്റിൽ പങ്കെടുക്കാൻ പോകുകയാണ്. ഈ ക്യാഷ് വെച്ച് എന്റെ അമ്മയെയും ബുയാനെയും നീ നന്നായി നോക്കണമെന്ന് പറയുമ്പോൾ എന്ത് നീ ഫൈറ്റ് ചെയ്യാൻ പോകുകയാണെന്നോ? അതും ആരുടെ കൂടെ? അത് ബുജിങ്ങിന്റെ കൂടെയാണെന്ന് യൂച്ചാങ് പറയുമ്പോൾ എന്ത് അവന്റെ കൂടെയോ? അവൻ ഓൾറെഡി 2 ആളെ റിങ്ങിന്റെ ഉള്ളിൽ വെച്ച് കൊന്നവനാണ്. നിനക്ക് ഓൾറെഡി തീരെ വയ്യ, ഇനി അവിടെ പോയി സൂയിസൈഡ് ചെയ്യാനാണോ നീ ഉദ്ദേശിക്കുന്നേ? എടാ ഞാൻ അങ്ങനെ ചെയ്താൽ മാത്രമേ ബുയാൻ സേഫ് ആയിരിക്കൂ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവളൊരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഇവിടെ ബുയാൻ കുട്ടികളെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അവന്റെ അമ്മ കൊടുത്തിരുന്ന ബ്രേസ്ലെറ്റ് അത് അവൾ അവിടെ തന്നെ വെച്ചിട്ട് പോകും. ഇവിടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുയന്റെ ഫ്രണ്ട് അവളോട് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ ഒരു പോസ്റ്റർ കാണിച്ചു കൊടുത്തിട്ട് ഒക്കെ യൂച്ചാങ് കുംഫുവിന്റെ ലീച്ചാങ് എന്നവനുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ മാച്ചിൽ യൂച്ചാങ് തോൽക്കുകയാണെങ്കിൽ അവന്റെ കരിയർ സ്പോയിലായി പോകും. ഇക്കാര്യം അവളുടെ ഫ്രണ്ട് പറഞ്ഞതും ബുയാൻ വേഗം അവളുടെ ബ്രദറിനെ കാണാൻ പോകും. നീ എന്നെ വെച്ച് അവനെ ടോർച്ചർ ചെയ്തിട്ടാണോ അവനെ കോമ്പറ്റീഷനിൽ പറഞ്ഞയച്ചത്? ആഹാ, നീ അത് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചോ? നല്ല കാര്യം, യൂച്ചാങ് നിനക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ അവർ പറയും. അന്നേരം അവളെ എനിക്കറിയാം നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ലെന്ന്, പക്ഷെ അവനെ വെച്ച് എന്നെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു പേടിയുമില്ല, കാരണം അവൻ എന്റെ വെറും ഒരു കോൺട്രാക്ട് ഹസ്ബൻഡ് ആണ്. നീ അവനെ കൊന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. അന്നേരം അവളുടെ ബ്രദർ ചിരിച്ചോണ്ട് എന്ത് കോൺട്രാക്ട് മാരേജോ? പക്ഷെ നിന്റെ ഫീലിംഗ്സ് എല്ലാം കാണുമ്പോൾ ട്രൂ ലവ് പോലുണ്ടല്ലോ. നീ പറഞ്ഞ പോലെ തന്നെയാണ് യൂച്ചാങ്ങും പറഞ്ഞത്. അവനക്ക് നിന്നോട് തീരെ ഇഷ്ടമല്ല, പക്ഷെ അവന്റെ ഫീലിംഗ്സ് എല്ലാം കണ്ടാൽ അവൻ ഈ ലോകത്ത് ഏറ്റവും വലുത് നീയാണെന്ന് തോന്നും. നീ കുംഫു ഗ്രൂപ്പിലുള്ള പെണ്ണാണെന്ന് അവൻക്കറിയാം. അതറിഞ്ഞിട്ടാണ് തന്നെയാണ് അവൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തത്. നിനക്കും വേണ്ടി അവൻ അവന്റെ ജീവൻ വരെ കളയാൻ തയ്യാറാണ്. എന്നാൽ നീ ഇതൊന്നും അറിയാതെ ഒരു മണ്ടിയെ പോലെ ഇവിടെ സംസാരിക്കുന്നു. ഇനി അഥവാ അവൻ മരിച്ചാൽ നമ്മുടെ കുംഫു ഗ്രൂപ്പായിരിക്കും വിൻ ചെയ്ത് 1ാം സ്ഥാനത്ത് ഉണ്ടാവുക എന്നീ ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളാകെ ഷോക്കായിട്ട് അവനക്ക് ഫോൺ വിളിച്ച് അവനെ കാണാൻ വേണ്ടി ഓടിപ്പോകും. അതേസമയം നമ്മുടെ സീനിയർ അവൾക്ക് ഫോൺ വിളിച്ചിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്, നീ കൺസീവ് ആണെന്ന് പറയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒന്ന് ഹാപ്പി ആവും. അപ്പോ സീനിയർ ഇനി അവന്റെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. അപ്പോ അവളെ ഇനി മുതലാണ് ഞാൻ അവന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ബുയാൻ യൂച്ചാങ്ങിനെ കാണാനായി വന്നിരിക്കുകയാണ്. പാവം അവൻ നല്ല അടിയൊക്കെ കിട്ടി താഴെ വീണ് കിടക്കുകയാണ്. ഇവന്റെ ഈ ഒരു അവസ്ഥ കണ്ട് അവൾക്കും നല്ല വിഷമമുണ്ട്. അവൻ അവളെ കണ്ടതും വേഗം അവളുടെ കൈ പോയി പിടിക്കും. അങ്ങനെ ഈ സീനൊക്കെ കഴിഞ്ഞ് അവൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവന്റെ ബോഡിയിൽ മൊത്തം അടികിട്ടി പഞ്ചറായി കിടക്കുകയാണ്. എവിടെയെല്ലാം ഇവള് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം അവള് 6 വർഷം മുമ്പേ നീ ഒരു തെറ്റും ചെയ്യാതെയാണ് അവർ നിന്നെ തല്ലിച്ചതച്ചത് എന്നവൻ കേട്ടതും ആരും എന്നെ വിശ്വസിച്ചിരുന്നില്ല. നീ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്
എന്നവൻ പറയും. അന്ന് അവൻ കുളിക്കുമ്പോൾ ഒരു മുറിവിന്റെ അടയാളം കണ്ട് അവള് എങ്ങനെ പറ്റിയതാണെന്ന് ചോദിച്ചിരുന്നല്ലോ. അത് അവളുടെ അച്ഛനും ആളുകളും അടിച്ചതാണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ന് നിനക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാകുംടാ, സോറിടാ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ശരി ടൈമായി ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് അവൾ പറയുമ്പോൾ യൂചാങ് അവളുടെ കൈ പിടിച്ചിട്ട് 6 വർഷത്തിന് ശേഷം നീ എന്തിനാ ഇപ്പൊ എന്നെ വീണ്ടും കാണാൻ വന്നേ, എന്നെ കുറിച്ച് നിനക്ക് വേവലാതിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ ഉറങ്ങിപ്പോകും. അന്നേരം അവള് അതേടാ നിന്നെ കുറിച്ച് എനിക്ക് നല്ല ഫീലിംഗ്സ് ഉണ്ട്, എനിക്കും വേണ്ടി നീ ഇത്ര ദൂരം പോകുമോ എന്നൊക്കെ പറഞ്ഞ് അവന് തലോടും. അങ്ങനെ പിറ്റേ ദിവസം യൂചാങ് കോഴി കരയുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയുണരുന്നത്. പോയി നോക്കുമ്പോൾ ഇവിടെ ബൂയാന് കോഴിയെ പിടിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ്. കോഴിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് നല്ല കടി കിട്ടിയിട്ടുണ്ട്. ബൂയ നീ എന്താ ഈ ചെയ്യുന്നേ, എന്തിനാ ഇതൊക്കെ എന്ന് യൂചാങ് ചോദിക്കുമ്പോൾ നിന്റെ ശരീരത്തിന് തീരെ വെയ്യല്ലോ, അതുകൊണ്ട് ഞാൻ ചിക്കൻ വെച്ച് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി തരാം, അതിനാണ് ഞാൻ ഈ കോഴിയെ പിടിക്കാൻ ഇറങ്ങിയത്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു കോഴിയെയും കൊന്നിട്ടില്ല. ഇത് കേട്ട് ചിരിച്ചിട്ട് അവൻ നിന്റെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നീ കോഴിയെ ആദ്യമായിട്ട് പിടിക്കുന്ന പോലുണ്ട്, എന്നിട്ടല്ലേ കൊല്ലാൻ നോക്കുന്നേ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് വെള്ളത്തിൽ കഴുകും. അങ്ങനെ രണ്ടാളും ഒരേ സമയം എന്തോ ഒന്ന് പറയാൻ നിൽക്കുമ്പോ അപ്പോ അവള് അല്ല നീയല്ലേ എന്നോട് ഈ വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിരുന്നേ, ഇപ്പോ എന്താ എന്നോട് പോകാൻ പറയാത്തെ, ആ സോറി മറന്നതാ, നീ ഇപ്പോ തന്നെ പോയിക്കോന്ന് അവൻ പറയും. ആഹാ ഞാൻ പോയില്ലേ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവള് ഗമയോട് തിരിയും. അന്നേരം അവൻ അവളെ കെട്ടിപ്പിടിച്ചിട്ട് നീ എവിടെ പോയാലും നിന്നെ ഞാൻ തൂക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവൻ ഞാൻ നിന്നോട് ഇന്നലെ നീ എന്തിനാ തിരിച്ചു വന്നേന്ന് ചോദിച്ചില്ലേ, നീ എന്താ റിപ്ലൈ തരാതിരുന്നേ, നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ കിസ് ചെയ്യാൻ നിൽക്കവേ നമ്മുടെ കോഴി വന്ന് ഉറക്കെ കൂവും. ഉടനെ അവൾ അവനെ തട്ടിമാറ്റിയിട്ട് ഞാൻ വേഗം പോയി ആ കോഴിയെ പിടിച്ച് സൂപ്പാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഇവൾ അവൻക്ക് സൂപ്പൊക്കെ തയ്യാറാക്കി കൊടുത്ത് കഴിക്കാനായി കൊടുത്തിരിക്കാണ്. പറ എങ്ങനെയുണ്ട് എന്റെ സൂപ്പ്, കൊള്ളാമോ എന്നവൾ ചോദിക്കുമ്പോൾ വാവ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അവൻ പറയും. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ അവൻ കോമ്പറ്റീഷനിൽ തോറ്റതായിരിക്കും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതിൽ അവന്റെ ബോക്സിംഗ് കരിയർ അവസാനിക്കുന്ന പോലെയാണ് ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ട് നമ്മുടെ യൂചാങ് അവളോടൊന്നും പറയാതെ കാഷ്വലായിട്ട് സംസാരിക്കും. ശേഷം അവൻ അവളോട് ഞാൻ ഫിഷിങ്ങിന് പോകാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അവന്റെ പോക്കിൽ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. കൂടാതെ നല്ല മഴയും വരുന്നുണ്ട്. അവൾ അവനക്ക് കോൾ ചെയ്തപ്പോ അവന്റെ ഫോണാണെങ്കിലോ സ്വിച്ച് ഓഫും. ബൂയാനാകെ പേടിച്ചിട്ട് അവനെ തിരിഞ്ഞ് കുടയുമായി അവിടുന്ന് ഇറങ്ങും. പക്ഷെ അതേസമയം നമ്മുടെ യൂചാങ് ആ വീട്ടിലേക്ക് വരും. അവിടെ അവളെ കാണാത്തതിനെ തുടർന്ന് എന്തു പറ്റി, അവളെവിടെ, ഇന്നേരം ഈ മഴയത്ത് അവൾ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് ടെൻഷനാകും. അങ്ങനെ അവനും അവളെ തേടി പോകും. അവൻ അവളെ കണ്ടതും ഓടിപ്പോയി ഹഗ് ചെയ്യും. അന്നേരം അവളെ വളരെ ദേഷ്യത്തോടെ എങ്ങോട്ടാടാ നീ പോയിരുന്നേ, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ട് ഞാൻ ആകെ പേടിച്ചു. ഉടനെ അവൻ എനിക്ക് എന്ത് പറ്റാൻ, ഞാൻ വെള്ളത്തിൽ ചാടി ഞാൻ സൂയിസൈഡ് ചെയ്തു പോയോന്ന് നീ വിചാരിച്ചോ എന്നവൻ തമാശയോട് കൂടി പറയുമ്പോൾ അവളാകെ സങ്കടപ്പെട്ടോട് കരയും. എന്നിട്ട് അവൻ അവളെ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിച്ചിട്ട് ശരി ശരി നീ പേടിക്കാതെ, ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോകില്ല, ലൈഫ് ലോങ് നിന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം അവള് തമാശയോടെ എന്താ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, മഴ ആയതുകൊണ്ട് ഞാൻ ശരിക്കും കേട്ടില്ല. അപ്പോ അവനെ ഞാൻ ലൈഫ് ലോങ് നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, പോരെ ഇപ്പൊ കേട്ടില്ലേ. ഇവനെ തിരിഞ്ഞു ഓടിയതിൽ ഇവൾ വീണ് ഇവളുടെ കാലിന് ചെറിയ മുറിവുണ്ടായിരിക്കും. അതിനാൽ അവൻ അവളെ തോളിൽ കയറ്റിയിട്ടായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിലെത്തിയതും അവൻ ഇവളുടെ കാലിന് മരുന്ന് വെച്ച് കൊടുക്കും. അപ്പോ ഇവിടെ പെട്ടെന്ന് കറന്റ് പോകും. എന്താ പറ്റിയെന്ന് അറിയാതെ അവൾ ഇരുട്ടത്ത് പേടിക്കും. നീ പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ ഫുൾ കാൻഡിൽ കത്തിക്കും. ഇവിടെ മഴയൊക്കെ പെയ്ത് കറന്റ് എല്ലാം പോയി രണ്ടാളും ഉറങ്ങാൻ കിടക്കാണ്. മഴ പെയ്ത് വെള്ളം ചോരുന്നത് കണ്ട് അവിടെയൊക്കെ അവർ പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. നീ വിഷമിക്കണ്ട, നാളെ തന്നെ ഞാൻ റൂഫ് നന്നാക്കാൻ ആളെ കൊണ്ടുവരാം എന്നൊക്കെ അവൻ പറയുമ്പോൾ ഇവിടെ ഇവള് വളരെ സന്തോഷത്തോടെ അവൾ കൺസീവ് ആണെന്നുള്ള കാര്യം പറയും. ഇത് കേട്ടപ്പോൾ അവൻക്കും ആകെ സന്തോഷമാകും. എന്തേ ഇത് കേട്ടപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ, ഈ കാര്യം എന്റെ അമ്മയും അച്ഛനും അറിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കുമെന്ന് അവൻ പറയും. അപ്പോ അവള് എന്ത് അച്ഛനും അമ്മയോ, നീ അച്ഛനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവൻ ആക്ച്വലി എന്റെ അച്ഛൻ ഞാൻ ചെറിയ കുട്ടിയായെന്ന് മരിച്ചുപോയതാണ്, അവർ ഇപ്പോ ഇതറിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ ദേഹത്ത് തല ചായച്ചു കിടക്കും. ഇത് കേട്ട ബൂയൻ ആകെ ഫീലാകും. ഈ ഒരു കാര്യം കേട്ട് അത്രക്കും ഹാപ്പിയാണോ ഇവൻ, ഞാൻ ഇതെല്ലാം ചെയ്തത് ഷിയാങ്ങിനാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല എന്നവൾ മനസ്സിൽ പറയും. ഇപ്പൊ ഇവിടെ ബൂയാന് സീനിയർക്ക് കോൾ ചെയ്യാണ്, ഞാൻ കൺസീവ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഇനി മുതൽ ഇവന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ പോകുകയാണ്, അവൻ എന്റെ ഹസ്ബൻഡാണ് എന്നൊക്കെ അവൾ പറയുമ്പോ സീനിയർക്കാകെ ടെൻഷനാകും. ആക്ച്വലി ബൂയാൻ യൂചാങ്ങിനെ വിട്ടുവരാൻ വേണ്ടി സീനിയർ അവളോട് കള്ളം പറഞ്ഞതാണ് അവൾ കൺസീവ് ആണെന്നുള്ള കാര്യം. ശേഷം സീനിയർ ആ ടെസ്റ്റ് റിപ്പോർട്ട് പുറത്തേക്കിടും. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വെള്ളി അതിലൂടെ പോകുന്നുണ്ടാകും. എന്നിട്ട് അവള് ഇതെല്ലാം നോട്ട് ചെയ്യും. ഹീറോ മാച്ചിൽ തോറ്റ കാര്യം മൊത്തത്തിൽ സ്പ്രെഡ് ആയിരുന്നല്ലോ. ആ കാര്യം ബൂയാന് അവളുടെ ഫ്രണ്ടിനെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിക്കും. അതേസമയം ബൂയാന്റെ ബ്രദർ അച്ഛനോട് യൂചാൻ ഈ മാച്ചിൽ തോറ്റില്ലേ, അതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അധികം കൂടിയില്ലേ, അതിനെല്ലാത്തിനും കാരണം ഞാനാണ്, ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് അവൻ അഹങ്കാരത്തോട് ചോദിക്കും. ഇപ്പോ അച്ഛൻ അവനോട് നീ നിന്റെ പ്രോഫിറ്റിന് വേണ്ടി ഒരുത്തന്റെ ലൈഫ് വെച്ചാണ് കളിച്ചത്, നീ അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിരിക്കാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു നാൾ അത് നിനക്ക് ആപത്തായി മാറുമെന്ന് അച്ഛൻ പറയും. ഇത് കേട്ടാകെ ദേഷ്യത്തോടെ അവൻ ഓ ഞാൻ എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റം മാത്രം, നിങ്ങൾക്കെന്താ നിങ്ങളുടെ മരുമകൻ യൂചൻ തോറ്റതിൽ സങ്കടമുണ്ടോ, എന്തായാലും ശരി നിങ്ങളുടെ മോൾ ഇങ്ങോട്ട് ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് അച്ഛനോട്
ദേഷ്യപ്പെടും. കൂടാതെ സിസ്റ്ററോടുള്ള ദേഷ്യം കാരണം യൂച്ചനും അവളും തമ്മിൽ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം അവൻ ലീക്കാക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ വരും. എന്നിട്ട് അവളോട് നിങ്ങൾ യൂച്ചാനെ യൂസ് ചെയ്ത് കല്യാണം കഴിച്ചു, ഇപ്പൊ അവൻ ഫിക്സഡ് മാച്ചിൽ പങ്കെടുക്കുന്നു, ഇതിനൊക്കെ കാരണം നിങ്ങളാണോ എന്നൊക്കെ അവർ അവളോട് ചോദിക്കും. ഇത് കേട്ട് അവൾക്കാകെ സങ്കടമാകും. അപ്പോ അവൻ വന്നിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ ഫിക്സഡ് മാച്ചിലൊന്നും പങ്കെടുക്കില്ല, കൂടാതെ അവൾ അതുമായി എന്നെ യൂസ് ചെയ്തിട്ടില്ലെന്നും അവൻ പറയും. ഇത് കേട്ട് അവളെ അപ്പോ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിനക്ക് ഇതിനു മുന്നേ അറിയാമായിരുന്നല്ല എന്ന് അവൾ മനസ്സിലാക്കും. ഇവിടെ യൂച്ചങ്ങിന്റെ അമ്മക്ക് അവൾ ആ ഫാമിലിയിൽ പെട്ടതാണെന്ന് മനസ്സിലാവുകയും അത് ആലോചിച്ച് വളരെ ടെൻഷൻ ആവുകയും ചെയ്യും. അവളുടെ ഫാമിലി കാരണമാണ് യൂച്ചങ്ങിന്റെ കരിയർ നഷ്ടപ്പെട്ടത്, അവൾ വീണ്ടും എന്റെ മകനെ നശിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അമ്മക്ക് അവളുടെ മേൽ വളരെ ദേഷ്യം വരും. അന്നേരം അമ്മക്ക് ഭയങ്കര നെഞ്ഞുവേദന വരികയും ഉടനെ വെള്ളി അമ്മ എന്ത് പറ്റി, ഞാൻ വേഗം മെഡിസിൻ എടുക്കാമെന്നും പറഞ്ഞ് അതെടുക്കാൻ പോകവേ വെള്ളി അവിടെ ഉണ്ടായിരുന്ന അവരുടെ കോൺട്രാക്ട് കാണും. എന്നിട്ട് അവൾ അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഇവിടെ ഭൂയാൻ യൂച്ചൻ അമ്മ ഈ വിഷയം അറിഞ്ഞു കാണില്ലേ, അമ്മ നല്ല കലിപ്പിലായിരിക്കും, എന്താ ചെയ്യാ, നീ പേടിക്കണ്ട, ഈ കാര്യം നമുക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടാളും കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് വരും. ഇത് കണ്ട് അമ്മക്ക് വളരെയധികം ദേഷ്യം വരും. എന്നിട്ട് അവളോട് വളരെ ദേഷ്യത്തോടെ നീയും നിന്റെ കമ്പനിയും എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചില്ല, അതുപോരെ നിനക്ക്, ഇപ്പൊ നീ അവനെ കല്യാണവും കഴിച്ച് അവനെ പറ്റിക്കുന്നു, എന്തിനാണ് ഇതൊക്കെ. അന്നേരം അവൻ അമ്മ നിങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല, അവൾ അങ്ങനെ ഒരു പെണ്ണല്ല എന്ന് യൂച്ചാൻ പറയവേ അവരുടെ അയൽവാസി ആന്റി യൂച്ചാൻ നിനക്ക് ഈ പെണ്ണിനെ പറ്റി അറിയില്ല, അവൾ നിന്നെ മുതലാക്കാണ്, കൂടാതെ ആന്റി ആ കോൺട്രാക്റ്റും അവൾക്ക് കാണിച്ചു കൊടുക്കും. വീണ്ടും അമ്മ സങ്കടത്തോടെ നീ എന്റെ കുടുംബം ഇങ്ങനെ നശിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല, നിന്റെ മക്കളെ ഞാൻ എന്റെ സ്വന്തം പേരക്കുട്ടികളെ പോലെയാണ് കണ്ടിരുന്നത്, നീ എന്നെയും എന്റെ മകനെയും പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയും. അമ്മേ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നോക്ക് ആ കോൺട്രാക്റ്റിൽ ഞാനും കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്, തുടക്കത്തിൽ ഞങ്ങൾ ഇത് വേറെ വിഷയത്തിനായിരുന്നു തുടങ്ങിയത്, ഇപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അവർ രണ്ടാളും സങ്കടത്തോടെ പറയും. ഇവിടെ ഭൂയാൻ അമ്മയെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. ഇത് കേട്ട് യൂച്ചാങ്ങിന് വളരെ സന്തോഷമാകും. അന്നേരം യൂച്ചാങ് അമ്മേ ഇപ്പൊ അവൾ കൺസീവാണ്, ഈ ടൈമിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, എന്ത് കൺസീവോ എന്നും പറഞ്ഞ് അമ്മ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കും. എന്നിട്ട് അവളെ നിന്നെ അതും പറഞ്ഞ് പറ്റിക്കുമായിരുന്നടാ എന്ന് അമ്മ സങ്കടത്തോടെ പറയും. അല്ല അമ്മേ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിരുന്നു, ഞാൻ കൺസീവാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അമ്മ വളരെ ദേഷ്യത്തോടെ തള്ളിയിട്ടിട്ട് നീ വേഗം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോണം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും അവളെ പുറത്താക്കും. യൂച്ചാങ്ങും അവളെ ഫോളോ ചെയ്ത് അവളുടെ പിറകെ പോകും. ഇവിടെ വെള്ളി അമ്മയെ പിടിച്ചിട്ട് അമ്മയോട് അമ്മേ നിങ്ങൾ ബോധം പോകുന്ന പോലെ അഭിനയിക്കെന്ന് പറയും. അമ്മയും അവള് പറയുന്ന പോലെ അഭിനയിക്കും. എന്നിട്ട് വെള്ളി യൂച്ചാൻ അമ്മ ഇതാ ബോധമില്ലാതെ വീഴുന്നു, വേഗം വാ എന്ന് പറയും. വേറെ വഴിയൊന്നുമില്ലാതെ യൂച്ചാൻ അവളെ വിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. ആ റിപ്പോർട്ടേഴ്സ് എല്ലാം ഇപ്പോഴും പുറത്തുണ്ട്, അവർ അവളോട് ഓരോന്ന് ചോദിച്ച് അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആ പരദൂഷണ ആന്റി വന്നിട്ട് അവരോട് ഈ പെണ്ണ് പണത്തിന് വേണ്ടിയാണ് യൂച്ചാനെ കല്യാണം കഴിച്ചത്, ഇവളൊരു ചീത്ത പെണ്ണാണെന്നൊക്കെ അവരോട് വിളിച്ചു പറഞ്ഞ് അവളെ അടിക്കും. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ സീനിയർ വന്ന് അവളെ രക്ഷിക്കും. ഇവിടെ ഇവന്റെ അമ്മയ്ക്ക് BP എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം നോർമലാണല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ മയങ്ങി വിടത് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് ഇവർ ആക്ട് ചെയ്ത സംഭവം കണ്ടുപിടിക്കും. ശരി ഞാൻ ഡോക്ടർക്ക് കോൾ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഡോക്ടർക്ക് കോൾ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഭൂയാന് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, നീ എന്നെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട, അമ്മയെ നന്നായി നോക്കിക്കോ, ഈ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഇപ്പോ വെള്ളി ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ ഡോക്ടർക്കൊക്കെ കോൾ ചെയ്യുന്നേ, അമ്മ റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയായിക്കോളും എന്ന് പറയുമ്പോൾ എന്റെ അമ്മയോട് മയങ്ങി അഭിനയിക്കാൻ പറഞ്ഞത് നീയല്ലേ, ഈ ട്രിക്ക് നീയല്ല അമ്മക്ക് പറഞ്ഞു കൊടുത്തത്, അതുകൂടാതെ ആ കോൺട്രാക്റ്റും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു എന്നും പറഞ്ഞ് അവൻ അവളെ അവിടുന്ന് ഓടിക്കും. ഇനി മേലെ ഈ ഭാഗത്തും നിന്നെ കണ്ടുപോകരുതെന്നും പറയും. ഇവിടെ സീനിയർ ഭൂയാനോട് വാ കാറിൽ കയറെന്ന് പറയും. അപ്പൊ ഭൂയൻ ഞാൻ കൺസീവ് അല്ലെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നല്ലോ, പിന്നെന്തിനാ നീ എന്നോട് നുണ പറഞ്ഞ് ആ റിപ്പോർട്ട് വെള്ളി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ചെയ്തത് ഞാനാണെന്ന് അവൻ സമ്മതിക്കും. എന്നിട്ട് അവളോട് ഞാൻ നിന്നെ ഇതിനു മുന്നേ ഷിയാങ്ങിന്റെ സർജറിക്ക് വേറെ ആരെങ്കിലും മേച്ചാണോ എന്ന് നോക്കാൻ പറഞ്ഞില്ലായിരുന്നോ, എന്നാ നീ അതൊന്നും മെയിൻഡാക്കാതെ അവന്റെ കൂടെ പോയി അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചു. നീ ശരിക്കും ഷിയാങ്ങിന് വേണ്ടിയല്ല അവനെ കല്യാണം കഴിച്ചത്, നിനക്ക് ശരിക്കും അവനെ ഇഷ്ടാണ്, അവന്റെ കൂടെ ജീവിക്കാനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ സീനിയർ അവളോട് കോപത്തോടെ പറയും. അന്നേരം അവള് അതെ, ബിക്കോസ് അവൻ എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, അവന്റെ മേൽ എനിക്ക് ഫീലിംഗ്സ് വരുന്നതും ലവ് ചെയ്യുന്നതൊക്കെ എന്റെ വിഷയമാണ്, നീ എന്തിനാ ആവശ്യമില്ലാത്ത അതിൽ ഇന്റർഫിയർ ആകുന്നേ, നീ ഇപ്പോ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ ബ്രേക്കപ്പ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനക്ക് വീണ്ടും ദേഷ്യം കൂടും. ഓ അങ്ങനെയാണോ, ആരാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളെ അവൻ കിസ് ചെയ്യും. എന്നാൽ പക്ഷെ ഭുയാന് അതൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഉടനെ അവൻ സോറി എന്നോട് ക്ഷമിക്ക്, ആ സാഹചര്യത്തിൽ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ഫുൾ ബാഡ് കമന്റ്സ് ആണ് വരുന്നത്. അങ്ങനെ അത് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി ഹീറോ ഭൂയന്റെ ബ്രദർ ചെയ്ത എല്ലാ തെറ്റുകളും റിപ്പോർട്ടേഴ്സിന് കൊടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഭൂയൻ 6 വർഷം മുമ്പ് യൂച്ചാങ് ഇല്ലീഗൽ സബ്സ്റ്റൻസ്
യൂസ് ചെയ്ത് എന്നതിന്റെ എവിഡൻസ് ഒക്കെ തപ്പാണ്. പക്ഷെ അവൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല. ഫ്രണ്ടിനും അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അന്നേരം ഭൂയാൻ ആലോചിക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് അന്ന് നടന്ന മാച്ചിങ്ങിന് മുമ്പായി 2 തവണ അവന് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് എടുത്തപ്പോ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ കൊണ്ട് എടുപ്പിച്ചു. രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായി അവന്റെ കോച്ച് അവന്റെ ജ്യൂസ് പോലെ എന്തോ ഒന്ന് കുടിക്കാൻ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ആ കോച്ച് ജ്യൂസിൽ എന്തോ കലർത്തി അവനെ ഇതിൽ നിന്നും അറിഞ്ഞുകൊണ്ട് പുറത്താക്കിയതാണെന്ന്. അങ്ങനെ അവള് ആദ്യത്തെ റിസൾട്ട് കിട്ടിയാൽ അതിൽ അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണ്. എന്നിട്ട് അവള് അന്നത്തെ കോച്ചിനെ കുറിച്ച് അന്വേഷിക്കും. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു മോശം ആളാണെന്ന്. എന്നിട്ട് അവള് അയാളുടെ അടുത്തോട്ട് പോയിട്ട് എനിക്ക് യൂച്ചാന്റെ അന്നത്തെ ടെസ്റ്റ് റിസൾട്ട് വേണമെന്ന് പറയും. നോ അതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് അതൊന്നും തരാൻ പറ്റില്ലെന്ന് അപ്പോ അയാൾ പറയും. കൂടാതെ നിന്റെ ബ്രദർ ഈ കാര്യം അറിഞ്ഞാൽ അവനെന്നെ കൊന്നുകളയുമെന്നും അയാൾ പറയും. അപ്പോ അവളെ ഞാൻ നിങ്ങൾക്ക് അതിലും 10 മടങ്ങ് പണം തരാം. കൂടാതെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവനെ കേൾപ്പിച്ചാൽ നീ കാശ് വാങ്ങിയില്ലെങ്കിലും അവൻ എന്നെ കൊല്ലുമെന്ന് അവൾ പറയും. അങ്ങനെ അയാൾ അത് പേടിച്ചു കൊടുക്കും. അങ്ങനെ അവൾ അതെല്ലാം പബ്ലിഷ് ചെയ്തു നമ്മുടെ ഹീറോനെ ഇപ്പൊ സേഫ് ആക്കിയിട്ടുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാം അവളുടെ ബ്രദറിന്റെ പണിയാണെന്നും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അന്നേരം അങ്ങോട്ട് അവളുടെ ബ്രദറിന്റെ ആളുകൾ വരികയും അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം കൃത്യസമയത്ത് അങ്ങോട്ട് യൂജാങ് വരികയും അവളെ രക്ഷിക്കുകയും ചെയ്യും. ശേഷം അവള് നീയല്ലേ എന്റെ മേലുള്ള എല്ലാ ബാഡ് കമന്റ്സും സ്റ്റോപ്പ് ചെയ്തത് എന്ന് സന്തോഷത്തോടെ ചോദിക്കും. അപ്പൊ അവനും ഞാൻ ഇല്ലീഗൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും നീയല്ലേ എന്ന് ചോദിക്കും. അന്നേരം അവള് എന്റെ ഫാമിലിയാണ് എല്ലാ തെറ്റും ചെയ്തത്, എന്റെ ഫാമിലി കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും, എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ അവനോട് പറയവേ നിനക്കും നിന്റെ ഫാമിലിക്കും ഞാൻ കാരണം ഒരു പ്രശ്നവും വരാൻ പാടില്ല, ഞാൻ കാരണമാണ് ഇപ്പോ അവർക്ക് നിന്നോട് ദേഷ്യം. അപ്പോ അവള് എന്തായാലും സത്യം പുറത്തു വരണം, നീതിക്ക് വേണ്ടിയാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോ അവൻ അവളുടെ ഫേസ് പിടിച്ചിട്ട് നീതിക്ക് വേണ്ടിയോ, അപ്പോ വേറെ ഒന്നുമില്ലടോ എന്ന് പറയുമ്പോൾ അവള് നോക്കി ഇപ്പോൾ നമ്മൾ രണ്ടാളും നല്ല ഹാപ്പി റിലേഷൻഷിപ്പിലാണ്, നമുക്കും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് ഹാപ്പി റിലേഷൻഷിപ്പോ, അതെന്ത് റിലേഷൻഷിപ്പാ, അതെന്താണെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഞാൻ നിന്നെ നന്നായി ലവ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യാൻ നിൽക്കാണ്. അപ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങളും ഓടി വരും. എന്നിട്ട് അവർ വേഗം കാഷ്വൽ ആയിട്ട് നിൽക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾ യൂച്ചാൻ നിന്നെ ഞങ്ങൾ എത്രമാത്രം മിസ് ചെയ്തെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവർ യൂച്ചാന്റെ കൂടെ കളിക്കാൻ തുടങ്ങും. ഇവരുടെ ഈ ഹാപ്പിനെസ് കണ്ടിട്ട് ഈ ഫ്രണ്ട് ഭൂയാനോട് 3 ഒരേ രക്തമല്ലേ, ഒരേ പോലുണ്ട്, കാണാനും സ്വഭാവം ഒക്കെ എല്ലാം. അല്ല മോളെ നീ എപ്പോഴാ അവനോട് സത്യങ്ങളെല്ലാം പറയാൻ പോകുന്നേ? അന്നേരം അവള് ആദ്യം അവന്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം പോകണം, അതിനുശേഷം മാത്രമേ ഞാൻ അവനോട് സത്യങ്ങളെല്ലാം പറയൂ. അതേസമയം ഇവിടെ ഭൂയാന്റെ ബ്രദർ ചെയ്ത എല്ലാ തെറ്റുകളും അറിഞ്ഞ് റിപ്പോർട്ടേഴ്സ് അവനെ ഫോളോ ചെയ്യാണ്. അവന്റെ അച്ഛനും അവനോട് ഈ കമ്പനി വിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. 6 വർഷം മുമ്പ് നീയാണ് അവന്റെ ജ്യൂസിൽ ഡ്രഗ് കലർത്തിയത്, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് അവൾ കൺസീവ് ആയതും. ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ച് വളർന്നതല്ലേ, എന്തിനാണ് നീ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അവനോട് ദേഷ്യപ്പെടും. എന്നിട്ട് അവനക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് കാശുണ്ട്, ഇനി കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കെന്ന് പറയും. എന്നിട്ട് അച്ഛൻ മീഡിയാസിനോടെല്ലാം എന്റെ മകൻ ഇനി ഈ കമ്പനി ഇഷ്യൂസിലൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ ഇയാളെ കണ്ട് ആകെ ഷോക്കാകും. സംഭവം എന്തെന്നാൽ യൂച്ചാങ് ചെറിയ പയ്യനായിരുന്നപ്പോൾ അവരുടെ അച്ഛൻ ഇവരുടെ കൂടെ ചേർന്ന് ബിസിനസ് ആരംഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അവരുടെ അച്ഛൻ മരിച്ചു പോവുകയുണ്ടായി. അതിനെല്ലാം കാരണം ഇയാളാണെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മേൽ നല്ല ദേഷ്യത്തിലായിരുന്നു അമ്മ. അപ്പൊ ഭൂയാന്റെ അച്ഛൻ ഇവരാണോ എന്നൊക്കെ ആലോചിച്ച് അമ്മ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഇപ്പോ കറക്റ്റ് ടൈമിൽ ഹീറോയും ഹീറോയിനും വന്നിട്ട് അമ്മേ എനിക്കൊരു സത്യം പറയാനുണ്ടെന്ന് ഭൂയാൻ പറയും. അവൾ കുഞ്ഞുങ്ങളെ പറ്റി പറയാൻ വന്നപ്പോഴേക്കും അമ്മ അവളെ ദേഷ്യത്തോടെ തള്ളി മാറ്റിയിട്ട് നീ ആദ്യം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോ, നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അമ്മ അവിടെ മഴങ്ങി വീഴും. ഉടനെ അമ്മയെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ശേഷം ഡോക്ടർ വന്നിട്ട് അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇപ്പോ ക്രിട്ടിക്കൽ ആണെന്ന് പറയും. ഇവരെ ചികിത്സിച്ചു രക്ഷിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ, അവർ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഈ അടുത്ത് അവർ റിട്ടയർഡ് ആയി പോയെന്നൊക്കെ ഈ ഡോക്ടർ പറയും. അപ്പോ സീനിയർ വന്നിട്ട് നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെങ്കിൽ വേഗം ആ ഡോക്ടറിനെ പോയി കണ്ടുപിടിക്കാൻ നോക്കെന്ന് പറയും. അപ്പൊ ഭൂയൻ നീയോ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കും. അപ്പോ സീനിയർ അവർ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവരോട് നീ ഹെൽപ്പ് ചോദിച്ചാൽ തീർച്ചയായും അവര് വരും, പക്ഷെ നീ നിന്റെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ, എന്നോ ഇറങ്ങി പോയതല്ലേ, അപ്പൊ എങ്ങനെയാ നീ ഹെൽപ്പ് ചോദിക്കുക? യൂച്ചാങ്ങിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഗേറ്റിന് മുന്നിൽ നിന്നിട്ട് ഉറക്കെ അച്ഛനെ വിളിക്കും. അവിടെ സീനിയറും അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാവശ്യം ഭൂയനെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളും ഭൂയാനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ, താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇതെല്ലാം കേട്ട് അച്ഛൻ നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ? അപ്പോ അവൻ എനിക്ക് ഭൂയാനെ നല്ല ഇഷ്ടമാണ്, നിങ്ങൾ ഞങ്ങൾ രണ്ടാളെയും ഒന്നിപ്പിക്കണമെന്ന് അവൻ അച്ഛനോട് പറയും. അതേസമയം ഇവിടെ ഭൂയൻ എല്ലാവരെയും അടിച്ചിട്ട് അകത്തോട്ട് വരും. അവളുടെ നാനിയും അകത്തോട്ട് വരരുതെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അവള് അവരെയും ഒഴിവാക്കിയിട്ട് അകത്തോട്ട് വരും. എന്നിട്ട് അച്ഛനോട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, യൂച്ചാന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ ആ ഡോക്ടർ, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ദയവ് ചെയ്ത് അവരോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാവോ എന്ന് അപേക്ഷിക്കും. അപ്പൊ അവളുടെ സ്റ്റെപ്പ് മദർ 6 വർഷം മുമ്പ് ഈ കുടുംബത്തിന്റെ മാനം നശിപ്പിച്ചു പോയവളല്ലേ നീ ഒരു നാണവുമില്ലാതെ വീണ്ടും ഇതാ ഇപ്പോ തിരിച്ചു വന്നിരിക്കുന്നു, നീ കാരണം എന്റെ മകനെ ഇപ്പോ ഇതാ പുറത്താക്കിയിരിക്കുന്നു, അതോടെ നമ്മുടെ കമ്പനി
പ്രോഫിറ്റ് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് അവർ അവളോട് ദേഷ്യപ്പെടണേ. എന്ത് കമ്പനി പ്രോഫിറ്റോ? അവൻ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അവൻ കാരണം എത്ര പേരുടെ ജീവിതം സ്പോയിലായി എന്നറിയുമോ എന്ന് ബുയാൻ പറയുമ്പോൾ അച്ഛൻ അവളോട് നിനക്ക് കമ്പനിയാണോ മുഖ്യം അതോ ആരുടെയെങ്കിലും ജീവിതമാണോ എന്ന് ചോദിക്കും. അപ്പോ അവളെ ഒന്നും തന്നെ പറയില്ല. ശരി, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം, എന്നാൽ അതിന് പകരം നമ്മുടെ കമ്പനിക്ക് നീ കാരണം ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ എല്ലാം കടം നീ അടക്കണമെന്ന് പറയും. അന്നേരം അവൻ നശിപ്പിച്ചതിന് ഞാൻ എന്തിനാ അടക്കുന്നേ? പണം നമുക്ക് എപ്പോ വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷെ മനുഷ്യന്റെ ജീവൻ അങ്ങനെയല്ല. അതും നമ്മുടെ കമ്പനി മൂലമാണ് അവന്റെ ലൈഫ് സ്പോയിലായത്, അതിനെല്ലാം ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്ന് അവള് പറയും. അന്നേരം അച്ഛൻ നീ ഒട്ടും മാറിയിട്ടില്ല, നിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പുറത്താക്കും. എന്നാൽ അവള് എവിടേക്കും പോകാതെ അവിടെ തന്നെ ആ മഴയത്ത് അച്ഛനെയും കാത്തു നിൽക്കും. അവളുടെ ഈ നിസ്സഹായാവസ്ഥ കണ്ട് അവളെയും അച്ഛനിങ്ങനെ നോക്കി നിൽക്കാണ്. എന്റെ മകളെ കുറിച്ച് എനിക്കറിയാം, അവളൊരു വാശിക്കാരിയാണ്, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് അച്ഛൻ സീനിയറോട് പറയും. എന്നിട്ട് അച്ഛൻ ആ ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കും. എന്നാൽ അന്നേരം അവിടെ വെള്ളി വന്നിട്ട് ഞാനാണ് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് കള്ളം പറയും. അപ്പോ മറ്റേ ആന്റി, നോക്ക്, നിനക്കും വേണ്ടി വെള്ളി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? എന്നാൽ നിന്റെ ഭാര്യയോ നിന്റെ അമ്മക്ക് വയ്യാന്നറിഞ്ഞിട്ട് എവിടെ പോയി ഒളിച്ചിരിക്കാണ്, വെള്ളിയെ പോലുള്ള പെണ്ണാണ് നിനക്ക് മാച്ച് എന്നൊക്കെ ആ ആന്റി പറയുമ്പോ അവൻ ദേഷ്യത്തോടെ, ബുയാൻ എന്റെ വൈഫാണ്, അവളാണ് എനിക്ക് മുഖ്യം. അല്ല, നിനക്കെങ്ങനെ ആ ഡോക്ടറിനെ അറിയാം? അവർ റിട്ടയർഡ് ആയെന്നൊക്കെ കേട്ടിരുന്നല്ലോ. എന്തടാ, ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? നിനക്കും വേണ്ടി കഷ്ടപ്പെട്ട എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഡോക്ടർ വന്നിട്ട് അവരുടെ സർജറി എല്ലാം കഴിഞ്ഞു അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. ഇവിടെ ബുയാനാകെ മഴയിൽ നനഞ്ഞു ഒരു അവശ നിലയിലാണ്. അവൾക്ക് പനിയൊക്കെ പിടിച്ച് അവിടെ മയങ്ങി വീഴും. എന്നിട്ട് സീനിയർ അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ ട്രീറ്റ്മെന്റ് ചെയ്യും. അന്നേരം അവൻ ഈ ഒരു ചാൻസിൽ അവളോട് ക്ലോസ് ആവാമെന്ന് മനസ്സിൽ ചിന്തിക്കും. എന്നാൽ ഇതെല്ലാം നോട്ട് ചെയ്ത് അവളുടെ ഫ്രണ്ട് യൂച്ചാങ്ങിന് കോൾ ചെയ്യും. പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശേഷം അവനക്ക് മെസ്സേജ് അയച്ചിട്ട്, നിന്റെ പെണ്ണിന് ഇവിടെ തീരെ വയ്യ, നീ അവളെ കാണാൻ വരുന്നില്ലേ? നീ വരുന്നില്ലേ മേലാൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഇവിടെ സീനിയർ ഇതാണ് നല്ല ചാൻസ് എന്നും പറഞ്ഞ് അവൾ ഉറങ്ങിക്കിടക്കുന്ന നേരം പോയി അവളെ കിസ് ചെയ്യും. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വന്നിട്ട്, ആ ഇതാ നിന്റെ സൂപ്പ് റെഡിയായെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കും. ശേഷം നിങ്ങൾ പോയിക്കോളൂ, അവളെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഫ്രണ്ട് പറയും. അതേസമയം അവൾക്ക് സുഖമില്ലെന്നറിഞ്ഞ് ഹീറോ അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരും. അപ്പോ അവിടെ സീനിയറെ കണ്ടതും, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് അവനോട് അടിയുണ്ടാക്കും. എന്നിട്ട് അവനെ തള്ളിയിട്ട് ബൂയാനെ കാണാനായി പോകും. ഇവിടെ ബൂയാൻ ഉറക്കത്തിൽ പോലും ഹീറോന്റെ പേരാണ് പറയുന്നത്. നീ പേടിക്കാതെ, ഞാനിതാ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൻ പറയും. ഉടനെ ഫ്രണ്ട്, ഇനി മുതൽ അവളെ നന്നായി നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവള് സീനിയറേയും കൂട്ടി, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ, നമ്മൾ കട്ടുറുമ്പാകണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടുന്ന് പോകും. ഇവിടെ യൂച്ചാങ് രാത്രി മുഴുവൻ അവളുടെ കൂടെ ഉറങ്ങാതെ കിടക്കാണ്. അവളെ നന്നായി നോക്കുന്നുണ്ട്. കൂടാതെ അവൾക്ക് കഴിക്കാൻ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനക്ക് മെസ്സേജ് വരും. അപ്പോ അവൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ അവനക്ക് പറയാനുള്ളത് എഴുതി വെക്കും. നിനക്ക് ഞാൻ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയത്തിന് കഴിക്കണം, എനിക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ട് അവൾക്കൊരു ചുംബനവും കൊടുത്ത് അവൻ അവിടുന്ന് ഇറങ്ങും. ഇവിടെ അമ്മ അവനോട്, എന്നെ രക്ഷിച്ചത് വെള്ളിമോളാണ്, അതുകൊണ്ട് അവൾക്ക് നമ്മൾ എന്തായാലും നന്ദി ചെയ്യണം. അമ്മ പേടിക്കണ്ട, അമ്മയെ എല്ലാം ഞാൻ കണ്ടു നോക്കിയും ചെയ്താളാമെന്ന് അവൻ പറയും. അപ്പോ വെള്ളി, എനിക്കെന്തിനാ നന്ദിയൊക്കെ, എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ? അപ്പോ അമ്മ, അതേ മോനെ, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, നീയും അവളും ഉടനെ വിവാഹം കഴിക്കണമെന്ന് പറയും. ഉടനെ അവൻ വെള്ളിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരും. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, നമ്മൾ രണ്ടാളും ഒരിക്കലും ഒരുമിക്കില്ല എന്നല്ലേ? എന്നാ എനിക്ക് അതിലൊന്നും വിഷമമില്ല. ഇന്നലെ രാത്രിയിലെ ആ ഇടിവെട്ടുമഴയിലും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഡോക്ടറിനെയും അന്വേഷിച്ചു പോയത്. എന്താണെന്നാൽ എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമാണ്. എന്നാൽ ആ ബൂയാൻ എന്താ ചെയ്ത്, നിന്റെ അമ്മക്ക് തീരെ വെയ്യെന്നറിഞ്ഞതും ഓടിപ്പോയി ഒളിച്ചിരുന്നു. പോവന്, അതിന് നീ എന്തിനാ എത്ര വലിച്ചു നീർന്നത്? അവളെ പറ്റി നീ എന്തിനാ അന്വേഷിക്കുന്നേ? അവളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്തില്ലാലും കുഴപ്പമില്ല, അവളെന്റെ വൈഫാണ്, അത്ര തന്നെ. ഞാൻ നിന്നെ ഇതുവരെ ലവ് ചെയ്തിട്ടില്ല, ഇനി ലവ് ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് അവളോട് അവിടുന്ന് പോകാൻ പറയും. അന്നേരം അവൾ അവനെ പിടിച്ചു വെച്ചിട്ട്, ഇനി മുതൽ നീ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് അവനെ പിറകിലൂടെ കെട്ടിപ്പിടിക്കും. അപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ട് കറക്റ്റ് ടൈമിൽ ബൂയാൻ വരും. അല്ല, നിനക്ക് വെയ്യാത്തതല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് യൂച്ചൻ അവളോട് ചോദിക്കും. ഇന്നലെ രാത്രി വെള്ളി പോയി ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നു, അതുകൊണ്ട് അവളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് നീ പറ എന്നവൻ അവളോട് പറയും. അപ്പോ വെള്ളി, യൂച്ചന്റെ അമ്മക്ക് വെയ്യാതായപ്പോൾ നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ എല്ലാം സോൾവ് ആയെന്നറിഞ്ഞപ്പോൾ കാണാൻ വന്നിരിക്കുന്നു. അതുകൂടാതെ നിന്റെ ഹസ്ബൻഡ് എന്നെ ഹഗ് ചെയ്തിട്ടും നിനക്കൊരു കൂസലുമില്ലല്ലോ, നിനക്ക് ശരിക്കും അവരുടെ ലവ് ഉണ്ടോടി? നീ വെറും ഒരു പേരിന് മാത്രമാണോ വൈഫ് എന്നൊക്കെ ചോദിച്ച് അവളെ ഭ്രാന്ത് പിടിപ്പിക്കും. അപ്പൊ ബൂയൻ, അല്ല, അപ്പൊ നീ ചെയ്യുന്നതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോകാനാണോ നീ ഇതെല്ലാം ചെയ്തേ? എന്നാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, കാരണം എനിക്ക് യൂച്ചാനെ അത്രക്കും വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിക്കും. നിന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഞങ്ങളെ പിരിയിക്കാൻ പറ്റില്ല എന്നും പറയും. ശേഷം യൂച്ചങ്ങ്, വാ നമുക്ക് അമ്മയെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അകത്തോട്ട് കയറാൻ നിൽക്കും. അപ്പോ അവള്, വേണ്ട വേണ്ട, അമ്മക്ക് ഓൾറെഡി എന്നോട് ദേഷ്യമാണ്, ഞാൻ അകത്തു വന്നാൽ അമ്മക്ക് വീണ്ടും പ്രഷർ കൂടും, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. ശേഷം ബൂയാൻ വെള്ളിയോട്, അല്ല, നീ ഹെൽപ്പ് ചെയ്തതിന് പകരം
നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പോ അവളെ എന്തായാലും അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം, സോ ഞാൻ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ അകത്തോട്ട് പോകും. അമ്മയോടൊപ്പം അവർ രണ്ടാളും ഇരിക്കുന്നത് കണ്ട് ഭൂയാനാകെ സങ്കടമാകും. ശേഷം ഇവിടെ സീനിയർ അച്ഛനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞതിന് സമയമായെന്നും പറയും. അതിനുശേഷം അച്ഛൻ അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരും. അച്ഛനെ കണ്ട് കുട്ടികൾ രണ്ടാളും പേടിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോ അവൾ അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ടൊക്കെ വന്നേ, നീ പറഞ്ഞ പോലെ യൂച്ചാന്റെ അമ്മക്കും വേണ്ടി ഞാൻ ഡോക്ടറിനെ എല്ലാം സെറ്റാക്കി തന്നില്ലേ, ഇനി നീ നിന്റെ വാക്ക് എപ്പോ പാലിക്കുമെന്ന് ചോദിക്കും. അപ്പോ അവൾക്ക് മനസ്സിലാകും വെള്ളിയല്ല ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നതല്ലെന്ന്, അവൾ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി സത്യം എന്താണെന്നറിയാൻ അവൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കൺഫേം ചെയ്യും. ശേഷം അത് ചെയ്തത് അച്ഛനാണെന്നറിയുകയും ശേഷം അവൾ അച്ഛനോട് ശരി ശരി നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ കമ്പനി പ്രോഫിറ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് അവൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. ഇനി മുതൽ നീയാണ് നമ്മുടെ ഹുംഫോ ഗ്രൂപ്പിന്റെ പുതിയ സിഇഒ, മറക്കാതെ നാളെ മുതൽ കമ്പനിയിൽ വരണമെന്ന് അച്ഛൻ പറയും. അപ്പോ അവളെ എന്ത് സിഇഒ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ പിന്നെ നിന്റെ കമ്പനി ഷെയർസ് എല്ലാം എനിക്ക് എഴുതി തന്നിട്ട് അപ്പോ നിന്റെ കമ്പനിയും എന്റെ കമ്പനിയും ഒന്നായി നോക്കേണ്ട കടമ നിനക്കാണ്, സോ അതുകൊണ്ട് നിന്നെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എനിക്കും നിന്റെ അമ്മക്കും ഈ കമ്പനി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിനക്കറിയില്ലേ, അതുകൊണ്ട് നീ നിന്റെ അമ്മക്ക് വേണ്ടി നീ അത് ചെയ്യണമെന്ന് അച്ഛൻ പറയും. അപ്പോൾ അവൾ ഞാൻ യൂച്ചാന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നിട്ട് ചാർജ് എടുത്തോളാം എന്ന് പറയും. ഓ അതെല്ലാം നിന്റെ ഇഷ്ടമെന്ന് അച്ഛൻ പറയും. അപ്പോ അവൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ആ ഫാമിലിയിലേക്ക് തിരിച്ചു വരാനാണല്ലേ, ആ എനിക്കും വയസ്സായില്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോകും. ഇതേ കമ്പനിയിലാണ് വെള്ളിയും വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ കമ്പനിയിലെ മറ്റു സ്റ്റാഫ് അവളോട് പൂയാന്റെ കമ്പനി അവളുടെ അച്ഛൻ വാങ്ങിയിട്ടുണ്ടെന്നും അവളുടെ എല്ലാം നഷ്ടപ്പെട്ടെന്നും കൂടാതെ അവൾ കടത്തിൽ മുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും നൈറ്റ് ഫുൾ മഴയത്ത് ഈ കാര്യം പറഞ്ഞ് കെഞ്ചിയതും പറയും. ഇതൊക്കെ കേട്ട് വെള്ളിക്ക് നല്ല സന്തോഷമാകും. ഇനി അവളുടെ എല്ലാം നഷ്ടപ്പെട്ടു, യൂച്ചാനും വൈകാതെ നഷ്ടപ്പെടും എന്നും പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അങ്ങോട്ട് കമ്പനിയുടെ ന്യൂ സിഇഒ ആയിട്ട് ഭൂയാൻ വരും. പക്ഷെ വെള്ളിക്ക് അറിയില്ല അവളാണ് ന്യൂ സിഇഒ എന്നുള്ളത്. അങ്ങനെ അങ്ങോട്ട് ഭൂയാൻ വരികയാണ്. ഭൂയാൻ വന്നതും ആദ്യം തന്നെ കള്ളം പറഞ്ഞതിന് അവളുടെ മോന്ത കിട്ടുന്നു കൊടുക്കും. എല്ലാവരും നീ ആരോടി എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോ അവള് ഞാനാണ് ഭൂയാൻ എന്ന് പറയും. ഓഹോ അപ്പോ ഇവളാണോ നമ്മുടെ സിഇഒയുടെ മകളെ എന്ന് മറ്റേ സ്റ്റാഫ് പറയും. അപ്പോ വെള്ളി സിഇഒയുടെ ഏത് മകളെ, ഓൾറെഡി അവളുടെ അച്ഛൻ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ്, നീ ഇപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ, നീ നിന്റെ അച്ഛനോട് കെഞ്ചി കാല് പിടിക്കാൻ വന്നതാണോ എന്ന് അവൾ ചോദിക്കും. അപ്പൊ ഭൂയൻ ഞാൻ എന്തിനു വന്നെന്നും ആരെ കാണാൻ വന്നെന്നും നിങ്ങളെ പോലുള്ള എംപ്ലോയീസിനോടൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല, വർക്ക് ടൈമിൽ എന്താ നിങ്ങൾ ഇവിടെ ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കുകയാണോ, ഇങ്ങനെ ചെയ്താൽ നിങ്ങളെയൊക്കെ ഇവിടുന്ന് റെസിഗ്നേഷൻ ലെറ്റർ തന്ന് പറഞ്ഞു വിടേണ്ടി വരുമല്ലോ. അപ്പൊ വെള്ളി എന്ത് റെസിഗ്നേഷൻ ലെറ്ററോ, നീയാരാ ഇതൊക്കെ പറയാൻ, ഓവർ ആവില്ല മോളെ, ഇതിനു മുന്നേ ഫേക്ക് മാരേജ്, ഇപ്പൊ നീയാരാ ഫേക്ക് ബോസോ, നിനക്ക് മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്, എന്നോട് പുറത്തു പോകാൻ പറയാൻ നീയാരാ, മാനേജറോ അതോ സെക്യൂരിറ്റിയോ എന്ന് ഭൂയാൻ ചോദിക്കുമ്പോൾ മറ്റൊരു സ്റ്റാഫ് മാനേജറുടെ ഫേവറേറ്റ് എംപ്ലോയിയാണ് ഇവള് പറഞ്ഞാൽ മാനേജർ എന്തും ചെയ്യുമെന്ന് ഇവിടെയുള്ളവരൊക്കെ ബിൽഡപ്പ് കൊടുക്കും. എന്നാ ശരി നീ നിന്റെ മാനേജർ വിളിച്ചിട്ട് എന്നെ വന്ന് പുറത്താക്കാൻ പറ. അങ്ങനെ വെള്ളി മാനേജർക്ക് കോൾ ചെയ്യും. എന്നാൽ അയാൾ അവളുടെ കോളൊന്നും പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തുപറ്റി, നിന്റെ കോൾ അയാൾ എടുക്കുന്നില്ല, ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഭൂയാൻ മാനേജർക്ക് കോൾ ചെയ്യും. അപ്പോ അവൾ കോൾ ചെയ്തതും ഒരൊറ്റ റിംഗിൽ തന്നെ അയാൾ വേഗം കോൾ എടുക്കും. ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്, ആദ്യം എന്നെ വന്നൊന്ന് കാണേ, ഇവിടെ ഒരു കീടത്തിനെ തിരുത്തി ഓടിക്കാനുണ്ടെന്ന് പറയും. ഇത് കേട്ട് വേഗം അയാൾ അങ്ങോട്ട് ഓടിയെത്തും. എന്ത് പറ്റി, നിങ്ങൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്, അപ്പോഴേക്കും ഇന്ന് എത്തിയോ, അതെന്തേ, ഞാൻ എപ്പോ വരുമെന്നൊക്കെ നിങ്ങളോട് ഇൻഫോം ചെയ്യണോ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാലോ, അല്ല നിങ്ങൾ ആരെ റിസൈൻ ചെയ്യുന്ന കാര്യമാ പറഞ്ഞത്. അപ്പൊ ഭൂയൻ വെള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് ഇവളോട് ചോദിക്കുന്നത് നല്ലതെന്ന് പറയും. എന്താ വെള്ളി, നിനക്ക് കുറച്ച് ഫ്രീഡം തന്നെന്ന് കരുതിയിട്ട് ഓവർ ആകുന്നുണ്ടോ നീ, മേഡത്തോട് പുറത്തു പോകാൻ പറയാൻ നീയാരാ എന്നൊക്കെ പറഞ്ഞ് മാനേജർ അവളോട് ദേഷ്യപ്പെടും. എന്നിട്ട് ഭൂയൻ അവളോട് നിന്നിൽ നിന്നും എനിക്കൊരു കാര്യം കൺഫേം ചെയ്യാനുണ്ട്, അല്ല ആ ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ്, എന്റെ അച്ഛനാണോ അതോ വെള്ളിയാണോ എന്ന് മാനേജറോട് ചോദിക്കും. അപ്പോ അയാളെ ഇവൾ എന്നോട് ഹെൽപ്പൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ഡോക്ടറിനോട് ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ അയാളുടെ നിയല് പോലും കണ്ടിട്ടില്ല, ഇതൊക്കെ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയും. എന്നിട്ട് അയാൾ വെള്ളിയോട് അപ്പോ നീ ഇവരോടൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ നീ കൊണ്ടുവന്നതാണെന്നാണോ പറഞ്ഞത്, എന്താ വെള്ളി ഇതൊക്കെ വളരെ മോശം തന്നെ എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കുമെന്നും പറയും. എന്നിട്ട് അവരോടൊക്കെ ഇനി മുതൽ ഇവരാണ് നമ്മുടെ കമ്പനിയുടെ ന്യൂ സിഇഒ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ത് ന്യൂ സിഇഒയോ എന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്കാകും. എന്നിട്ട് ഭൂയൻ വെള്ളിയോട് നോക്കി ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ നിന്റെ ജോലി മര്യാദക്ക് ചെയ്തു തീർക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് വിരട്ടിപ്പോകും. അന്നേരം എല്ലാവരുടെയും ഫോണിലേക്ക് ഭൂയാനും സീനിയറും തമ്മിൽ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരും. എന്താ ഇത് സത്യമാണോ എന്നൊക്കെ എല്ലാവരും തമ്മിൽ സംസാരിക്കും. ഇത് കണ്ട ഭൂയാനും ആകെ ഷോക്കായിരിക്കാണ്. ഉടനെ തന്നെ വെള്ളി ഈ ന്യൂസ് യൂചാങ്ങിന്റെ അമ്മയ്ക്കും ഫോർവേഡ് ചെയ്യും. ഇവിടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവന്റെ അച്ഛൻ മരിച്ചത് ഭൂയാന്റെ അച്ഛൻ കാരണമാണെന്നുള്ളത് അമ്മ അവനിൽ നിന്നും പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതവൻ അറിഞ്ഞാൽ അവന്റെ കൺട്രോൾ പോകുമെന്ന് കരുതിയിട്ടാണ് അമ്മ അവനോട് പറയാത്തത്. അന്നേരം അമ്മ അവനോട് നീ ആ ഭൂയാനെ ഒഴിവാക്കുന്നതാണ് നല്ലത്, അതുമാത്രമല്ല അവളുടെ എൻഗേജ്മെന്റും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അവനക്ക് ആ ന്യൂസ് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് അവനാകെ ഷോക്കായിട്ട് അവിടുന്ന്
ഓടും. അതേസമയം ഭൂയാനും ഇതേപറ്റി ചോദിക്കാൻ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് വന്നിരിക്കാണ്. എന്താ ഇത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത്, എന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപറ്റി നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. അപ്പോ അച്ഛൻ പറയും, നമ്മുടെ കമ്പനി ലോസ് ആയ സമയത്ത് സീനിയറുടെ കമ്പനിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. അതുകൂടാതെ അവൻ എന്തൊരു ഹാൻസമാണ്, കൂടാതെ നല്ലൊരു ജോലിയുമുണ്ട്, നല്ലൊരു പണക്കാരനുമാണ്, നിന്നെ നന്നായി സ്നേഹിക്കുന്നുമുണ്ട്. യൂച്ചാനേക്കാളും എന്തുകൊണ്ടും നല്ലത് നിനക്ക് സീനിയറാണ്, അതുകൊണ്ട് നീ സീനിയറുമായുള്ള എൻഗേജ്മെന്റിന് സമ്മതിക്കണം എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കും. അപ്പോ അച്ഛൻ, അല്ല മോളെ, നീ എല്ലാം മറന്നുപോയോ, യൂച്ചാന്റെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നിന്നിൽ 2 കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്ന്, നീ നിന്റെ പ്രോഫിറ്റ് എല്ലാം എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു. രണ്ടാമത്തേത് ഇതാണ്, നീ അവനെ തന്നെ കല്യാണം കഴിക്കണം. ഇപ്പോഴും അവന്റെ അമ്മയുടെ അസുഖം ഭേദമായിട്ടില്ല, ഇനിയും ആ ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും ആ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നീ സീനിയറെ കല്യാണം കഴിക്കാതിരുന്നാൽ യൂച്ചാന്റെ കൈയുടച്ച് അവന്റെ ബോക്സിംഗ് കരിയർ തന്നെ ഞാൻ സ്പോയിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയെ, എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു എന്ന് ഇപ്പോ മനസ്സിലായി. നിങ്ങൾ ഇപ്പോഴും സെൽഫിഷാണ് എന്ന് പോയാൻ പറയുമ്പോൾ, ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാ, ബിക്കോസ് നീ എന്റെ മകളാണ്, നീ തിരിച്ചു വന്ന് നമ്മുടെ ഫാമിലിയിൽ സ്റ്റേ ചെയ്യണമെന്ന് അയാൾ പറയും. ഇപ്പോ സീനിയറും ഇവളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ അച്ഛനോട് മത്സരിച്ച് കഴിക്കാൻ നീ ആയിട്ടില്ല, ഇനി നീ അവന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് വാശി പിടിച്ചാൽ അവന്റെ ജീവൻ തന്നെ ആപത്തിലായിരിക്കുമെന്ന് പറയും. നീ കാരണമാണ് അവന്റെയും അമ്മയുടെയും കരിയർ നഷ്ടപ്പെട്ടതെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ, അവൻ നിന്നെ വെറുതെ വിടില്ല. വാ, നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ നടക്കും. അപ്പോ അവൾ, എന്തിനാ വീട്ടിലൊക്കെ വെച്ച് സംസാരിക്കുന്നേ? അപ്പോ അവൻ, നമ്മുടെ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ആണ്, അപ്പോ നമ്മൾ രണ്ടുപേരും എപ്പോഴും കൂടെ ഉണ്ടായിക്കൂടെ, അതാ നിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നേ. കൂടാതെ ഷിയാങ്ങിന്റെ കാര്യത്തിനും നീ അറിയാതെ അച്ഛൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവള്, എന്റെ അച്ഛൻ എന്ത് ചെയ്താലും ശരി, നിനക്ക് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ മാത്രമേ കഴിയൂ, എന്റെ മനസ്സിൽ ഫുൾ യൂച്ചാനാണെന്ന് അവൾ പറയും. ഈ വിഷയമെല്ലാം അറിഞ്ഞ് റിപ്പോർട്ടേഴ്സൊക്കെ വന്ന് അവളെ ഇന്റർവ്യൂ എടുക്കാണ്. നിങ്ങൾ സീനിയറുമായി എൻഗേജ്മെന്റ് നടക്കാൻ പോകാണെന്ന് കേട്ടു, അപ്പോ നിങ്ങൾ യൂച്ചാനുമായി ബ്രേക്കപ്പ് ആയോ? അപ്പോ കറക്റ്റ് ടൈമിൽ യൂച്ചാൻ അങ്ങോട്ട് വരും. അപ്പോ അവൾ അവനെ നോക്കിയിട്ട് അവർക്ക്, അതെ, കേട്ടതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് അവർക്ക് മറുപടി കൊടുക്കും. ഇത് കേട്ട് അവനാകെ ഷോക്കായി സങ്കടപ്പെട്ടിരിക്കും. എന്നാൽ അവൾ അവനെ കണ്ടിട്ടും കാണാത്ത പോലെ നടന്ന് മെയിൻറ്റ് ചെയ്യാതെ അവിടുന്ന് പോകും. അതേസമയം ബോയാന്റെ അച്ഛൻ വന്നിട്ട്, നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, നീ നന്നായി പഠിക്കുന്നൊരു പയ്യനാണ്, പക്ഷെ കാശില്ലാത്തത് കൊണ്ട് നിനക്ക് കോളേജ് മുഴുവനാക്കാൻ സാധിച്ചില്ല, ബോക്സിംഗിൽ നിന്നും നിന്നെ പുറത്താക്കി. ഞാൻ നിനക്കൊരു കമ്പനി വെച്ച് തരാം, അത് നടത്തി നീ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോ, ഇനി മുതൽ ബൂയാന്റെ ഫാമിലിയിൽ ഇന്റർഫിയർ ആകരുതെന്ന് പറയും. അപ്പോ നിങ്ങളാണല്ലേ ബൂയാനെ സീനിയറുമായി ഫോഴ്സ് ചെയ്ത് എൻഗേജ്മെന്റിന് നിർബന്ധിപ്പിച്ചത്? അപ്പോ അച്ഛൻ പറയും, നീ കാരണമാണ് അവളെ 6 വർഷം മുമ്പ് വീട് വിട്ട് പുറത്താക്കിയത്. ഇത് കേട്ട് അവനാകെ ഷോക്കായിട്ട്, എന്ത്, ഞാൻ കാരണം 6 വർഷം മുമ്പ് പുറത്താക്കിയെന്നോ, എന്ത്, അതൊക്കെ എന്തിനാ എന്നവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ വാ തുറന്ന് കമാന്നൊരു അക്ഷരം പോലും പറയാതെ, അവനോട് കാരണമെന്നും പറയാതെ, നിനക്കും വേണ്ടി ബൂയാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? നിന്റെ അമ്മയെ ചികിത്സിക്കാൻ ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി നൈറ്റ് ഫുൾ ആ പെരുമഴയത്ത് വീടിന് മുറ്റത്തായിരുന്നു അവൾ. അപ്പോഴാണ് അവൻക്കും സത്യം മനസ്സിലായത്. അതുകൊണ്ടായിരുന്നു അവൾക്ക് അന്ന് പനി പിടിച്ചതെന്നൊക്കെ അവൻക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ ചെയ്തത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഞങ്ങളുടെ കമ്പനി കാരണമാണ് നിന്റെ ലൈഫ് സ്പോയിൽ ആയത്, അതുകൊണ്ട് നിന്റെ അമ്മക്ക് അവളെ ഹെൽപ്പ് ചെയ്തതാണ്. ഇനി മുതൽ അവളുടെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോകും. ഇവിടെ വെള്ളി യൂച്ചാനോടെ, ബൂയാനൊരു ഫ്രോഡാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവൾ ആ സീനിയറെ വിവാഹം കഴിക്കാൻ പോകാണെന്ന് പറഞ്ഞു അവന് ദേഷ്യം പിടിപ്പിക്കും. അപ്പോ അവൻ, അല്ല, എന്റെ അമ്മക്കും വേണ്ടി നീയാണ് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നത്? ആടാ, ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത്, എന്താ നിനക്കൊരു സംശയമെന്ന് അവൾ ചോദിക്കും. അപ്പോ അവൻ, നീ എന്തൊരു നുണച്ചിയ, നീ എന്നെയും എന്റെ അമ്മയെയും ഇതുവരെ പറ്റിക്കുമായിരുന്നു, ഇനി നിന്റെ ഈ മൂഞ്ചി എന്റെ നിയൽവട്ടത്ത് പോലും കാണരുതെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. ഇവിടെ യൂച്ചൻ ബൂയാനെ കാണാനായി വന്നിരിക്കാണ്. അവനെ കണ്ടതും കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷെ അവൾ കുഞ്ഞുങ്ങളോട്, നിങ്ങൾ മുകളിൽ പോയി കളിക്കാൻ നോക്ക്, ഞാൻ ഇവനോട് കുറച്ച് സംസാരിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പോ അവൻ അവളെ ഹഗ് ചെയ്തിട്ട്, നീ എനിക്ക് വേണ്ടി എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നീ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നത്, നീ എന്താ ഈ കാര്യം എന്നോട് പറയാതിരുന്നേ എന്നൊക്കെ ചോദിക്കും. അപ്പോ അവൾ അവന്റെ ദേഹത്തെ പാടൊക്കെ കണ്ടിട്ട്, ഇതെന്താടെ, എങ്ങനെ സംഭവിച്ചേ, നീ എന്റെ അച്ഛനെ കണ്ടിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കും. അപ്പോ അവൻ, അതെ, നീ പേടിക്കണ്ട, ഈ വിഷയം ഞാൻ ഹാൻഡിൽ ചെയ്താളാമെന്ന് പറയും. അപ്പോ അവൾ, എന്ത് ഹാൻഡിൽ ചെയ്യാം, നിനക്ക് ഈ അടിപിടിയല്ലാതെ വേറെ എന്ത് കാര്യമാ അറിയാം? നോക്ക്, ഞാൻ ഓൾറെഡി സീനിയറുമായി എൻഗേജ്മെന്റ് ആയിട്ടുണ്ട്, ഇനി നമ്മൾ രണ്ടാൾക്കും തമ്മിൽ ഒന്നും തന്നെ ഇല്ല, കൂടാതെ നമ്മുടെ കോൺട്രാക്റ്റും അവസാനിച്ചു, ഇനി നീ നിന്റെ വഴി നോക്കി പോകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൻ അവളെ സഡൻലി കിസ് ചെയ്യും. ഉടനെ അവൾ അവന്റെ കണ്ണും നോക്കി ഒരൊറ്റ അടി കൊടുക്കും. നീ കാരണമാണ് ഞങ്ങളുടെ കമ്പനി നശിച്ചത്, ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പേടിയാണ്, കൂടാതെ കുട്ടികളും നിന്റെ കൂടെ നിന്നെ പഠിച്ച് ജീവിച്ചാൽ അവരും കഷ്ടപ്പെടും, ഞാനും ഒരുപാട് ട്രൈ ചെയ്തില്ല, ഇനി എനിക്കതിന് സാധിക്കില്ല. അപ്പോ അവൻ സങ്കടത്തോടെ, തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു നീ സീരിയസ് ആണെന്ന്, അപ്പോ എനിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ എനിക്ക് നിന്നെ പിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്, ബട്ട് അപ്പോഴൊക്കെ നിന്റെ മനസ്സിൽ സീനിയർ ആയിരുന്നല്ലേ, ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എന്നെ ചതിക്കുമായിരുന്നെന്ന്. അപ്പോ അവൻ കാരണമാണ് ഞങ്ങളുടെ കമ്പനി ഒരു നിലക്ക് നിൽക്കുന്നത്, ഞങ്ങളുടെ കമ്പനിയെ അവനക്ക് സഹായിക്കാൻ കഴിയും, പക്ഷെ നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോ അവൻ പറയും, വെള്ളി പറഞ്ഞത് സത്യമാണ്, നമ്മുടെ സ്റ്റാറ്റസിലുള്ളവരെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഞാൻ തുടക്കത്തിൽ നിന്നെ
ലവ് ചെയ്തത് സത്യമായിരുന്നു, പക്ഷെ ഇപ്പോ അതിന് സാധിക്കില്ല എന്നവൾ പറയുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്നത് നിനക്ക് അത്ര കഷ്ടമാണെന്ന് അവൻ സങ്കടത്തോടെ ചോദിക്കും. അപ്പോ അവൾ ആ അതെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇവിടെ നിന്ന് മോങ്ങി മോങ്ങി കരയാണ്. ഇവിടെ യൂച്ചാന്റെ അമ്മ നമുക്ക് പഴയ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യണേ. അങ്ങനെ തിങ്സ് എല്ലാം വെള്ളിയും അമ്മയും പാക്ക് ചെയ്യുന്നതിനിടയിൽ വെള്ളിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ കിട്ടും. അപ്പോ അമ്മ ഇത് യൂച്ചാന്റെ കണ്ണിൽ കാണാതെ സൂക്ഷിക്കണമെന്ന് അവളോട് പറയും. യൂച്ചാന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇയാളാണ്, അതുകൊണ്ട് ഈ ഫോട്ടോ അവൻ കാണാൻ പാടില്ലെന്ന് അമ്മ അവളോട് പറയും. എന്നാൽ ഈ ഫോട്ടോയിലുള്ളത് ഭൂയാന്റെ അച്ഛനാണെന്ന് അവൾ അന്വേഷിച്ച് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ വെള്ളി അത് യൂച്ചാൻ കാണാനും വേണ്ടി അത് അവിടെ തന്നെ താഴെയിടും. ഇത് കണ്ട യൂച്ചാൻ എന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇയാളല്ലേന്ന് പറഞ്ഞ് ടെൻഷൻ ആകാൻ തുടങ്ങും. എന്തായാലും ശരി, അവനെ തേടി പിടിച്ച് കണ്ടെത്തി ഞാൻ ആരാണെന്ന് അവനക്ക് കാണിച്ചു കൊടുക്കും എന്നാൻ പറയുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ട് അതിന് പറ്റില്ലടാ മോനെ, അവനുമായി അടിയുണ്ടാക്കാൻ നിനക്ക് കഴിയില്ല. എന്തെന്നാൽ അവനൊരു സാധാരണ ആളല്ല, അവൻ നിന്നെയും കൊല്ലുമെന്ന് അമ്മ അവനോട് പറയും. അന്നേരം വെള്ളി ആ ഫോട്ടോ നോക്കിയിട്ട് ഇത് ഭൂയാന്റെ അച്ഛനാണെന്ന് പറയും. അത് അറിഞ്ഞതും അവൻ അയാളെ കാണാനായിട്ട് വരും. നീയല്ലേ എന്റെ അച്ഛനെ കൊന്നത് എന്നും പറഞ്ഞ് അച്ഛൻക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. നീ അവന്റെ മകനാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കാം? എന്നിട്ട് അസിസ്റ്റന്റിനോട് ഇവന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കാൻ പറയും. അതുവരേക്കും അവനോട് ഗസ്റ്റ് റൂമിൽ സ്റ്റേ ചെയ്യാൻ പറയും. ഇവൻ ചെറിയ പയ്യനായിരുന്ന സമയത്ത് ഇവൻക്ക് അച്ഛനില്ലാന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് അവനെ കളിയാക്കിയിരുന്നു. കൂടാതെ പഠിത്തത്തിൽ മിടുക്കനായിരുന്ന അവൻ കുടുംബത്തിനും വേണ്ടി പഠിത്തം മുടക്കി ബോക്സിംഗിൽ ചേർന്നു. ഇതെല്ലാം സങ്കടത്തോടെ ആലോചിച്ച് അവൻ ഡ്രിങ്ക് അടിക്കാൻ തുടങ്ങി. അപ്പൊ അവനെ കണ്ട് ഭൂയാൻ നീ എന്താടാ ഇവിടെ ചെയ്യുന്നേ? എന്റെ അച്ഛൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറയും. ആടി, നിന്റെ അച്ഛൻ ഒരു പണക്കാരനാണ്, പക്ഷെ നിന്റെ അച്ഛൻ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഭയപ്പെടുത്തും. നിന്നെ ബോക്സിംഗിൽ നിന്നും ബാൻ ചെയ്തതിനാണോ നീ ഇവിടെ വന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നേ? നീ പേടിക്കാതെ അത് ക്യാഷ് കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്ത് നിന്നെ രക്ഷിക്കാമെന്ന് അവൾ അവനോട് പറയും. ഇതേ സമയം അച്ഛനെവിടെ? അപ്പൊ അവരുടെ മകനാണ് യൂച്ചൻ. പാം അവന്റെ കുടുംബത്തെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ സെറ്റിൽമെന്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവരുടെ ഷെയർസിന്റെ പകുതി അവന്റെ പേരിൽ എഴുതി കൊടുക്കും. കൂടാതെ അസിസ്റ്റന്റിനോട് ഹീറോയിനും സീനിയറും തമ്മിലുള്ള എൻഗേജ്മെന്റും ക്യാൻസൽ ചെയ്യാൻ പറയും. എന്താ സാർ നിങ്ങൾ ഈ പറയുന്നേ? ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിക്കും, അത് നിങ്ങൾക്ക് അറിയില്ലേ? അവൻ കേസ് കൊടുത്താൽ അത് നമ്മൾക്കും പ്രോബ്ലം ആണെന്നും പറയും. എന്നാൽ ഇതെല്ലാം നമ്മുടെ സീനിയർ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാണെന്ന് കേട്ടു. എന്താ നിങ്ങളുടെ ഫ്രണ്ട് മരിച്ചുപോയെന്ന് കരുതിയിട്ട് യൂച്ചാനെയും നിങ്ങളുടെ മകളെയും ഒന്നിക്കാൻ നോക്കുകയാണോ? എന്നെ നിങ്ങൾ മണ്ടനാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ സീനിയർ ചോദിക്കും. അപ്പോ അച്ഛൻ അതുമാത്രമല്ല കാരണം, എന്റെ ഫ്രണ്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നേൽ നിനക്ക് മുന്നിൽ അവർ ഓരോരുത്തരെയും മനസ്സിലാകുമായിരുന്നു. ഇവിടെല്ലാം വിധിയുടെ വിളയാട്ടമാണ് എന്ന് അച്ഛൻ പറയും. എന്തായാലും അച്ഛൻ ഭൂയാനെയും യൂച്ചാനെയും ഒന്നിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ സീനിയർ അച്ഛൻക്ക് ഏതോ ഒരു ടാബ്ലറ്റ് മാറി കൊടുക്കും. ശേഷം കുറച്ചു കഴിഞ്ഞതും അച്ഛന് എന്തൊക്കെയോ അസ്വസ്ഥത വരാൻ തുടങ്ങും. അയാൾക്ക് നല്ല നെഞ്ഞുവേദന വന്നു തുടങ്ങുന്നുണ്ട്. ഇതേ ടൈം യൂച്ചാങ് വന്നിട്ട് നിങ്ങൾ ഞാനാരാണെന്ന് തേടി കണ്ടുപിടിച്ചില്ലേ, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോ അച്ഛൻ ഞാനാണ് നിന്റെ അച്ഛൻ മരിക്കാൻ കാരണമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കവേ യൂച്ചാങ് വന്ന് ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിൽ പിടിക്കും. അപ്പോ ഇത് കണ്ടുകൊണ്ട് ഭൂയാൻ അങ്ങോട്ട് വരും. അപ്പോഴേക്കും അച്ഛൻ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴും. അപ്പൊ ഈ സ്റ്റെപ്പ് മദർ ആ കോൺട്രാക്ട് കാണും. ഇവരെന്തിനാ യൂച്ചാന്റെ പേരിൽ 50% കമ്പനി ഷെയർസ് എല്ലാം എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് പറയും. അപ്പോഴേക്കും അവർ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോ സീനിയർ വന്നിട്ട് അച്ഛൻക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ കോമയിലാണ്, ഹോസ്പിറ്റലിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് സീനിയർ പറയും. അപ്പോ ഈ നാനി വന്നിട്ട് വളരെ ദേഷ്യത്തോടെ ഭൂയാനോട് ഒരു കുഴപ്പവുമില്ലാത്ത മനുഷ്യനായിരുന്നു, നീ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് വയ്യാതായത്, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകും, നീ ഇതെല്ലാം പണത്തിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അവളെ അടിക്കാൻ നിൽക്കും. അതുകൂടാതെ അദ്ദേഹം എന്തിനാണ് ആ യൂച്ചാന് ഷെയർസ് എല്ലാം എഴുതി കൊടുത്തത്, നീ അതെല്ലാം അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാകും എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ നിൽക്കും. അടികൊള്ളാതിരിക്കാൻ സീനിയർ അവരെ തടുക്കുന്നുമുണ്ട്. ശേഷം ഭൂയാൻ യൂച്ചാനോട് എന്റെ അച്ഛൻ എന്തിനാണ് നിനക്ക് ഷെയർസ് എല്ലാം എഴുതി വെച്ചേ, നീ എന്താടാ എന്റെ അച്ഛനെ ചെയ്തേ എന്നൊക്കെ അവൾ ചോദിക്കും. അപ്പോ അവൻ ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല, നിന്റെ അച്ഛൻ ചെയ്തതിന് ഇങ്ങനെ ഒരുപാട് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അപ്പോ അവൾ എനിക്കെല്ലാം മനസ്സിലായി, അച്ഛൻ നമ്മൾ രണ്ടാളെയും വേർപ്പെടുത്തിയത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ. അപ്പൊ അവൻ ദേഷ്യത്തോടെ എന്താടി ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ നിന്റെ സംസാരം, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ പോയി പോലീസിന് കോൾ ചെയ്യുമെന്ന് അവൻ പറയും. പോലീസ് വന്നാൽ എല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളോട് ചൂടാകും. അപ്പോ സീനിയർ അങ്ങോട്ട് വന്ന് അവളെ സേഫ് ആക്കിയിട്ട് എന്താടാ നീ ചെയ്യുന്നേ, നിനക്ക് ഷെയർസ് എല്ലാം കിട്ടിയെന്ന് കരുതിയിട്ട് നീ വലിയ ആളാകാനൊന്നും നോക്കണ്ട, ഇത് എന്റെ ഫിയാൻസിയാണ്, അവൾക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കിട്ടിയ ചാൻസിൽ അവൻ ഗോൾ അടിക്കും. അപ്പോ യൂച്ചാൻ നിന്റെ ഫിയാൻസിയെ നീയല്ല സംരക്ഷിക്കേണ്ടത്, നെക്സ്റ്റ് ടൈം അവൾ എന്റെ കടുത്തേക്ക് വരാതെ നോക്കിക്കോ എന്ന് പറയും. അപ്പോ അവനക്ക് ഭയങ്കര ഡൗട്ട് അടിക്കും. അവൻ അച്ഛന്റെ റൂമിലേക്ക് പോകുന്ന അതേ ടൈമിലാണ് സീനിയർ റൂമിൽ നിന്നും ഇറങ്ങിയത്. അതെല്ലാം ആലോചിച്ച് അവനായിരിക്കും അച്ഛനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. ഈ ടൈമിൽ ഭൂയനെ അവന്റെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലെന്നൊക്കെ അവൻ മനസ്സിൽ പറയും. ഇവിടെ ഭൂയാൻ അച്ഛനോട് എന്നോട് ക്ഷമിക്കാച്ച, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് എല്ലാ പ്രശ്നവും ഉണ്ടായത്, നമ്മുടെ ഫാമിലിക്കും യൂച്ചാന്റെ ഫാമിലിക്കും എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും യൂച്ചാൻ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയും. അപ്പോ അവരുടെ സെർവന്റ് ഓടി വന്നിട്ട് യൂച്ചാൻ അവന്റെ ആളുകളെ എല്ലാം കൂട്ടി വന്നിട്ടുണ്ട് എന്ന് പറയും. ഉടനെ ഭൂയാൻ പോയിട്ട് അവനോട് എന്റെ അനുമതിയില്ലാതെ ചെയർമാനെ ആർക്കും കാണാൻ പറ്റില്ല, ഇതെന്റെ വീടാണ്, നീ വേഗം ഇവിടുന്ന് നിന്റെ ആളുകളെയും കൂട്ടി പോകാൻ നോക്കെന്ന് പറയും. അപ്പോ അവൻ എന്താ മോളെ നീ അങ്ങ് മറന്നോ, ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല,
എനിക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് അവൻ പറയും. എന്ത് ഹസ്ബൻഡോ, ഞാൻ ഓൾറെഡി ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് അവൾ പറയും. അപ്പോ അവൻ, ഓഹോ നീ മാത്രം അങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതിയോ, ഞാൻ അതിൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഇപ്പോഴും ഞാൻ നിന്റെ ഹസ്ബൻഡ് ആണെന്ന് അവൻ പറയും. അതുകൂടാതെ എനിക്ക് ഈ ഹുംഫു ഗ്രൂപ്പിൽ 50% ഷെയർസും ഉണ്ട്, അപ്പോ ഈ വീട്ടിലെ പകുതി എനിക്ക് സ്വന്തം, ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇത്രയൊക്കെ റീസൺ പോരെയെന്ന് അവൻ അവളോട് ചോദിക്കും. ഇത് കേട്ട് ആകെ ദേഷ്യം വന്ന ബൂയനെ അവനെ അടിക്കാൻ നിൽക്കവേ അവൻ അവളുടെ കൈ പിടിച്ചു വെക്കും. ആഹാ, ഹുംഫു ഗ്രൂപ്പിന്റെ ചെയർമാനെയാണോ നീ അടിക്കാൻ നോക്കുന്നേ, എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വെച്ച ഈ ടോപ്പിൽ നിൽക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങ് ബാങ്ക് കറപ്റ്റ് ആക്കിയിട്ട് മാറ്റും, പിന്നെ നിങ്ങളാകെ കഷ്ടപ്പെട്ട് റോഡ് തണ്ടേണ്ടി വരും. അപ്പൊ ഹീറോയിന്റെ നാനി വന്നിട്ട് ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് ബൂയനെ അടിക്കാൻ നിൽക്കും. അപ്പൊ യൂച്ചൻ അവരുടെ കൈ തടഞ്ഞു വെച്ചിട്ട്, നിങ്ങളാരാ എന്റെ ഭാര്യയുടെ മേൽ കൈ ഉയർത്താൻ, ഞാനിവിടുന്ന് പോകുന്നത് വരെ അവളെ ടോർച്ചർ ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല, മര്യാദക്ക് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് അവരോട് പോകാൻ പറയും. അപ്പോ ആ നാനി, എന്നോട് വീട് വിട്ട് പോകാൻ പറയാൻ നീയാരാ, ഞാൻ ചെയർമാന്റെ ഭാര്യയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവർ പറയും. അപ്പോ അവന്, എന്ത്, എല്ലാ ഷെയർസും എന്റെ പേരിൽ എഴുതി വെച്ചിട്ട് ശരീരം വയ്യാതെ തളർന്നു കിടക്കുന്ന ആ കിളവന്റെ വൈഫോ, ആഹാ നല്ല കാര്യം, ഞാൻ വീട്ടുജോലി ചെയ്യാൻ ഒരു വേലക്കാരിയെ നോക്കിയിരിക്കുവായിരുന്നു, ആ ഇപ്പോ ആളെ കിട്ടി, ഇനി മുതൽ എല്ലാ വേലയും നീ ചെയ്യണമെന്ന് അവൻ അവരോട് പറയും. അപ്പോ ആ നാനി ഭയങ്കര ദേഷ്യത്തോടെ, എന്റെ മകൻ വന്നിട്ട് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്, നിങ്ങളെയെല്ലാം അവൻ അടിച്ച് തുരത്തി ഓടിക്കുമെന്ന് പറയും. ശേഷം യൂച്ചൻ അവന്റെ ആളുകളോട് അവന്റെ തിങ്സ് എല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ പറയും. അപ്പൊ ബൂയാൻ, എന്താ നിന്റെ മനസ്സിൽ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ നടക്കില്ല, എനിക്ക് നിന്റെ മേൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോ യൂച്ചൻ, വില്ലേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാളും മഴയത്ത് വെള്ളം ചൊരുന്ന വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണ്, അപ്പോ ഇനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് അവളെയും തൂക്കിപ്പോകും. ഈ ഒരു സീൻ കണ്ട് സീനിയറാകെ ടെൻഷനായിരിക്കാണ്. ഇവിടെ അവളെ എടുത്തോണ്ട് വന്ന് കഥക് കുറ്റിയിടും. അപ്പോ അവൾ എന്നെ വിടടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പോ അവൻ വന്നിട്ട്, നീ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്, ഒരു പക്ഷെ നിന്റെ അച്ഛന് ഇങ്ങനെ വരാൻ കാരണം ഞാനാണെന്ന് കരുതിയിട്ടാണോ, അതോ നിന്റെയും സീനിയറുടെയും എൻഗേജ്മെന്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണോ, ആദ്യം നീ പറ, നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്റെ അച്ഛനാണോ, അതിന് എന്താ കാരണം എന്നവൾ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. എന്റെ സമ്മതത്തോടു കൂടിയാണ് സീനിയറുമായുള്ള എൻഗേജ്മെന്റ്, അതിന് നിനക്കെന്താടാ പ്രശ്നം. അപ്പൊ യൂറ്റാൻ പറയും, സീനിയർ ചെയ്യുന്നത് ഒരു വഞ്ചനയാണ്, അപ്പൊ നീ ചെയ്യുന്നതോ, നീ എന്റെ അച്ഛന്റെ സ്വത്ത് മോഹിച്ചു അച്ഛനെ കൊല്ലാൻ നോക്കിയില്ല എന്ന് പറയുമ്പോൾ അവൾക്കാകെ ദേഷ്യം വന്ന് അവൻ അവളെ കിസ് ചെയ്യും. ഇവിടെ ഇവർ രണ്ടാളും ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കുന്നത് സീനിയറിന് തീരെ സഹിക്കുന്നില്ല. അവൻ വന്ന് ചെങ്ങിനോട്, മോളെ അമ്മയോട് പോയിട്ട് പറ ഷിയാങ്ങിന് തീരെ വെയ്യെന്ന്, വേഗം പോയി അമ്മയെ വിളിച്ചോണ്ട് വാ എന്ന് പറയും. അവൻ പറഞ്ഞ പോലെ ചെങ്ങ് ബൂയാനെയും കൂട്ടി വരും. എന്നാൽ ഷിയാങ് അവിടെ നോർമലായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്തു പറ്റി നിനക്ക് വെയ്യെന്നൊക്കെ കേട്ടല്ലോ, എന്താ നിനക്ക് പറ്റിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ, എനിക്കൊന്നുമില്ലല്ലോ അമ്മ എന്ന് പറയും. എന്താ മോളെ, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണോ, എനിക്കൊരു പ്രോബ്ലവും ഇല്ലല്ലോ, അപ്പൊ നീ എന്നോട് കളവ് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ച് അവളെ ചീത്ത പറയും. അപ്പോ അവള് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട്, അമ്മേ എന്നോട് ക്ഷമിക്കാമേ, ഞാൻ കളവ് പറഞ്ഞതൊന്നുമല്ല, ആ സീനിയർ അങ്ങൾ എന്നോട് ഷിയാങ്ങിന് വെയ്യാന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിച്ചതാണെന്ന് പറയും. അപ്പോ കറക്റ്റ് ടൈം യൂച്ചാൻ വന്നതും കുട്ടികൾ രണ്ടാളും സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടിപ്പോകും. ഷിയാങ് അവനോട് കുറുമ്പിലായിരിക്കും. എന്താടാ എന്നോട് ദേഷ്യമുള്ള പോലെ എന്നവൻ ചോദിക്കുമ്പോൾ, നീ ഞങ്ങളെ വിട്ടു പോകില്ലെന്ന് ഞങ്ങൾക്ക് പ്രോമിസ് തന്നതല്ലേ, പിന്നെ നീ എന്തിനാ പ്രോമിസ് ബ്രേക്ക് ചെയ്തേ എന്ന് ഷിയാങ് ചോദിക്കും. സോറിടാ, അത് എന്റെ തെറ്റാണ്, പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇപ്പൊ എല്ലാവരും ഒന്നായില്ലേ എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ജോളിയായിരിക്കും. അപ്പോ അവൻ ഷെങ് കരയുന്നത് കണ്ടിട്ട്, ഷെങ് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവളെയും വിളിച്ച് രണ്ടാളെയും അവൻ മടിയിലിരുത്തും. എന്നിട്ട് നീ അമ്മയോട് സോറി പറ, അപ്പോ അമ്മ നിന്നോട് ക്ഷമിക്കുമെന്ന് പറയും. അപ്പൊ അവളും, ആ സോറി അമ്മ. അപ്പോ അവളെ, ആ ഓക്കെ. ഷെങ് കരയുന്നത് കണ്ട് ഷിയാങ് അവളെ തോണ്ടി കളിയാക്കും. ഇവർ മൂന്നുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് ബൂയാനും ഹാപ്പിയാകും. ശേഷം വാ ഉറങ്ങാനായി എന്നും പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടി അവൾ റൂമിലേക്ക് പോകും. ശേഷം അവരെ ഉറക്കി അവൾ ഡോറടക്കാൻ നേരം അങ്ങോട്ട് സീനിയർ അവളോട് സംസാരിക്കാനായിട്ട് വരും. നീ ഫ്രീ ആണോ, എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോ അവള്, ഇന്ന് വേണ്ട, കുട്ടികളൊക്കെ ഉറങ്ങി, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയും. അപ്പോ അവൻ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഷെങ്ങിനോട് നുണ പറഞ്ഞ് നിന്നെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്, നിന്നെ ആ യൂറ്റാൻ വല്ലതും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. അപ്പോ അവൾ വളരെ കോപത്തോടെ, ഷിയാങ്ങിന്റെ പ്രോബ്ലം നിനക്കറിയുമല്ലോ, നീ അവന്റെ ഡിസീസ് വെച്ച് എന്നെ പറ്റിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കുട്ടികളെ വെച്ച് നുണ പറയുന്നത് എന്ത് വലിയ തെറ്റാണെന്ന് നിനക്കറിയില്ലേ, അതെനിക്കറിയാം, നീ കഷ്ടപ്പെടുന്നതും എനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചാലോ, അപ്പൊ നമുക്ക് രണ്ടാൾക്കും അവനെ നന്നായി നോക്കാമെന്ന് അവൻ പറയുമ്പോൾ, എനിക്ക് നിന്റെ മേൽ ഒരു ഫീലിംഗ്സും ഇല്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ നീ എന്തിനാ കല്യാണം കഴിഞ്ഞ ഈ എന്റെ പിറകെ നടക്കുന്നേ, ഇനി എനിക്ക് ഇതും കൂടെ താങ്ങാൻ വയ്യ, ഒരുപാട് കഷ്ടതകൾ താങ്ങി മടുത്തു, സോ ഞാനിത് ഒറ്റക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളാമെന്ന് അവൾ പറയും. അപ്പോ കറക്റ്റ് ടൈമിൽ ഇത് കേട്ടുകൊണ്ട് യൂച്ചാൻ അങ്ങോട്ട് വരും. എന്നിട്ട് അവൻ അകത്തോട്ട് കയറാൻ നിൽക്കുമ്പോൾ സീനിയർ അവനെ പിടിച്ചു വെച്ചിട്ട്, നീ ഇത് എവിടേക്കടാ കയറി പോകുന്നേ, ഇവളെന്റെ ഫിയാൻസിയാണ്, നിനക്ക് ഇവിടുന്ന് ഇത്രയും ധൈര്യം, അതും എന്റെ മുന്നിലൂടെ അകത്തോട്ട് കയറാൻ. അപ്പോ യൂച്ചൻ, ഇവൻ വെറും ഫിയാൻസിയല്ലേ, ഇവന്റെ സംസാരം കേട്ടാൽ നിന്റെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുമല്ലോ എന്നും പറഞ്ഞ് സീനിയറെ പുറത്തേക്ക് തള്ളി അവളെയും കൂട്ടി അകത്ത് കടന്ന് കഥക് ക്ലോസ് ചെയ്യും. അപ്പോ അവൾ, നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തിയിട്ട് അവൻ താഴെ പായ വിരിച്ചു കിടക്കും. അവൻ ഉറങ്ങിയ നേരം ബൂയാൻ അവനെ നോക്കിയിട്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ കരുതും. ഇപ്പൊ ബൂയാൻ ഉണർന്നു നോക്കുമ്പോൾ താഴെ യൂച്ചാനെ കാണുന്നുണ്ടാകില്ല. അപ്പോ അവൻ അവളുടെ
അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി വെച്ചത്? അതുകൂടാതെ നിങ്ങൾ മയങ്ങി വീഴുന്നതിന് മുമ്പ് എന്നോട് എന്തോ പറയാൻ വന്നിരുന്നല്ലോ, അത് എന്താന്നൊക്കെ അവൻ അച്ഛനോട് ചോദിക്കും. അപ്പോ അവന്റെ ഫ്രണ്ട് വന്നിട്ട്, ഇവരാണടാ നിന്റെ അച്ഛനെ കൊന്നത്, ആ ഇയാളെ നീ എന്തിനാ രക്ഷിച്ചത്? അതുകൂടാതെ നിന്റെ ഭാര്യയും നീയാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. നിനക്ക് അവളോട് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യം സോൾവ് ആക്കിക്കൂടെ എന്ന് ആ ഫ്രണ്ട് പറയുമ്പോൾ, എന്റെ അച്ഛൻ മരിച്ചതിനെ പറ്റി ഇയാൾ എണീറ്റിട്ട് ഞാൻ അയാളോട് ചോദിച്ചുണ്ട്. പക്ഷെ ഇയാളെ ഇപ്പൊ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇയാൾ മരിക്കാത്തത് കൊണ്ട് ആ കില്ലർ വീണ്ടും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അച്ഛനെ നീ നോക്കണമെന്ന് ഈ ഫ്രണ്ടിനോട് പറയും. ഇതെല്ലാം സീനിയർ അവിടെയുള്ള ഒരു റെക്കോർഡർ വെച്ച് കേൾക്കുന്നുണ്ടാകും. അന്നേരം ഈ റെക്കോർഡർ യൂച്ചാൻ കാണാനിടയുണ്ടായി. അപ്പോ തന്നെ സീനിയർ ആ റൂമിലേക്ക് കടന്നു വരും. എന്നിട്ട് യൂച്ചാനോട്, നീ എന്തിനാടാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്ന്? ഈ ചോദ്യം കേൾക്കുമ്പോൾ യൂച്ചാന് വീണ്ടും സംശയം കൂടും. അപ്പോ സീനിയർ, എന്താടാ നിനക്ക് ഞാനാണ് കൊല്ലാൻ നോക്കിയതെന്ന് സംശയമുണ്ടോ? ഇനി അഥവാ അത് ചെയ്തത് ഞാനാണെങ്കിലും തന്നെ അതിന് നിന്റെ അടുത്ത് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് സീനിയർ ചോദിക്കും. എന്നാൽ ഇതെല്ലാം ബോയാൻ കേൾക്കുന്നുണ്ടാകും. അന്നേരം യൂച്ചാൻ, നീ കൊല്ലാൻ നോക്കിയാലും ഇല്ലാലും എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് അയാളോട് ഓൾറെഡി ദേഷ്യമാണ്. ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന റിവെഞ്ച് നീ ചെയ്തു, അത്ര തന്നെ എന്ന് യൂച്ചാൻ പറയും. അപ്പോ സീനിയർ, നോക്ക്, ബോയാൻ എന്റെ ഫിയാൻസിയാണ്. നീ അവളോട് കൂട്ടുകൂടുന്നതൊന്നും അവൾക്ക് ഇപ്പോ ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ നീ മറന്നേക്കെന്ന് പറയും. അപ്പോ യൂച്ചാൻ എണീറ്റിട്ട് ദേഷ്യത്തോടെ, അവൾ എന്റെ വൈഫാണ്. നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയായൊന്നും ഞാൻ അവളെ ഒഴിവാക്കില്ല. അവൾ എന്റെ ഹാർട്ടാണെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന് സീനിയർ അവനുമായി അടിപിടി ഉണ്ടാക്കും. ഇവിടെ ബൂയന് സീനിയറുടെ മേൽ ചെറിയ ഡൌട്ടൊക്കെ അടിക്കാൻ തുടങ്ങി. ഇവനെന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ച്? അവനക്കും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. സത്യം എന്താണെന്ന് അറിയാൻ ബൂയൻ അവളുടെ അച്ഛന്റെ ലോയറെ കാണാനായിട്ട് പോകും. അപ്പോ അയാള്, നിന്റെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും യൂച്ചന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താ റീസൺ എന്ന് അറിയില്ല. പക്ഷെ സാറ്, ഞാൻ അവന്റെ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്തിനാണെന്നും അറിയില്ലെന്ന് ആ ലോയർ പറയും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയുമോ? വേറെ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കും. അപ്പൊ ഈ ലോയറെ, ഞാൻ അച്ഛനോട് സംസാരിച്ചിറങ്ങുന്ന സമയത്ത് സീനിയർ എന്തോ ഒന്ന് കയ്യിൽ പിടിച്ച് അകത്തോട്ട് പോകുന്നത് കണ്ടിരുന്നു. അപ്പൊ ബൂയന് സീനിയറുടെ മേൽ കൂടുതൽ സംശയം വരാൻ തുടങ്ങും. ഇവിടെ ഷിയാങ് കളിച്ചോണ്ടിരിക്കുമ്പോൾ സീനിയർ അവന്റെ അടുത്തോട്ട് വന്നിട്ട് അവനോട് ക്ലോസ് ആവാൻ തുടങ്ങും. അപ്പൊ ബുയാന ഓടി വന്നിട്ട് സീനിയർ കുട്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട് സീനിയർ അവൾ തള്ളിയിട്ടിട്ട് ഷിയാങ്ങിനെ പിടിച്ചിട്ട്, ഷിയാങ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ നന്നായി നോക്കും. ഇതെല്ലാം സീനിയർ നോട്ട് ചെയ്യുകയും അവളെ വലിച്ചുകൊണ്ടുവന്നിട്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ വേടിക്കുന്നേ? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഷിയാങ്ങിന് വെയ്യാന്നറിഞ്ഞതും അവൻക്ക് ബോൺമാരോ മാച്ച് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ പേരൻസിനെ പോലും വെറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. പക്ഷെ നിനക്ക് അതൊന്നും അറിയണ്ട. യൂച്ചനും കുടുംബവും നിന്നെ വഞ്ചിക്കുകയാണ്. അവന്റെ കൂടെ ഇരുന്നാൽ നീ ഒരിക്കലും ഹാപ്പിയായി ജീവിക്കില്ല. അവനേക്കാളും എത്രയോ മടങ്ങ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ അവള്, നീ ഈ ചെയ്യുന്നതിനെയൊന്നും ലവ് എന്ന് പറയില്ല. നീ ഓൾറെഡി എന്നെ ബ്രേക്കപ്പ് ചെയ്തു പോയവനാണ്. എന്നാൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കുമ്പോഴെല്ലാം നിനക്ക് പൊസസീവ്നെസ് ആണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഞാനും ഒരു മനുഷ്യനാണ്. നിങ്ങളെല്ലാം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവൾ സങ്കടത്തോടെ പറയുമ്പോൾ, ഞാനൊന്നും ചെയ്തിട്ടില്ല ബൂയാൻ, നീ തെറ്റിദ്ധരിച്ചതാകും. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാണ് എന്റെ അച്ഛനും നീയും നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കൺഫേം ചെയ്തത്? ഈ ചെയ്യുന്നതിനെ എന്ന് ലവ് എന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ നിൽക്കവേ അവൻ അവളെ പിടിച്ചു വെച്ചിട്ട്, നീ എന്നെ പറ്റി എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യും. അന്നേരം അവൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ പൊട്ടിച്ചിട്ട്, എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തും. അപ്പോ അവൻ, യൂച്ചാൻ വന്നതിന് ശേഷമാണ് നീ ആളാകെ മാറിയത്. അതിനു മുന്നേ നീ എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോ അവള്, ഞാൻ ഇതുവരെ നിന്നെ ഒരിക്കലും ലവ് ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ലവ് ചെയ്യാനും പോകുന്നില്ല എന്നവൾ പറയുമ്പോൾ, നീ എന്താ വിചാരിച്ചേ? നിനക്കും യൂച്ചാനും ഒരു ഹാപ്പി എൻഡിംഗ് ഉണ്ടാകുമെന്ന് നീ കരുതിയോ? എന്നാൽ അത് മനസ്സിൽ വെച്ചാൽ മതി, അതൊരിക്കലും നടക്കത്തില്ല. നീ ഒരു ദിവസം എന്നെ തേടി വരും. ഷിയാങ്ങിന്റേത് മാച്ചുള്ള ബോൺമാരോ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സീനിയർ പോകുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് യൂച്ചാൻ വരും. ആ ബോട്ടിൽ പൊട്ടിച്ച സമയത്ത് അവളുടെ കൈയിന് പരിക്ക് പറ്റിയിരുന്നു. അതിന് മരുന്ന് വെച്ച് കൊടുത്തിട്ട് യൂച്ചാൻ അവളോട്, ഷിയാങ്ങിന് ബോൺമാരോ മാച്ച് ആവശ്യമുണ്ടോ? അപ്പോ അവൻക്ക് ലുക്കീമിയ ഡിസീസ് ഉണ്ടോ? നീ എന്താ എന്നോട് ഇതിനെ പറ്റിയൊന്നും പറയാതിരുന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാനെന്തിനാ നിന്നോട് ഇതൊക്കെ പറയുന്നേ? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ കൂടുതൽ ഇന്റർഫിയർ ആകണ്ട. എന്ത്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമോ? അപ്പൊ സീനിയർക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ്. അപ്പോ സീനിയറാണ് അവരുടെ അച്ഛൻ. എന്നാൽ അവന്റെ ബോൺമാരെ വെച്ച് ചികിത്സിച്ചാ പോരെ എന്നവൻ പറയുമ്പോൾ, അതൊന്നും മേച്ചല്ലെന്ന് അവള് പറയും. ഓക്കെ ശരി, നീ പേടിക്കണ്ട, എനിക്കറിയാവുന്ന ആളുകളെ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് നിന്നെ സഹായിക്കാമെന്ന് യൂച്ചാൻ പറയും. ഇവിടെ ബൂയാൻ അച്ഛന്റെ അടുത്തിരുന്നിട്ട് സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛ, ഇത് ചെയ്തത് യൂച്ചാനാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ചെയ്തത് സീനിയർ ആണെന്ന്. ഇതിന്റെ എല്ലാം എവിഡൻസ് ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കുമെന്ന് അവൾ പറയുമ്പോൾ അച്ഛന്റെ കൈ ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. അപ്പോ അച്ഛൻ റിക്കവറായി വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ സീനിയർ അച്ഛനെ വീണ്ടും കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ യൂച്ചാൻ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ബൂയാനെയും കൂട്ടി കാറിലിരുന്ന് അവൻ വെച്ച റെക്കോർഡർ എടുത്തുകൊണ്ടുവന്നിട്ട് ബൂയാനെ കേൾപ്പിക്കും. ഇതെല്ലാം കേട്ട് അവൾക്കാകെ ഷോക്കായിരിക്കുകയാണ്. ഇവിടെ സീനിയർ അച്ഛനോട്, നിങ്ങൾ
നിങ്ങൾ ഈ മരുന്ന് കുടിച്ച് വേഗം ഇവിടുന്ന് മേലോട്ട് പോകാൻ നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണെന്നറിഞ്ഞാൽ ഉറപ്പായും ഭൂയാൻ എന്നെ സ്നേഹിക്കില്ല. അതിനാൽ എനിക്ക് വേറെ വഴി അറിയില്ല. സോറി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സിറിഞ്ച് ചെയ്യാൻ നിൽക്കവേ ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് അവർ വരും. അവരെ കണ്ടതും സീനിയർ ആകെ ഷോക്കാകും. സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, നീ ഇനി എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ ഭൂയാൻ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവന്റെ കണ്ണുമൂക്ക് നോക്കി ഒരൊറ്റ അടി കൊടുക്കും. നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് ഭൂയാൻ കോപത്തോടെ പറയും. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് ഭ്രാന്താണോ? ആടി എനിക്ക് ഭ്രാന്താണ്. നീ അവനെ എപ്പോ കല്യാണം കഴിച്ചുവോ അപ്പൊ തുടങ്ങിയതാണ് എനിക്ക് ഈ ഭ്രാന്ത്. ഞാൻ നിന്നെ വിട്ടുപോയാൽ നീ അവന്റെ കൂടെ നാലാളും ഒരു ഫാമിലിയായി ജീവിക്കില്ലേ? അതെനിക്ക് കാണാൻ പറ്റില്ല. എന്താടാ നീ പിരി പോയ പോലെ സംസാരിക്കുന്നേ? അതിനുവേണ്ടി നീ എന്റെ അച്ഛനെ എന്തിനാ കൊല്ലാൻ നോക്കിയേ? ഇതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. കൂടാതെ നീ അബ്രോഡ്ക്ക് പോകാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോഴെല്ലാം എനിക്കൊരു ഇറിറ്റേറ്റിംഗ് ഫീലാണ്. ഇനി മുതൽ നിന്റെ മുഖം പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ നീ എന്റെ അച്ഛനോട് ചെയ്ത തെറ്റിന് അച്ഛൻ റിക്കവർ ആയതിനു ശേഷം അച്ഛൻ തന്നെ നിനക്ക് തന്നോളും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അവിടുന്ന് ഓടിക്കും. അപ്പോ യൂച്ചാൻ വന്നിട്ട് ഷിയാങ്ങിന്റെ ബോൺമര മാച്ചിന് ആളെ കണ്ടുപിടിച്ചെന്നല്ലേ അവന് പറഞ്ഞത്? അപ്പോ അവള് നീയല്ലേ പറഞ്ഞ് നീ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന്. അപ്പോ അവൻ നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഷിയാങ് ഉറപ്പായും റിക്കവറായി വരും, നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ടെന്ന് അവന് പറയും. അപ്പോ അവൾ അവനെ സഡനായി കെട്ടിപ്പിടിക്കും. ഇപ്പോ ഏകദേശം പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി പോകുന്ന പോലുണ്ട്. എന്നാൽ അതിനെല്ലാം ഇടയിലേക്ക് ഭൂയാന്റെ ബ്രദർ ജിയാങ് കടന്നു വരും. അവൻ വെള്ളിക്ക് കോൾ ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരെ വേർപ്പെടുത്തിയാലോ, നീ ഓക്കെ ആണോന്ന് ചോദിക്കും. അതേസമയം ഷിയാങ്ങിന് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു വരികയാണ്. ഡോക്ടർ അവരോട് അവൻക്ക് ഇനി ടൈമിന് മെഡിസിൻ കൊടുത്താൽ മതി, അപ്പോഴേക്കും അവൻ റിക്കവറായി വരും എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഷിയാങ്ങിനെ കാണാതാകും. അവൾ അവനെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളി വന്നിട്ട് അതുവഴി പോയെന്ന് പറഞ്ഞ് ജിയാങ് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. ഇപ്പോ ജിയാങ് അവർ രണ്ടാളെയും കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അന്നേരം ഭൂയാൻ ഡാ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ അവനെ വെറുതെ വിട്, അവൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് അവള് കരയും. അതേസമയം ജിയാങ് യൂച്ചനെ വിളിച്ചിട്ട് നിന്റെ മകനും ഭാര്യയും എന്റെ കസ്റ്റഡിയിലുണ്ട്, എന്റെ അച്ഛനെഴുതിയ സ്വത്തെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, അപ്പോ ഞാൻ ഇവരെ വിട്ടുതരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. അങ്ങനെ യൂച്ചൻ അവനെ കാണാനായിട്ട് വരും. നിന്റെ ഡീൽ പ്രകാരം ഷെയർസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്റെ ഭാര്യയെയും ഷിയാങ്ങിനെയും വിട്ടുതാ എന്ന് പറഞ്ഞ് അത് അവനക്ക് എറിഞ്ഞു കൊടുക്കും. ഇത് ശരിക്കും നിന്റെ പ്രോപ്പർട്ടിയാണ്, പക്ഷെ ഇത് അനുഭവിക്കാനുള്ള യോഗം എനിക്കാണ്. ഇവളെ കൂടെയുണ്ടായാൽ അതെനിക്ക് പ്രശ്നമാണ്, പക്ഷെ എന്റെ അച്ഛനക്ക് ഇഷ്ടം ഇവളെയാണ്, അതുകൊണ്ട് ഇവള് മരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അതിനു മുന്നേ ഞാൻ ആദ്യം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ജിയാങ് അവനെ അടിക്കാൻ നിൽക്കവേ അവൻ അത് പിടിച്ചുവെക്കും. നീ കാരണം ഞാനും അമ്മയും ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജിയാങ് അവനെ അടിക്കാൻ നിൽക്കും. അപ്പൊ യൂച്ചൻ അവന്റെ ആളുകളെയെല്ലാം അടിച്ച് ജിയാങ്ങിനെയും കൊല്ലാൻ നിൽക്കണേ. അന്നേരം ജിയാങ് നീ എന്നെ കൊന്നാൽ ഷിയാങ് എവിടെയാണെന്ന് നീ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ യൂച്ചൻ അവനെ അവിടെ കെട്ടിയിടും. അപ്പോഴേക്കും സീനിയർ ഭൂയാനെ രക്ഷിക്കാൻ വരും. പെട്ടെന്ന് ആ ഭാഗത്തു നിന്നും കാർ പൊട്ടിത്തെറിക്കും. സീനിയർ ആകെ പേടിച്ചിട്ട് യൂച്ചാനും ഭൂയാനും എവിടെ, അതിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാകുമോ ആകെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂച്ചാൻ മാസ ലുക്കിൽ അവളെ രണ്ട് കൈയിലും എടുത്തോണ്ട് ആ ഫയർ ബാക്ക്ഗ്രൗണ്ടിലൂടെ കത്തിച്ചൊലിക്കുന്ന മുഖവുമായി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സീൻ കണ്ട് സീനിയർ ആകെ അന്തം വീഴും. ഇവിടെ ഹോസ്പിറ്റലിൽ ഭൂയാന്റെ ഫ്രണ്ട് യൂച്ചാന് കോൾ ചെയ്യാണ്. ഷിയാങ്ങും ഇത് ഹോസ്പിറ്റലിലാണ്. ജിയാങ്ങിനെതിരെ ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല, അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ അവൻ ഫോണിൽ പറയും. ഇവിടെ സീനിയറും ആകെ പേടിച്ച് ഓടി വന്ന് ഭൂയാനെ പറ്റി ചോദിക്കും. അപ്പോ ഷിയാങ്ങിന്റെ ഫാമിലി ആരാണെന്ന് ചോദിച്ച് അങ്ങോട്ട് നേഴ്സ് വരും. അപ്പൊ യൂച്ചൻ ഞാൻ അവന്റെ അച്ഛനാണ്, എന്താ കാര്യമെന്ന് നേഴ്സിനോട് ചോദിക്കും. അവൻക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ട്, അവന്റെ ബ്ലഡ് എ പോസിറ്റീവ് ആണ്, എ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് ഏതെങ്കിലും ഒന്ന് വേണമെന്ന് നേഴ്സ് പറയും. അപ്പോ അവൻ ഞാനും എ ഗ്രൂപ്പാണ്, നിങ്ങൾ എന്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് അവൻ പറയും. അപ്പൊ നേഴ്സ് സോറി ആക്ച്വലി അവന്റെ ഫാമിലിയിൽ നിന്നുള്ള ബ്ലഡ് അല്ല വേണ്ടതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ അവന്റെ ബയോളജിക്കൽ ഫാദർ അല്ല, സോ നിങ്ങൾ എന്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് അവൻ പറയും. ഇത് കേട്ട് സീനിയർ വേണ്ട ഇവന്റെ ബ്ലഡ് വേണ്ട, നിങ്ങൾ വേറെ ആരുടെയും എടുത്തോളൂ എന്ന് പറയും. ആക്ച്വലി സീനിയർക്ക് എല്ലാ സത്യവും അറിയാമല്ലോ. അപ്പോ നൈസ് നിങ്ങളുടെ ഓ ടൈപ്പ് അല്ലേ, അതിനേക്കാളും ബെറ്റർ ഇവരുടേതാണ്, സോ ഞാൻ ഇവന്റേത് എടുത്തോളാമെന്ന് പറയും. ആകെ ഭ്രാന്ത് പിടിച്ച സീനിയർ ഏറെ വിഷമത്തോടെ വേണ്ട ഇവന്റെ ബ്ലഡ് വേണ്ട, ഇവൻ അവരുടെ അച്ഛനാണെന്ന് പറയും. ഇത് കേട്ട് യൂച്ചാനാകെ ഷോക്കാകും. ശേഷം സീനിയറെ ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടെ സത്യം അറിഞ്ഞ് യൂച്ചാനാകെ ഷോക്കായി കിടക്കാണ്. അപ്പോ അവര് എനിക്ക് പറഞ്ഞ കുഞ്ഞുങ്ങളാണോ, അപ്പോ അവൾ ഇത്രയും കാലം ഒറ്റക്കാണ് കഷ്ടപ്പെട്ട് വളർത്തിയെ എന്നൊക്കെ ആലോചിച്ച് ഫീലായിരിക്കാണ്. അപ്പോ അങ്ങോട്ട് വെള്ളി വരും. അപ്പോ അവൻ അവളോട് നീ കാരണം എന്റെ ഭാര്യയും മോനും മരിച്ചു പോകേണ്ടതായിരുന്നു, പ്ലീസ് ഇനി നീ എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കടാ യൂച്ചാൻ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യും. എന്നിട്ട് അവള് പോലീസിനെ കോൾ ചെയ്തിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് കീഴടങ്ങും. ഇപ്പൊ ഭൂയനെ നോർമൽ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോ അവൻ അവളോട് അപ്പോ ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഇതെല്ലാം ഞാൻ ഇത്രയും നാൾ അറിയാതെ പോയല്ലേ എന്ന് പറഞ്ഞ് അവൻ സങ്കടത്തോടെ കരയും.
അപ്പോ അവളെ എന്തു പറ്റി, നീ എന്തിനാ കരയുന്നേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഷിയാങ്ങിന് എന്തെങ്കിലും പറ്റിയോന്ന് കരുതിയിട്ട് അവളൊന്ന് പേടിക്കും. അപ്പോ അവൻ നമ്മുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അവൻ നോർമലാണെന്ന് പറയും. എന്ത്, നമ്മുടെ പയ്യനോ? അപ്പൊ നീ സത്യങ്ങളെല്ലാം അറിഞ്ഞോന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവളുടെ കവിളിന് പിടിച്ചിട്ട് അതെ, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, എന്നോട് ക്ഷമിക്കടി, ഇതിനെപ്പറ്റി എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കരയും. അവളും അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം ഹീറോയിന്റെ അച്ഛനും കോമയിൽ നിന്ന് എണീക്കും. ശേഷം അയാൾ ബൂയാനെയും കൂട്ടി യൂച്ചന്റെ അമ്മയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വരികയാണ്. എന്നാൽ എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അകത്ത് ഒരൊറ്റ ഇരിപ്പാണ്. അപ്പോ അച്ഛൻ 20 വർഷം മുമ്പ് ഞാനും നിങ്ങളുടെ ഭർത്താവും ചേർന്നാണ് ഒരു കമ്പനി ആരംഭിച്ചത്. അപ്പോ എന്തോ ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞ് കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം ചേർന്ന് അവരെ അടിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ മരിച്ചുപോയത്. അതിനുശേഷം ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ സ്ഥലം മാറി എങ്ങോട്ടോ പോയി. 20 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നമ്മുടെ 2 മക്കളെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് അവൻ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു. അത് നിറവേറ്റേണ്ട സമയം വന്നിരിക്കുന്നു. ഇതെല്ലാം അച്ഛൻ പറയുമ്പോൾ യു ചങ്ങമ്മയോട് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ അയാളുടെ ബുയാനെയും കൂട്ടി അവിടുന്ന് പോകാൻ പറയാമെന്ന് പറയും. അപ്പോ അമ്മ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് അച്ഛൻ മരിക്കാൻ കാരണം ഇയാളാണെന്നാണ്. ആ ദേഷ്യത്തിലാണ് ഞാൻ പൂയാനോടും ദേഷ്യപ്പെട്ടിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 കുഞ്ഞുങ്ങളും മുത്തശ്ശിന്ന് വിളിച്ചിട്ട് ഓടി വരും. മുത്തശ്ശി, ഞങ്ങൾ മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന കുക്കീസ് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിയുടെ കോപമെല്ലാം മാറി കൂളായിട്ട് വരും. ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഈ മുത്തശ്ശിയോട് പറ, മുത്തശ്ശി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയും. കൂടാതെ ഇന്നത്തെ ഡിന്നറിന് ബൂയാന്റെ അച്ഛനെയും അമ്മ ക്ഷണിക്കും. ഇവിടെ നൈറ്റിൽ ഹ്യൂജൻ ബൂയാനോട് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ട്? ആ പിന്നല്ലാതെ. അപ്പോ നീ കോൺട്രാക്ടിന് മാത്രമാണ് ഇങ്ങോട്ട് വന്നേ? എടാ പൊട്ട, അതിന് മാത്രമല്ല, ഞാൻ നിന്നെ വീണ്ടും പ്രൊപ്പോസ് ചെയ്യാൻ വന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ നിനക്ക് എന്തൊരു ജാടയായിരുന്നു. നിന്റെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നവൾ പറയുമ്പോൾ 6 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോയവൾ പെട്ടെന്ന് വന്നിട്ട് കോൺട്രാക്ട് മാരേജ് ചെയ്താൽ പണം തരാമെന്ന് പറഞ്ഞാൽ ആർക്ക ദേഷ്യം വരാതിരിക്കുക? അതും 6 വർഷം മുമ്പ് ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയുമോ? ആഹാ, അതെയോ? ആരാണെന്നറിയാത്ത പെണ്ണിനെ നീ അത്രക്കും അന്വേഷിച്ചോ എന്നൊക്കെ അവൾ ചിരിച്ചോണ്ട് പറയും. അപ്പോ അവൻ, അല്ല, നിന്റെ അച്ഛൻ പറഞ്ഞത് നീ മറന്നോ? ചെറിയ പ്രായത്തിലെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പോ ചെറുപ്പത്തിലെ നീ എനിക്ക് വിധിച്ചവളാണ്. ഇനി മേലിൽ നീ ഒരു കാര്യം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യരുത്. ഇനി ഞാനുമില്ലേ നിന്റെ കൂടെ. ഇനി നമുക്ക് 2 പേർക്കും എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് അവൻ പറയും. ആഹാ, ഇപ്പോ വലിയ ആളായല്ലോ. കുഞ്ഞുങ്ങൾ കാരണമാണോ നിനക്ക് ഇപ്പോ എന്റെ മേൽ ഫീലിംഗ്സ് ഒക്കെ വന്നത്? അപ്പോ അവൻ, അതിനു മുന്നേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യും. നമ്മുടെ ഹീറോ ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ബാൻ ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. അന്ന് 6 വർഷം മുമ്പ് ഒരാളുമായി ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്തിരുന്നല്ലോ. വീണ്ടും യൂച്ചൻ അവരുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ബോയാൻ വന്നിട്ട്, നീ ഒരുപാടായില്ല ബോക്സിംഗിൽ പങ്കെടുത്തിട്ട്, അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അവൻ ഉറപ്പായും നിന്നെ റിങ്ങിനുള്ളിൽ വെച്ച് കൊല്ലും, നീ പോകരുതെന്ന് പറയും. നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നിനക്ക് എന്നെ വിശ്വാസമില്ല? ഇത് ഉറപ്പായും നല്ല രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് നീ ഒന്ന് ചിരിക്കടാ, അപ്പോഴാ എനിക്കൊരു ഊർജ്ജം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റൊമാൻറ്റിക് ആവും. ഇപ്പോ ഇവിടെ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹിന്ദി ഫിലിം പോലെയാണ്. ഹീറോക്കാണ് നല്ല അടി കിട്ടുന്നത്. പക്ഷെ ലാസ്റ്റ് ചാൻസിൽ ഹീറോ നല്ലോണം തിരിച്ചടിച്ച് മാച്ചിൽ വിൻ ചെയ്യും. 6 വർഷമായി അവൻ റിങ്ങിനുള്ളിൽ കയറിയിട്ട് ഇത്രയും വർഷം അവൻ അമ്മക്കും വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. ഇപ്പോ എല്ലാവരും അവന്റെ യഥാർത്ഥ ശക്തി ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ യൂച്ചൻ അവളെ റിങ്ങിനുള്ളിലേക്ക് വിളിച്ചിട്ട് വിൻ ചെയ്ത ട്രോഫി അവൾക്ക് കൊടുത്തിട്ട് ഇതിനെല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യും. അപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ യെസ് പറ എന്ന് പറഞ്ഞിട്ട് അവളെ ചിയേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ അവനെ കിസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. ശേഷം വീട്ടിലെത്തിയിട്ട് അവൻ 2 ആളോടും, ഷിയാങ് ഷെങ്, ഈ 5 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇനി ഞാൻ നിങ്ങളെയും അമ്മയും നന്നായി നോക്കും. ഒരു പ്രോബ്ലംസ് വരാതെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യും. എനിക്ക് ഒരേ ഒരു ചാൻസ് തരുമോ? നിങ്ങൾ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കാവോ? അപ്പൊ കുഞ്ഞുങ്ങൾ ഭയന്ന് ഇല്ലെന്ന് പറഞ്ഞ് തലയാട്ടും. അപ്പൊ ബൂയാൻ വന്ന്, നോക്കു മക്കളെ, ഇവരാണ് നിങ്ങളുടെ അച്ഛൻ, ഒരേ ഒരു ചാൻസ് കൊടുത്തൂടെ എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കിട്ടിയെന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ അച്ഛാന്ന് വിളിച്ച് അവനെ കെട്ടിപ്പിടിക്കും. ഇപ്പോ ഇവിടെ സ്റ്റാർട്ടിംഗ് സീനിൽ ബൂയാൻ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞതുപോലെ ഇപ്പോഴും അവള് മൈക്ക് പിടിച്ചിട്ട് നാട്ടുകാരെ, വില്ലേജിലുള്ള മക്കളെ, യുചാങ്ങിന്റെ ഫിയാൻസി ഞാനാണ്, ഞാനും അവനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ കല്യാണം ഈ ബോട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ബോട്ടെല്ലാം ഫ്ലവർ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവൾ അവനക്ക് നല്ലൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബൂയാൻ കൺസീവ് ആണ്. ഇത് അവള് വയറു തൊട്ടിട്ട് അവനോട്, ഇനി നമ്മുടെ വീട്ടിലേക്ക് വേറെ 2 പേരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞതും അവൻ വളരെ ഹാപ്പിയാകും. അവൻ കയ്യിലുണ്ടായിരുന്ന കൂടെയൊക്കെ തട്ടിക്കളഞ്ഞ് അവളെ പോയി കിസ് ചെയ്യും. ഈ ഒരു സീൻ സീനിയർ വളരെ സങ്കടത്തോടെ ഇവിടെ നിന്നും കാണുകയാണ്. അവൻ ചെയ്ത എല്ലാ തെറ്റിനും പിന്നീട് പോലീസ് അവനെ പിടിക്കുന്നുണ്ട്. അതോടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്തത് ഏത് ഡ്രാമ ചെയ്യണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മറ്റൊരു നല്ല ഡ്രാമയുമായി ഞാൻ വരുന്നതാണ്. ബൈ.